ലോ ഓഫ് അട്രാക്ഷൻ വഴി നടന്നിട്ടുണ്ട്. സാറിന്റെ ക്ലാസ്സിലാണ് ഞാൻ ആദ്യം പങ്കെടുത്തത്. എന്തൊക്കെയാണ് നടന്നത്? പിന്നെ മോളുടെ കല്യാണം ഞാൻ വിചാരിച്ചതുപോലെ നടന്നു. നല്ലൊരു റിലേഷൻ കിട്ടി, മോൾക്ക് നല്ല ജോലി കിട്ടി, പിന്നെ അവരുടെ നല്ല ഫാമിലി, അതും ഞാൻ ഒരു ആഗ്രഹിച്ചു തന്നെയാണ്. അതും പിന്നെ പൈസ കിട്ടി. പിന്നെ അതിലൊരു അതിശയം എന്ന് പറഞ്ഞാൽ എന്റെ മോടെ മോൻ കുഞ്ഞിന്റെ ബർത്ത്ഡേ ആയിരുന്നു, എന്റെ കൊച്ചുമോന്റെ. അപ്പൊ എന്റെ മോടെ കുഞ്ഞ് എന്റെ കൊച്ചുമോൻ. അപ്പൊ അത് കാണാൻ പറ്റി. സാധാരണ എല്ലാം ലോൺ അല്ലെങ്കിൽ EMI അങ്ങനെ പോയിക്കൊണ്ടിരുന്നത്. പിന്നെ ആ ഒരു ചിന്താഗതിയും കാര്യങ്ങളൊക്കെ മാറിയപ്പോഴേക്കും പൈസയും വന്നു, പൈസയൊക്കെ വരാൻ തുടങ്ങി. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ലോ ഓഫ് അട്രാക്ഷനിലെ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ടെക്നിക്കിനെ കുറിച്ചാണ്. പല രീതിയിലുള്ള ടെക്നിക്കുകളും ഞാൻ നമ്മളെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഇന്നത്തെ ആദ്യം തന്നെ നമ്മൾ ഓരോരോ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് ഉണ്ടാവും. അതിനുശേഷമാണ് ടെക്നിക്ക് പറയാൻ പോകുന്നത്. ഞാൻ എന്നെ സ്വയം പരിചയപ്പെടുത്തുകയാണ്. എൻ്റെ പേര് അനിവിന്ദ്. ഏകദേശം 4-5 വർഷമായിട്ട് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇങ്ങനെ 1000-ലധികം സക്സസ് സ്റ്റോറീസ് നമ്മൾ യൂട്യൂബ് ചാനലിൽ കൊടുത്തിട്ടുണ്ട്. അതിനേക്കാളും വലിയ സക്സസ് സ്റ്റോറീസ് നമ്മളെ ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ യൂട്യൂബിൽ ഷെയർ ചെയ്യുന്നതാണ്. ഞാൻ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പായി നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ മാനിഫെസ്റ്റേഷൻ എന്താണ് നടന്നിരിക്കുന്നത്? അത് പണത്തിൻ്റെ കാര്യത്തിലാവട്ടെ, റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലാവട്ടെ, 5 പേർക്ക് ഷെയർ ചെയ്യാൻ സാധിക്കുന്നതാണ്. നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ച ഏറ്റവും വലിയ മിറാക്കിൾ എന്താണ്? എന്താണ് ഏറ്റവും വലിയ മിറാക്കിൾ നിങ്ങളുടെ ലൈഫിൽ ലോ ഓഫ് അട്രാക്ഷനിലൂടെ സംഭവിച്ചത്? സാറേ, എനിക്ക് ആ സാറിന്റെ ക്ലാസ് കേട്ടിട്ട് ഇന്നത് ചെയ്യണം എന്നൊരു തോന്നൽ ഉണ്ടായിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്തു വെച്ചു. തുടർന്ന് വീണ്ടും വേറെ മറ്റു പല കാര്യങ്ങളും ചെയ്യണം എന്നൊരു ടെൻഡൻസി ഉണ്ട്. അതിലേക്ക് എത്തിയിട്ടുണ്ട് സാർ. പിന്നെ ഓർണമെന്റ്സിന്റെ അത് നന്നായി പോകുന്നു. ഇത് ഇദ്ദേഹം യാമിനി നമ്മളെ അലൈൻമെന്റ് മാസ്റ്ററി ക്ലാസ് പങ്കെടുക്കുന്നതാണ്. അദ്ദേഹം രണ്ടാമത്തെ ബാച്ചിലാണുള്ളത്. ഇപ്പോൾ സ്വന്തമായിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു, നല്ല രീതിയിൽ പോകുന്നുണ്ട്. ഓക്കെ, അതിൻ്റെ സ്റ്റാറ്റസ് ഗ്രൂപ്പിൽ ഇട്ടോളൂ. ഓക്കെ, അന്നേരം ഇനി വേറെ ആരുടെ ലൈഫിലാണ്, അത് ചെറുതോ വലുതോ ആട്ടെ, ജസ്റ്റ് ഷെയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. സാർ നമസ്കാരം. നമസ്കാരം സാർ, എനിക്ക് കുറെ കാര്യങ്ങൾ ലോ ഓഫ് അട്രാക്ഷൻ വഴി നടന്നിട്ടുണ്ട്. സാറിന്റെ ക്ലാസ്സിലാണ് ഞാൻ ആദ്യം പങ്കെടുത്തത്. എന്തൊക്കെയാണ് നടന്നത്? പിന്നെ മോളുടെ കല്യാണം ഞാൻ വിചാരിച്ചതുപോലെ നടന്നു. നല്ലൊരു റിലേഷൻ കിട്ടി, മോൾക്ക് നല്ല ജോലി കിട്ടി, പിന്നെ അവരുടെ നല്ല ഫാമിലി, അതും ഞാൻ ഒരു ആഗ്രഹിച്ചു തന്നെയാണ്. അതും പിന്നെ എനിക്കൊരു ജോലി സ്ഥലത്ത് ഒരു 3-4 വർഷങ്ങൾക്ക് മുമ്പ് ചെറിയൊരു സാലറി പെൻഡിങ് ഉണ്ടായിരുന്നു. അത് എനിക്ക് കിട്ടി. അത് എഴുതി വെച്ച കാര്യമാണ്. പിന്നെ ഞാൻ കുറെ അമ്പലങ്ങളിൽ സ്ഥലങ്ങളിലൊക്കെ കാണുന്നുണ്ടായിരുന്നത്. ഇപ്പൊ ഈ ഒരു 2 മാസത്തിനുള്ളിൽ ഞാൻ കുറെ സ്ഥലങ്ങളുണ്ട്. പിന്നെ അതെ, എനിക്കിപ്പോ പിന്നെ സാമ്പത്തികമായിട്ട് വലിയ പ്രശ്നമില്ലാതെ പോകുന്നുണ്ട്. മുമ്പൊക്കെ എനിക്ക് ഭയങ്കര ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ വിചാരിക്കുന്ന കാര്യങ്ങളെല്ലാം നടന്നു പോകുന്നുണ്ട്. അതെല്ലാം പിന്നെ ഇതിന്റെ ഫലമായിട്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഇനി വേറെ ആരാണുള്ളത്? അത് ചെറുതോ വലുതോ ആട്ടെ, നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. സാറേ, ഞാൻ പറയുന്നത് കേൾക്കാവോ? കേൾക്കാം, പറഞ്ഞോളൂ. ക്യാമറ ഓൺ ചെയ്യാൻ പറ്റുന്നെങ്കിൽ ഓൺ ചെയ്യാം, പ്രശ്നമില്ല. വീഡിയോ ഓൺ ചെയ്യാൻ നെറ്റ് സ്ലോ ആണ്, അതുകൊണ്ടാണ്. പുഷ്പകുമാരി എന്നാണ് പേര്. ഞാൻ സാറിന് വോയിസ് ഇട്ടിട്ടുണ്ടായിരുന്നതാണ്, അമ്പലപ്പുഴയാണ്. കാരണം എന്തായാലും എനിക്ക് ഇന്ന് വന്ന് പറയണമെന്നും കൂടി തോന്നി. സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് ഞാൻ. കാരണം വരുമാനം ഉണ്ടോന്ന് ചോദിച്ചാലുണ്ട്. കാരണം ഞാൻ സാമൂഹ്യ പെൻഷൻ കൊണ്ടുപോകുന്ന ഒരു വ്യക്തിയാണ്. നമ്മുടെ വീടുകളില് ഈ പെൻഷൻ കൊടുക്കുന്ന ഒരു സംഭവമുണ്ട് വീടുകളിലെ, വാർദ്ധക്യ പെൻഷൻ അതൊക്കെ കൊടുക്കുന്ന ഒരു ഏജന്റാണ് ഞാൻ. അതുപോലെ തന്നെ നമ്മുടെ വെൽനസ് പ്രൊമോട്ടർ കൂടിയാണ്. ആയുർവേദ പ്രൊഡക്റ്റുകളൊക്കെ കൊടുത്തോണ്ടിരിക്കുകയൊക്കെ ചെയ്യാം. പക്ഷെ ഈ പെൻഷൻ കൊടുത്ത ഒരു പൈസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ കമ്മീഷൻ കിട്ടാതെ കിടക്കുമായിരുന്നു. പക്ഷെ അത് ഇത് സാറിന്റെ ആ ഒരു 11-11 എന്നുള്ള ആ ഒരു ടെക്നിക്ക് ഞാൻ ചെയ്തായിരുന്നു. സാറ് പറഞ്ഞപ്പോ ഈ ക്ലാസ്സിന്റെ കൂടെ ഞാനത് കേട്ട് ഞാനത് ചെയ്ത് എനിക്ക് ആ പെൻഡിങ് കിടന്ന ആ പൈസ കിട്ടി. പിന്നെ അതിലൊരു അതിശയം എന്ന് പറഞ്ഞാൽ എന്റെ മോന്റെ
എന്റെ കുഞ്ഞിന്റെ ബർത്ത്ഡേ ആയിരുന്നു, എന്റെ കൊച്ചുമോന്റെ. അപ്പൊ എന്റെ എന്റെ കൊച്ചുമോൻ. അപ്പൊ അത് പിന്നെ എനിക്കത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സാറിന് വളരെ നന്ദിയുണ്ട്. കാരണം എന്ന് വെച്ചാൽ അതിന് ഭയങ്കര സന്തോഷം. പൈസ കുഞ്ഞിന് ബർത്ത്ഡേക്ക് ഒന്നും വാങ്ങിച്ചു കൊടുക്കാനില്ല. അപ്പൊ ഞാനും എന്റെ മോളും കൂടെ പകുതി ചേർന്ന ഒരു 70,000 ചിട്ടിയാണ്. അപ്പൊ അത് തുടങ്ങുന്നേ ഉള്ളൂ. വ്യാഴാഴ്ച ആദ്യത്തെ ഫസ്റ്റ് ചിട്ടിയാണ്. അപ്പൊ ഞാൻ എനിക്ക് വീഴണം എന്നുള്ള അതിയായിട്ട് ആഗ്രഹിച്ച് സാറ് പറഞ്ഞ ആ ഒരു രീതിയിൽ തന്നെ അത് ഞാൻ അന്ന് അങ്ങനെ ചെയ്തു. അപ്പൊ ആ ചിട്ടി ഇപ്പൊ ഞാൻ ചൊവ്വാഴ്ചയാണ് ചെയ്യുന്നത്. വ്യാഴാഴ്ച മോന്റെ പിറന്നാള്. പക്ഷെ വ്യാഴാഴ്ച ഞാൻ ആ കാര്യം ചെയ്തു പോയി. ഫസ്റ്റ് ചിട്ടി എനിക്ക് വീഴുന്നു. ഫസ്റ്റ് ചിട്ടി അതൊരു വലിയൊരു അതിശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ജീവിതത്തിൽ എനിക്കത് മറക്കാൻ പറ്റാത്ത സംഭവമാണ്. അതുകൊണ്ട് സാറിന്റെ എല്ലാ ക്ലാസ്സുകളും ഞാൻ കേൾക്കുകയും കാണുകയില്ല. ആദ്യം ഒന്നും എനിക്ക് വിശ്വാസം ഇല്ലായിരുന്നു. എല്ലാരും പറയുന്നത് വെറുതെയാണ്. പക്ഷെ ഞാൻ അതിയായിട്ട് ആഗ്രഹിച്ചു. കാരണം 10 പൈസ കയ്യിലെടുക്കാനില്ല, എന്റെ കുഞ്ഞിന് എനിക്ക് കൊടുക്കാൻ ഒന്നും ഇല്ലല്ലോ എന്റെ ദൈവമേ. ഞാൻ അത് ആ ഒരു രീതിയിൽ ചിന്തിച്ചു. പക്ഷെ അത് അതിയായിട്ട് ആഗ്രഹിച്ചുകൊണ്ടായിരിക്കണം. പക്ഷെ പിന്നെ എനിക്ക് ആഗ്രഹങ്ങൾ അങ്ങനെ വരുന്നില്ല. നമ്മുടെ ആഗ്രഹം, ആഴത്തിലുള്ള ആഗ്രഹമാണ് നമ്മളെ ഇതില് വരുത്തുന്നതെന്നുള്ള അന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ ഇപ്പൊ ഞാൻ പലതും ആഗ്രഹിച്ചിട്ട് എനിക്ക് നടക്കുന്നില്ല. പക്ഷെ അന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു, അതെനിക്ക് നടന്നു. അതിന്റെ പിറ്റേയുള്ള മാസവും 2 ചിട്ടിയായിരുന്നു. പിറ്റത്തെ മാസം എനിക്ക് വീണു. അപ്പൊ അവരെല്ലാരും എന്നോട് ചോദിച്ചത് എന്ത് ടെക്നിക്കാന്ന്. രണ്ടാമത്തെ ചിട്ടി എനിക്ക് തന്നെ വീണ്. അന്നേരം ഇത് അവരെന്നോട് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു അനുവദിച്ച സാറിന്റെ ഒരു ക്ലാസ് ഉണ്ട്, അപ്പൊ അവർക്ക് ആ ലിങ്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ എല്ലാവർക്കും ഗ്രൂപ്പിൽ തന്നെ, ഞങ്ങളുടെ ആ ഗ്രൂപ്പിൽ തന്നെ ഞാൻ സാറിന്റെ ലിങ്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഒത്തിരി നന്ദി. സന്തോഷം. കാരണം നമ്മുടെ സൗജന്യ ക്ലാസ് ലിങ്കിൽ ഇപ്പോൾ ഏകദേശം 19 ഗ്രൂപ്പ് ഇപ്പം ഫില്ലായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം പലരും നമ്മുടെ ഈ ലൈഫിൽ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ പുണ്യാണ്. ഇപ്പം ഞാൻ എന്തിനാണ് ഇപ്പം ഫ്രീ ക്ലാസ് കൊടുക്കുന്നത്? പലരും എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫ്രീ ക്ലാസ് എന്ന് പറഞ്ഞ് ജോയിൻ ചെയ്യിച്ച് ആ പെയ്ഡ് ക്ലാസ്സിലേക്ക് മാറ്റാറാണ് പതിവ്. കാരണം ഞാൻ ഫ്രീ ക്ലാസ്, അതായത് പെയ്ഡ് ക്ലാസ് വേണ്ടവർക്ക് പെയ്ഡ് ക്ലാസ്, ഫ്രീ ക്ലാസ് വേണ്ടവർക്ക് ഫ്രീ ക്ലാസ്. ഇപ്പോൾ ഏകദേശം ഇപ്പോൾ ഒരു 6-7 മാസമായി നമ്മളിപ്പം ഫ്രീ ആയിട്ട് മെഡിറ്റേഷൻസ്, ഓരോ ദിവസവും ടാസ്കുകൾ, മെഡിറ്റേഷൻസ് എല്ലാം തന്നെ കൊടുക്കുന്നത്. കാരണം അതിൻ്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരുടെ കയ്യിലും ഇപ്പം ലോ ഓഫ് അട്രാക്ഷൻ്റെ ക്ലാസ്സുകൾ എങ്ങനെയാണ്, ഇപ്പോൾ എൻ്റെ 1000 രൂപ മുതൽ ഇങ്ങനെ തുടങ്ങിയ ക്ലാസ്സുകളുണ്ട്. ചില ലോ ഓഫ് അട്രാക്ഷൻ ട്രെയിനേഴ്സ് 10,000 ലക്ഷങ്ങൾ കൊടുത്തിട്ട് ചെയ്യാറുണ്ട്. ഞാൻ വിശ്വസിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ ഇനീഷ്യൽ ടൈമിൽ എൻ്റെ കയ്യിൽ പൈസ ഇല്ലായിരുന്നു. അത് എനിക്ക് ഓർമ്മയുണ്ട്, ഞാനൊരു 2000 രൂപയുടെ കോഴ്സിന് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അയാൾക്ക് ഞാൻ ആദ്യം തന്നെ സ്വാതിയ എന്ന് പറഞ്ഞ ഒരു കോഴ്സായിരുന്നു ജോയിൻ ചെയ്തത്. അന്നേരം അത് സുബിൻ സാർ എന്ന് പറഞ്ഞ ആളെ കീഴിലാണ് ഞാൻ പഠിച്ചത്. സുബിൻ സാർ എന്ന് പറഞ്ഞാൽ അന്നേരം എൻ്റെ കയ്യിൽ 2000 രൂപയില്ലായിരുന്നു എടുക്കുക. ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ മില്ലിലും കാര്യങ്ങളിലും പോയിട്ട് നമുക്ക് കിട്ടുന്ന ഒരു 300-400 രൂപ മിച്ചം വെച്ച് ഞാൻ അദ്ദേഹത്തിന് അയച്ചു കൊടുക്കും. അങ്ങനെ ഒരു 2 മാസത്തിന് ശേഷമാണ് എനിക്ക് കംപ്ലീറ്റ് ആയിട്ട് എനിക്ക് അടക്കാൻ സാധിച്ചത്. അന്നേരം പോലും എൻ്റെ കയ്യിൽ പണം ഉണ്ടായിരുന്നില്ല. അന്നേരം ഞാൻ ചിന്തിച്ചിരുന്നു, ഇതേപോലെ ഫ്രീ ആയിട്ടുള്ള ക്ലാസ് കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് കുറച്ചൊക്കെ പഠിക്കാൻ പറ്റിയിരുന്നു. എനിക്ക് പണം സമ്പാദിച്ചിട്ട് അല്ലെങ്കിൽ പണം ഉണ്ടാക്കിയതിന് ശേഷം എനിക്ക് ജോയിൻ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ചിന്ത ഉണ്ടായിരുന്നു. അന്നേരം നോക്കിയ സമയത്ത് ആരും അങ്ങനെ ഫ്രീ ക്ലാസ് കൊടുക്കുന്നില്ല. അതും എപ്പോഴും എന്താ ചെയ്യുക, അങ്ങനെ കുറച്ച് മെഡിറ്റേഷൻസോ കാര്യങ്ങളോ മാത്രം കൊടുക്കും. ഞാൻ എന്ത് ചെയ്തു, ഡെയിലി നിങ്ങൾക്ക് നമ്മൾ ക്ലാസ്സിൻ്റെ രീതി നോക്കാൻ മനസ്സിലാവും. അതിൽ നമ്മൾ 3 റിലേഷൻഷിപ്പ്, അതായത് യൂണിവേഴ്സൽ ലവ് മെഡിറ്റേഷൻ, അബഡൻസ് മെഡിറ്റേഷൻ, ഗ്രാറ്റ്യൂഡ് മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ 3 മെഡിറ്റേഷൻ. അത് എല്ലാ ദിവസവും ശ്രദ്ധിക്കുക. ഞാനിൽ ഷെയർ ചെയ്യാൻ അല്ലെങ്കിൽ സ്റ്റാഫ് ഷെയർ ചെയ്യാൻ ലേറ്റായ പോലും നിങ്ങളത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. രണ്ടാമത്തെ കാര്യം, അതിൽ നൽകുന്ന ബൈനറി മ്യൂസിക്. വെറുതെ റൂമിന് യാത്ര ചെയ്യുന്ന സമയത്തോ കാര്യങ്ങളോ കേൾക്കാതെ നിങ്ങൾ ഇയർഫോണോ ഹെഡ്ഫോണോ ഉപയോഗിച്ചിട്ട് വേണം കേൾക്കാൻ വേണ്ടിയിട്ട്. എന്നാലാണ് അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഓക്കെ. പിന്നെ നമ്മൾ ഡെയിലി ചെയ്യേണ്ട ടാസ്കുകളെല്ലാം തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഇങ്ങനെ ഇതേപോലെ തന്നെ നമ്മൾ ഗ്രൂപ്പിൽ ഓരോരോ ടാസ്കുകൾ പോസ്റ്ററിൽ വായിക്കുകയാണെങ്കിൽ ഓരോന്ന് മനസ്സിലാവും. പിന്നെ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. എന്നാൽ മാത്രമാണ് നമുക്കൊരു ചേഞ്ച് ഉണ്ടാകുക. ഈ ക്ലാസ്സിൽ ഗ്രൂപ്പിൽ ജോയിൻ ആയി കാര്യമില്ല. ഗ്രൂപ്പിൽ പറയുന്ന മെഡിറ്റേഷൻസ് കൃത്യമായ രീതിയിൽ ചെയ്യുക. അതോടൊപ്പം തന്നെ അതിൽ ടാസ്കുകൾ എഴുതേണ്ട കാര്യങ്ങൾ എഴുതുക. ഇപ്പം മാജിക് ചെക്ക് എന്ന് പറയുന്ന കാര്യങ്ങളില്ലേ, അത് കൃത്യമായ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കത് റിസൾട്ട് കിട്ടുകയുള്ളൂ എന്നുള്ള കാര്യമാണ് ഞാൻ പറയാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചത്. മറ്റൊരു കാര്യം, നമ്മളെ ചുറ്റും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പലരും ഉണ്ട് അല്ലേ. ചിലപ്പോൾ അവർ നിങ്ങളോട് എപ്പോഴും സങ്കടങ്ങൾ പറയുന്നുണ്ടാവും. നിങ്ങൾക്ക് സാമ്പത്തികമായി സഹായിക്കാൻ പറ്റണമെന്നില്ല. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് നമ്മളെ സൗജന്യ ഗ്രൂപ്പിന് ലിങ്ക് കൊടുക്കുക. എന്നിട്ട് പറയാം, ഇതിൽ ഡെയിലി ടാസ്കുകൾ വരും. നിങ്ങളെ ഫ്രീ ടൈമിൽ, ഇപ്പം രാവിലെ തന്നെ എഴുന്നേൽക്കുന്നില്ല, നിങ്ങളെ ഫ്രീ ടൈമിൽ ക്ലാസ് അറ്റൻഡ് ചെയ്യും. ക്ലാസ് കാര്യങ്ങൾ ഓരോന്നും പറയുന്ന കാര്യങ്ങൾ ചെയ്യും. മാറ്റം ഉണ്ടാകുന്നത്. അതായത് അവർക്കും ആ ഒരു ചേഞ്ചസ് വരും. ഇപ്പം എനിക്ക് ചില സക്സസ് സ്റ്റോറീസിലും കേൾക്കുന്നതിന് സങ്കടമാവും. ഒരു 100 രൂപ പോലും ഇല്ലാത്ത ആൾക്കാരുണ്ടാവും.
അവർ ഈ ഇങ്ങനെ കാര്യങ്ങളെല്ലാം പ്രാക്ടീസ് ചെയ്യിക്കുക. അവർക്ക് ഇപ്പം നമ്മളെ കൊടുക്കുന്ന പെയ്ഡ് ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ല, പക്ഷേ അവർക്ക് അതായത് ആ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വ്യക്തിക്ക് അവരുടെ സുഹൃത്തായിരിക്കും നമ്മുടെ സൗജന്യ ക്ലാസ്സിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ടാകുക. അതുവഴി അവർ ലൈഫിൽ ഹെൽത്ത് റെഡിയായത്, അതോടൊപ്പം തന്നെ പണത്തിൻ്റെ കാര്യങ്ങൾ റെഡിയായത്, അങ്ങനെ പലതും ഉണ്ട്. അന്നേരം നിങ്ങൾ ഓരോ സക്സസ് സ്റ്റോറീസും, ഞാൻ പറയുന്നത് വെച്ചാൽ നിങ്ങൾ ഓരോ ചെറിയ സക്സസ് സ്റ്റോറീസും ഷെയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ഇനി വേറെ ആരാണ് സക്സസ് സ്റ്റോറി ഷെയർ ചെയ്യുന്നത്? നിങ്ങൾ സക്സസ് സ്റ്റോറി ഷെയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക, എന്നല്ലേ ഗ്രൂപ്പിൽ ഒരു പോസിറ്റിവിറ്റി ഉണ്ടാവും. സാറ് ഞാൻ പറയട്ടെ? പറഞ്ഞോളൂ. സാർ, അന്ന് സാറിന്റെ ക്ലാസ് കഴിഞ്ഞിട്ട് എനിക്ക് കുറേ നാളായിട്ട് ഇങ്ങനെ യൂട്യൂബ് ചാനൽ തുടങ്ങണം, അത് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പൊ ഞാൻ സാറിന്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, സാർ ഓർക്കുന്നുണ്ടായിരിക്കും, ബിന്ദു സത്യനാണ്. അപ്പൊ സാറിന്റെ അടുത്ത് പറഞ്ഞപ്പോ സാർ പറഞ്ഞു യൂട്യൂബ് ചാനൽ തുടങ്ങിയെന്ന് പറഞ്ഞു. അപ്പൊ ഞാനിന്ന് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തു. എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ഞാൻ കുറെ ഇങ്ങനെ വേറെ മെന്റർമാരുടെയൊക്കെ ക്ലാസ്സിൽ പങ്കെടുത്തിട്ടുണ്ട്. പക്ഷെ സാർ ഇപ്പൊ പറഞ്ഞതുപോലെ അവർക്ക് എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇങ്ങനെ ഫ്രീ ക്ലാസ് തന്നിട്ട് നമ്മളെ അതിലേക്ക് പെയ്ഡ് ക്ലാസ്സിലേക്ക് കൊണ്ടുപോകുന്നതാണ് എപ്പോഴും. ഞാൻ ഇപ്പോഴും വേറൊരു മെന്ററുടെ ക്ലാസ് ഇങ്ങനെ നേരത്തെ പൈസ അടച്ച് അതിനകത്ത് ഇങ്ങനെ ക്ലാസ്സിലുണ്ട്. പക്ഷെ ആരും സാർ എടുക്കുന്ന പോലെ കാര്യങ്ങൾ പറഞ്ഞു തരുവോ, നമുക്ക് എന്താണ് വേണ്ടതെന്നുള്ളതില് ആരും അങ്ങനെ പറഞ്ഞു തരാറില്ല. അപ്പൊ എപ്പോഴും അവര് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഫ്രീ ക്ലാസ്സിൽ നമ്മളെ ജോയിൻ ചെയ്യിച്ചു. എന്നിട്ട് അവര് കൂടുതൽ ഇപ്പൊ അരമണിക്കൂർ ക്ലാസ് ആണെങ്കിൽ 20 മിനിറ്റും അവര് പറയുന്ന അവരുടെ ക്ലാസ്സിനെ കുറിച്ചും അവരുടെ ക്ലാസ്സിലേക്ക് എങ്ങനെ ജോയിൻ ചെയ്യാമെന്നും അതിന് എത്ര രൂപയാണ് ഫീസ് എന്നും അതിനകത്ത് നിങ്ങൾക്ക് ഇന്ന കാര്യങ്ങൾ കിട്ടുമെന്നും മാത്രമാണ്. സാറ് പറയുമ്പോൾ പോലെ ഒരിക്കലും ആരും പറഞ്ഞു തരാറില്ല, ആരും ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യാറില്ല. ഇങ്ങനെ ഓരോ നമുക്കിപ്പോ അറിയില്ലാത്ത കാര്യങ്ങള് ഇപ്പൊ ബിസിനസിന്റെ ആണെങ്കിലും അതെങ്ങനെ നിങ്ങൾക്ക് അത് ചെയ്യാം, അതിനകത്ത് നിങ്ങൾക്ക് എങ്ങനെ സക്സസ് ആവാം, അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും മറ്റുള്ള ഒരാളും ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നില്ല. അപ്പൊ അതുകൊണ്ട് എനിക്ക് സാറിനോട് ഒത്തിരി താങ്ക് യു, ഒത്തിരി സന്തോഷം. ക്ലാസ്സിൽ ഇങ്ങനെ സാറ് കാരണമാണ് ഞാനിങ്ങനെ യൂട്യൂബ് ചാനൽ തുടങ്ങിയതും ഇന്നാണത്. അപ്പൊ ഞാന് ചെറിയൊരു റീലാണ് ഇട്ടത്. അപ്പൊ സാറിനത് അയച്ചു തരണം അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പൊ എന്റെ അടുത്ത് ഹസ്ബൻഡ് പറഞ്ഞു അത് ഇച്ചിരും കൂടെ നാളെ നന്നായിട്ട് ഒന്നും കൂടെ എടുത്തിട്ടിടാം കൊടുക്കാം. സന്തോഷം. ഇപ്പൊ യാമിനി തന്നെ വേറൊരു മെന്റർ കീഴില് പ്രാക്ടീസ് ചെയ്ത വ്യക്തിയാണ്. കുറെ പ്രോബ്ലംസ്, കുറെ ട്രോമാസ് ഉണ്ടായിരുന്നു. ഒന്നും തന്നെ, അതായത് ഇങ്ങനെ അദ്ദേഹം എന്താ പറയുക, വെറുതെ ഇങ്ങനെ ഡൗട്ട്സ് പോലും ചോദിക്കാൻ പറ്റില്ലായിരുന്നു. യാമിനി പങ്കെടുക്കുന്ന ക്ലാസ്സിൽ ഒരു 1000, 2000, ഒരു 500, 1000 പേരില്ല ക്ലാസ്സില്ല. അന്നേരം ഡൗട്ട് ക്ലിയർ ചെയ്യാൻ സാധിച്ചില്ല. മനസ്സിലെപ്പോഴും കൺഫ്യൂസ്ഡ് ആയിരിക്കും. ഈ കൺഫ്യൂസ്ഡ് മൈൻഡാണ് മാനിഫെസ്റ്റേഷൻ നടക്കില്ല. ക്ലിയർ ആയിട്ട് സമാധാനത്തോടെ നമ്മൾ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന സമയത്താണ് ചേഞ്ചസ് വരിക. യാമിനിയോട് പറഞ്ഞു ഇൻസ്റ്റാഗ്രാം പേജ് തുടങ്ങണം. അദ്ദേഹം ഇൻസ്റ്റാഗ്രാം പേജിൽ ഇതേപോലെ ഓർണമെന്റ്സിന്റെ എന്തായിരുന്നു, ഓർണമെന്റ്സ് ആണോ, ഫാൻസി ഐറ്റംസ്, ഫാൻസി ഐറ്റംസിന്റെ എലമെന്റ് മാസ്റ്ററി 2ാമത്തെ ബാച്ചാണ്. അതായത് ഒരു വർഷത്തോളം അദ്ദേഹം വേറൊരു മെന്റർ കീഴിൽ പരിശീലിച്ചിട്ട് പോലും ബിസിനസ് തുടങ്ങണം. അദ്ദേഹം എന്താ ചെയ്യുന്നത്, അദ്ദേഹത്തിന്റെ ബിസിനസ് മാത്രമാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗ്രൂപ്പ് ഉണ്ട് എലമെന്റ് മാസ്റ്ററിയിൽ, അതിൽ നിങ്ങൾ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്തോളൂ. എന്നെ കഴിയുന്ന രീതിയിൽ. സാറ് ഞാനിപ്പോ ഒരു വർഷമായിട്ട് വേറൊരാളുടെ ക്ലാസ്സില്, അപ്പൊ സാറിന്റെ ക്ലാസ് ഞാൻ കഴിഞ്ഞ മാസം മുതലാണ് ഇത് കാണാൻ തുടങ്ങിയത്. അപ്പം നമ്മൾ നേരത്തെ അഡ്വാൻസ് ആയിട്ട് അതിനകത്ത് പൈസ അടച്ച് ഇപ്പം ആ പൈസ അടച്ചല്ലോ, അപ്പൊ അതുകൊണ്ട് ആ ക്ലാസ് ഇങ്ങനെ തുടർന്ന് ഇങ്ങനെ പോരുവാണ്. പക്ഷെ അതുകൊണ്ട് ഈ മാസം പഠിപ്പിക്കുന്നത് തന്നെയാണ് നമ്മളെ അടുത്ത മാസം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് അതിനകത്തുനിന്ന് കൂടുതലൊന്നും നമുക്ക് കിട്ടാറില്ല. ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇപ്പൊ അലൈൻമെന്റ് മാസ്റ്ററിൽ യാമിനോട് ചോദിച്ചു നോക്കൂ, ഓരോ ദിവസവും വ്യത്യസ്തമായ ടോപ്പിക്കാണ് ഉണ്ടാകുക. ഉണ്ടല്ലേ? അതിന്റെ ഇതൊക്കെ കേട്ടിട്ടാണ് ഇപ്പൊ സാറിന്റെ ക്ലാസ് ഞാൻ കേട്ട് ഇപ്പൊ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ കാര്യവും സാറ് കാരണം മാത്രമാണ്. ക്യാമറ ഓൺ ചെയ്യില്ലല്ലോ? ഞാൻ രാവിലെ ചില ദിവസങ്ങളുള്ളൂ, ക്ലാസ് എല്ലാ ദിവസമുണ്ട്. പക്ഷെ ഞാൻ രാവിലെ എന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ ജോലിയുണ്ട്. ജോലി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ സാറിനോട്, നാഷണൽ ഇൻഷുറൻസിന്റെ ഓഫീസിലാണ് ജോലി. അപ്പൊ ഞാൻ രാവിലെ അത്യാവശ്യം മോനെ വിടുന്നതും അങ്ങനെ എല്ലാം കൂടെ ചെയ്യുന്നതുകൊണ്ട് ഞാൻ ഈ ക്ലാസ് അങ്ങനെ കേട്ട് ജോലി ചെയ്യുവാൻ ക്ലാസ് കേൾക്കും. അങ്ങനെയാണ് ഞാൻ കൂടുതൽ സമയം ചെയ്യുന്നത്. വേണമെങ്കിൽ നമുക്ക് നിങ്ങളെ യൂട്യൂബ് ചാനൽ, നമ്മളെ യൂട്യൂബ് ചാനൽ വഴി തന്നെ പ്രൊമോട്ട് ചെയ്യാം. അതോടൊപ്പം തന്നെ നമുക്ക് വേണമെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ സക്സസ് സ്റ്റോറി കൊടുത്തിട്ട് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിലെല്ലാം തന്നെ നിങ്ങളെ യൂട്യൂബ് ചാനൽ കൊടുക്കാം. ഈവൻ നിങ്ങൾ ഇപ്പം തുടങ്ങാൻ ആഗ്രഹിക്കുന്നത് ഞാൻ യു ക്യാൻ ഇൻസ്പയർ അതേഴ്സ് അല്ലാതെ നിങ്ങൾ ചെയ്യുന്ന ബിസിനസ്, നിങ്ങൾ ചെയ്യുന്ന പ്രൊഡക്റ്റ് നമ്മളെ യൂട്യൂബ്
സാറ് പിന്നെ ലൈഫ് കോച്ചിന്റെ ക്ലാസ് ട്രെയിനിങ് സാർ എടുക്കുമെന്ന് പറഞ്ഞല്ലോ. അത് അടുത്ത വർഷം മുതൽ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിട്ട് പോവുകയാണ്. ജനുവരി അല്ലേ? ജനുവരി സ്റ്റാർട്ടിങ്, ലൈക്ക് ഫെബ്രുവരി സ്റ്റാർട്ടിങ്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞാനൊരു ഓർഗനൈസേഷനെ GHRD എന്ന് പറഞ്ഞ ഓർഗനൈസേഷനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ അൻവിന്ദ്, എനിക്ക് വേണം അൻവിന്ദ് അക്കാദമി എന്ന് പറഞ്ഞു കൊടുക്കാം. അതിനേക്കാണ് കൂടുതൽ ഒരു GHRD, ഗ്ലോബൽ ഹെൽത്ത് റിസർച്ച് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞ കാര്യമുണ്ട്. അത് സെൻട്രൽ ഗവൺമെന്റ് അപ്രൂവ്ഡ് ആയിട്ടുള്ള ഓർഗനൈസേഷൻ ആണ്. അവരെ സർട്ടിഫിക്കറ്റ് ഇപ്പൊ എന്റെ അൻവിന്ദ്, എനിക്ക് സ്വന്തമായിട്ട് കമ്പനി ഉണ്ട്, SCDG എന്ന് പറഞ്ഞിട്ടുള്ള സോഷ്യൽ എന്റർപ്രൈനേഴ്സ് ഡെവലപ്മെന്റ് ട്രെയിനിങ് സെന്റർ, ഇങ്ങനെ രജിസ്റ്റേർഡ് സ്ഥാപനമാണ്. പക്ഷെ ഞാൻ എന്ത് ചെയ്യുന്നത്, ഇതേപോലെ GHRD എന്ന് പറയുന്ന സ്ഥാപനത്തിൽ അവര് നല്ല സപ്പോർട്ടാണ്. മീൻസ് ഒരു ഗവൺമെന്റ്, സെൻട്രൽ ഗവൺമെന്റ് സർട്ടിഫിക്കേഷൻ നൽകാൻ വേണ്ടിയിട്ടാണ് ആഗ്രഹിക്കുന്നത്. അതിൽ നമ്മൾ ലൈഫ് കോച്ചിങ്ങിൽ വെറുതെ എന്റെ ക്ലാസ് തന്നെ പങ്കെടുക്കുന്ന ചില ലൈഫ് കോച്ച് ഉണ്ട്, വേറെ ആൾക്കാരെ, അവരോട് ഇതുവരെ യൂട്യൂബ്, അതായത് അവരെ ഇപ്പൊ ലൈഫ് കോച്ചിങ്ങിന് 1 ലക്ഷം 1 ലക്ഷം 2, 3 എന്നെല്ലാം പറഞ്ഞ് മേടിച്ചു. അവരെ ഗ്രൂപ്പിലോ അവരെ യൂട്യൂബിലോ അവരെ കുറിച്ചൊന്നും പറഞ്ഞില്ല, ഒരു സപ്പോർട്ടും നൽകാത്ത ആൾക്കാരെ കണ്ടിട്ടുണ്ട്. ഇല്ല. ഞാൻ എപ്പോഴും നോക്കുന്നത് വെച്ചാൽ, ഇപ്പം കുറെ പേര് ജോയിൻ ചെയ്യണമെന്ന് പറഞ്ഞത് എന്നെ കഴിയുന്ന രീതിയിൽ ഇപ്പൊ യൂട്യൂബ് ചാനൽ തുടങ്ങണം. ഇപ്പോൾ നിങ്ങളൊരു ലൈഫ് കോച്ചാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്നത് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുക ലിസ്റ്റ്. കാരണം ഇപ്പം സുജാർ മോഹൻ നമ്മളെ ക്ലാസ്സിൽ വരുന്ന സമയത്ത് അറിയാലോ, കിടപ്പിലായിരുന്നു, ഫുൾ കിടപ്പിലായിരുന്നു, 5000 രൂപയായിരുന്നു സാലറി. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ യൂട്യൂബ് ചാനൽ തുടങ്ങും, നിങ്ങളൊരു ലൈഫ് കോച്ച് കിടക്കുന്നുണ്ട്, നിങ്ങൾക്ക് നല്ലൊരു മോട്ടിവേഷൻ സ്പീക്കർ ആകാൻ പറ്റും, യൂട്യൂബ് ചാനൽ തുടങ്ങുന്നുള്ള എല്ലാ സപ്പോർട്ടും നൽകി ഇങ്ങനെ ക്ലാസ്സുകൾ ഡിസൈൻ ചെയ്യണം, ഓരോ കാര്യങ്ങളും ഈച്ച് ആൻഡ് എവറിത്തിങ്. ഒരു സ്വന്തമായിട്ട് സുജ ക്ലാസ് തുടങ്ങി, ഞാൻ പറഞ്ഞു ക്ലാസ് തുടങ്ങിയാൽ പോരാ, ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യണം, സ്വന്തമായിട്ട് ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യണം, രജിസ്ട്രേഴ്സ് കമ്പനി സ്റ്റാർട്ട് ചെയ്യണം. അങ്ങനെ അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഇപ്പൊ സുജാർ മോഹൻ, ആശാജി കുമാർ വിബി, അതേപോലെ തന്നെ ഗ്രീൻ ടൂത്തിലെ വിഷ്ണു എല്ലാം തന്നെ നമ്മൾ സ്റ്റുഡൻസ് ആണ്. അന്നേരം അവരെ മാക്സിമം എന്താ ചെയ്യുന്നത്, എന്നെ കഴിയുന്ന രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നതാണ്. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ലൈഫ് കോച്ചിങ് കാര്യങ്ങൾ പണം ഉണ്ടാക്കുന്നതിനെ കൊണ്ട് ഉപരി ഇതിന്റെ പർപ്പസ് ആണ്. ആ ഒരു പർപ്പസിനാണ് ഞാൻ എപ്പോഴും പ്രാധാന്യം കൊടുക്കുക. കാരണം ഇനീഷ്യൽ ടൈമിൽ ഞാൻ കുറെ പണം ഉണ്ടാക്കി, പക്ഷെ അതിൽ പർപ്പസ് എനിക്ക് എപ്പോഴും സന്തോഷം കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാരുടെ സക്സസ് സ്റ്റോറീസ് കേൾക്കുന്ന സമയത്താണ്. അല്ലാതെ ഇപ്പോൾ ഒരു മാസം ഒരു 5 ലക്ഷം ഉണ്ടാക്കി, 10 ലക്ഷം ഉണ്ടാക്കി, അതെല്ലാം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ ആൾക്കാരുടെ ലൈഫിലെ ചേഞ്ചസ് എനിക്കിപ്പോഴും സക്സസ് സ്റ്റോറീസ് നമുക്ക് ഒരു ഡോപ്പമീൻ അല്ലെങ്കിൽ സന്തോഷം എന്ന് പറയുന്ന സക്സസ് സ്റ്റോറീസ് ആണ്. അതാണ് ഞാൻ സക്സസ് സ്റ്റോറീസ് വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്, ആഗ്രഹിക്കുന്നത്. എന്തായാലും സന്തോഷം. ഓക്കെ, ഇനി 2 പേർക്ക് കൂടി ഇതേപോലെ തന്നെ ഷെയർ ചെയ്യാം. പറഞ്ഞോളൂ. പറഞ്ഞോളൂ. ദുർഗാദേവി മാഡം, എന്തൊക്കെയുണ്ട്? സുഖം. ഓക്കെ, എങ്ങനെ പോകുന്നു ബിസിനസ്? നല്ല രീതിയിൽ പോണ്ടേ. ഓക്കെ. അദ്ദേഹം നമ്മളെ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന വ്യക്തിയാണ്. ഇദ്ദേഹം എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം നമ്മളെ ക്ലാസ്സിൽ വരുന്ന സമയത്ത് ഫുൾ എണ്ണ തേച്ചിട്ട് ഇങ്ങനെ നെറ്റിയിൽ കുറെ മറ്റേ ഈ ജർമ്മനിയുള്ള കുറി വരച്ച പോലെയാണ് ഉണ്ടായിരുന്നത്. അദ്ദേഹം ഇപ്പൊ മാറി, നല്ലോണം പ്രായം കുറഞ്ഞിരുന്നു നിങ്ങളുടെ. പറയുന്നുണ്ട് സാറേ. അപ്പൊ എന്താണ് ഇതിന് മാറ്റം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഓക്കെ, എന്തായാലും സന്തോഷം. ഇനി വേറെ എന്തെങ്കിലും സക്സസ് സ്റ്റോറീസിന്റെ ഷെയർ ചെയ്യാം. നമ്മൾ ക്ലാസ്സിലേക്ക് കടക്കാൻ പോവാണ്. ഹലോ, നമസ്കാരം സാർ. നമസ്കാരം. സാറെ കാണുമ്പോ തന്നെ ഒരു പോസിറ്റീവ് എനർജിയാണ് സാർ, ഫസ്റ്റ് ഓഫ് ഓൾ. അതെ, നിങ്ങളെ സ്റ്റോറീസ് പറയാം. സാർ, എന്താണ്, ഞാനിങ്ങനെ ഫീൽഡ് വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റാഫാണ്. അപ്പൊ ഞാനിങ്ങനെ സാർ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ 33x3 ടെക്നിക്ക് എഴുതാനായിട്ട്. അപ്പൊ ഞാൻ അത് എഴുതിയിട്ട് എനിക്ക് ഈ ഒരു വർക്ക് ഇങ്ങനെ ഇല്ലാതിരിക്കുന്ന സമയത്ത് എനിക്ക് അത് കിട്ടണേ എന്നുള്ള രീതിയിൽ ഞാൻ അത് എഴുതി വെച്ചു. പക്ഷെ ആ വർക്ക് ചെയ്യുന്നതിന്റെ എനിക്ക് അന്ന് സപ്ലൈ ചെയ്യുന്നതിന്റെ തലേ ദിവസം വരെ എനിക്ക് വർക്കില്ല. പക്ഷെ ഞാൻ ആ സപ്ലൈ ആകുമ്പോഴത്തേക്കും എനിക്ക് ആ വർക്ക് കിട്ടി സർ. അതൊരു ഭയങ്കര സന്തോഷമായിരുന്നു. താങ്ക് യു സോ മച്ച്. അന്നേരം സുജാർ മോഹനെ ചിലപ്പോൾ എല്ലാവർക്കും അറിയായിരിക്കും. അദ്ദേഹം എനിക്ക് അയച്ചെന്ന വോയിസ് മെസ്സേജ് ആണ്. സാറേ, ഗുഡ് മോർണിംഗ്. എന്റെ ഈ ഒരു സക്സസ് എന്റെ ഗുരുദക്ഷിണയായിട്ട് സാറിന്റെ പാതാരവിന്ദങ്ങളിൽ സമർപ്പിക്കുകയാണ്. താങ്ക് യു സോ മച്ച് സാർ. എന്റെ ഈ ഒരു ജേർണിയിൽ എനിക്കൊരു വഴിവിളക്കായിട്ട് ഈ നിമിഷം വരെ എന്നെ ഓരോ കാര്യങ്ങളിലും ഗൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സാറിന് ഒരുപാട് നന്ദി. താങ്ക് യു സാർ. താങ്ക് യു സോ മച്ച് ഫ്രോം ദ ബോട്ടം ഓഫ് മൈ ഹാർട്ട്. താങ്ക് യു. ഓക്കെ, അദ്ദേഹം നല്ലൊരു വ്യക്തിയാണ്, നല്ലൊരു ലൈഫ് കോച്ചാണ്. അന്നേരം ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ലൈഫ് കോച്ച് ആകാൻ വേണ്ടി നമ്മൾ ക്ലാസ് ഇപ്പം ഡിസൈൻ ചെയ്തിട്ടുണ്ട്. എന്തായാലും അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഓഫ്ലൈനും ഓൺലൈനും തുടങ്ങാൻ വേണ്ടിയിട്ടാണ് ആഗ്രഹിക്കുന്നത്. തുടങ്ങുന്ന സമയത്ത് അറിയിക്കാം കേട്ടോ. നമുക്ക് ക്ലാസ്സിലേക്ക് അതിനുശേഷം സക്സസ് സ്റ്റോറീസ് ഷെയർ ചെയ്യാം.
ഹോസ്റ്റലിന്റെ ഇത് അയച്ചിട്ടുണ്ടേ. ആ ഓക്കെ, ബാക്കിയുള്ള കാര്യങ്ങൾ സംസാരിക്കാം. ഓക്കെ, നമസ്കാരം. നമ്മൾ ഇന്നത്തെ ടോപ്പിക് എന്ന് വെച്ചാൽ ഹൗ ടു അട്രാക്ട് മണി എന്നുള്ളതാണ്. ആദ്യം തന്നെ നമ്മൾ ഈ പണത്തെക്കുറിച്ച് പഠിക്കാൻ തുടങ്ങുന്ന സമയത്ത് നമ്മൾ ശരിക്കും പണത്തെ സ്നേഹിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. നിങ്ങൾ എത്ര പേര് പണത്തെ സ്നേഹിക്കുന്നുണ്ട്? ജസ്റ്റ് പണത്തെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഐ ലവ് മണി എന്നുള്ള കമൻറ്റ് ചെയ്യാം. ഐ ലവ് മണി, ഐ ലവ് മണി എന്ന് എല്ലാവരും കമൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, ഐ ലവ് മണി അല്ലേ? അതായത് നിങ്ങൾ എത്രത്തോളം, നമ്മളെപ്പോഴും പണത്തെ സ്നേഹിക്കാൻ വേണ്ടിയിട്ട് ശീലിച്ചിട്ടില്ല. ഒരാൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മളെപ്പോഴും പണത്തെ ഭയത്തോടെയാണ് കൈകാര്യം ചെയ്യുന്നത് അല്ലേ? ഇപ്പോൾ പണം വരുന്ന സമയത്തും പണം കൊടുക്കുന്ന സമയത്തും എല്ലാം തന്നെ പണം എന്ന് പറയുന്നത് ഒരു ബോംബാണ്, ഒരു ലോഡഡ് ബോംബാണ് എന്ന രീതിയിലാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഈ ചിന്തയിൽ നിന്ന് നിങ്ങൾ പണത്തെ ആസ്വദിക്കുന്ന സമയത്ത്, പണത്തെ ആസ്വദിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? പണം വരുന്ന സമയത്തും അത് സ്പെൻഡ് ചെയ്യുന്ന സമയത്തും നിങ്ങൾക്ക് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ പലരും എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മളെ എലമെൻറ്റ് മാസ്റ്ററി പറയുന്ന ഒരേ ഒരു കാര്യമാണ്. അതായത് നിങ്ങൾ പണത്തെ സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ആദ്യം സ്പെൻഡ് ചെയ്യേണ്ടത് അല്ലേ? എല്ലാവരും കമൻറ്റ് ചെയ്യാം. യൂട്യൂബ് ചാനലിൽ കാണുന്ന വ്യക്തികൾ യൂട്യൂബിൽ കമൻറ്റ് ചെയ്യാം. അതായത് നിങ്ങൾ ആ ഒരു പണത്തെ സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങളെ ഭർത്താവിന്, നിങ്ങളെ പങ്കാളി അല്ലാതെ നിങ്ങൾക്ക് ആദ്യം സ്പെൻഡ് ചെയ്യും. ഇപ്പം നിങ്ങൾ പണം സമ്പാദിച്ചു, അതിലെത്ര തുക നിങ്ങൾക്ക് വേണ്ടി, ആദ്യത്തെ തുക നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് സ്പെൻഡ് ചെയ്യേണ്ടത്. ഇപ്പം ഞാൻ തന്നെ ഒരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്, നമ്മളെ എലമെൻറ്റ് മാസ്റ്ററി എന്ന് പറഞ്ഞ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് അതായത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങളെ പ്രയോറിറ്റി, എല്ലാവരും പ്രയോറിറ്റിയെക്കാട്ടും ഉപരിയായിട്ട് നമുക്ക് വേണ്ടി പ്രയോറിറ്റി കൊടുക്കണം. ഞാൻ ക്ലാസ് തുടങ്ങുന്ന സമയത്ത് ആദ്യം തന്നെ ഞാൻ ചെയ്യുന്ന ഒരു കാര്യം, ഏതെങ്കിലും നല്ലൊരു റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഞാനൊരു ഫുഡ് കഴിക്കും. കാരണം ഞാൻ അച്ചീവ് ചെയ്തൊരു കാര്യമാണ്. അതിൽ നമ്മളെ ഹാപ്പിനെസ് നമ്മൾ കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് വേണ്ടത്. അല്ലാതെ ഇപ്പം നിങ്ങൾ പണം സമ്പാദിച്ചു, നേരെ നിങ്ങളെ ഭർത്താവിന്, നിങ്ങളെ പങ്കാളിക്കെല്ലാം മേടിച്ചു കൊടുത്തു, അവസാനം അവരിൽ നിന്ന് കുത്തുവാക്കുകളോ അല്ലെങ്കിൽ എന്തെങ്കിലുമാണ് കിട്ടുക. നിങ്ങൾ എത്ര സ്നേഹിക്കുന്ന വ്യക്തികളാവട്ടെ എല്ലാം തന്നെ. എന്നാൽ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾക്ക് വേണ്ടിയിട്ട് എങ്ങനെ ട്രീറ്റ് ചെയ്യാൻ സാധിക്കും ഏറ്റവും ബ്യൂട്ടിഫുൾ ആയ രീതിയിൽ. ഇപ്പം ഞാൻ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ പോയിട്ട് ഒരു നേരത്തെ ഫുഡ് കഴിക്കുക, പറ്റുമെങ്കിൽ ഒരു ദിവസം സ്റ്റേ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇപ്പോൾ 5 സ്റ്റാർ ഹോട്ടലിൽ 12,000 സംതിങ് 15,000 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങളുടെ ഡ്രീം ജേർണൽ എഴുതി വെക്കുക. ഇന്ന് തന്നെ നിങ്ങൾ ഡ്രീം ജേർണൽ ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ എഴുതി വെച്ചോളൂ. ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ പോയിട്ട് ഒരു ദിവസം താമസിക്കണം എന്നുള്ളത് നിങ്ങളുടെ ഡ്രീം ജേർണൽ. കാരണം ഞാനെപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങൾക്ക് പണം സമ്പാദിക്കണമെങ്കിൽ അല്ലെങ്കിൽ പണം നിങ്ങളിലേക്ക് വേണമെങ്കിൽ വേണ്ടത് എന്ന് പറയുന്നത് ഒരു അബണ്ടൻസ് മൈൻഡ് സെറ്റാണ്. ഈ മൈൻഡ് സെറ്റ് ഒരിക്കലും ഇപ്പം ലോ ഓഫ് അട്രാക്ഷൻ്റെ ക്ലാസ്സുകളിൽ പങ്കെടുത്ത് നിങ്ങൾ കുറച്ച് മോട്ടിവേഷൻ കേട്ടോ കാര്യങ്ങൾ ചെയ്തോ അതുകൊണ്ട് ചേഞ്ചസ് വരില്ല. നിങ്ങളെ ചുറ്റുപാടുകളിൽ, അതായത് നിങ്ങളൊരു വീട്ടിൽ ഒരു അടുക്കളയിൽ തന്നെ ഇരുന്ന് നിൽക്കുകയാണ്, നിങ്ങൾക്ക് ഒരു ചേഞ്ചും വരാൻ പോകുന്നില്ല എന്നുള്ളതാണ് കാര്യം. ഇപ്പം സുരേഷ് സാറ് നമ്മളെ ക്ലാസ് പങ്കെടുക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന് നല്ല ചേഞ്ചസ് ഇല്ല ഉണ്ടോ? ഓക്കെ, എന്ത് ചേഞ്ചാ ഉള്ളത്? ഇപ്പൊ പറഞ്ഞ ഒന്നുണ്ട് കാര്യങ്ങൾ നല്ല മാറ്റമുണ്ട്. അതായത് നമുക്കിപ്പോ മണി കുറെ സേവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ പ്രത്യേകിച്ച് നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരുപാട് ബ്ലോക്ക് ഉണ്ടാവാറുണ്ട്. യാത്ര ചെയ്യുന്ന സമയത്ത് എനിക്കിപ്പോ ആ സമയത്ത് ഇപ്പൊ എത്ര ബ്ലോക്ക് ഉണ്ടെങ്കിലും എനിക്ക് വഴി മാറി തരുന്ന പോലെ എനിക്ക് എപ്പോഴും ആ ഇത് ഉണ്ടാവാറുണ്ട്. പിന്നിപ്പ് ഉണ്ടാവാറുണ്ട്. ആ സമയത്ത് തിരക്കുണ്ടെങ്കിൽ കൂടി എനിക്ക് കിട്ടാറുണ്ട്. ഓക്കെ, അതായത് ഇതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്തുകൊണ്ട് 5 സ്റ്റാർ ഹോട്ടലിൽ പോയി താമസിക്കണം എന്ന് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അടുക്കളയിൽ ഇരുന്നുകൊണ്ട് നിങ്ങളൊരു കോടീശ്വരിയാകുന്ന സ്വപ്നം കണ്ടിട്ട് കാര്യമില്ല. ഈ കോടീശ്വരന്മാർ എങ്ങനെ ജീവിക്കുന്നു, അവരുടെ ലൈഫ് സ്റ്റൈൽ എന്താണെന്നൊന്ന് ടേസ്റ്റ് ചെയ്യണം. ഇപ്പം നമ്മളുള്ളിൽ തീവ്രമായിട്ട് ആഗ്രഹം വേണമെന്ന് ചിന്തിക്കുന്നുണ്ട്. എന്നാൽ ആ തീവ്രമായിട്ടുള്ള ആഗ്രഹം വേണമെങ്കിൽ അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ഞാൻ ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ പോയി താമസിച്ച സമയത്താണ് എനിക്ക് 5 സ്റ്റാർ ഹോട്ടൽ എന്താണ്, അതിൽ എങ്ങനെയാണ് ജീവിക്കുന്നത്, ആൾക്കാർ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത് എന്നൊക്കെ കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കാൻ ശ്രമിച്ചത്. അന്നേരം ഓട്ടോമാറ്റിക്കായി നമുക്ക് പണം ഉണ്ടാക്കണം അല്ലേ? ഓക്കെ, ഈ ഒരു ലൈഫ് സ്റ്റൈലിലേക്ക് വേണം എനിക്ക് പണം ഉണ്ടാക്കണം. അന്നേരം ഒരു മോട്ടിവേഷൻ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വരും അല്ലേ? അതായത് നിങ്ങളിപ്പോൾ ഇതേപോലെ തന്നെയാണ് പോകുന്നത്, ഒരേ വീട്ടിൽ അടുക്കളയിൽ നിന്ന് എന്താണ് ഭർത്താവിന് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ഉണ്ടാക്കുന്നു, എല്ലാം ഒരേപോലെ പോവുകയാണ്, നിങ്ങൾക്ക് ചേഞ്ചസ് വരില്ല എന്നുള്ളതാണ് സത്യം. അതായത് നിങ്ങൾ അങ്ങനെ മാറ്റിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യുന്നത്. എങ്ങനെ നിങ്ങളെ ലൈഫ് സ്റ്റൈലിനെ മാറ്റിയെടുക്കാം. നിങ്ങളുടെ ഇപ്പം നമ്മൾ 5 സ്റ്റാർ ഹോട്ടലിൽ പോവുകയാണെങ്കിൽ അവിടെ നിങ്ങൾ എപ്പോഴും കോൺഷ്യസ് ആയിരിക്കും. ഞാൻ ഫസ്റ്റ് തന്നെ ഫീൽ ചെയ്തൊരു കാര്യമാണ്
കോൺഷ്യസ് ആവുക എന്നുള്ളത്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മളെ ഡ്രസ്സിങ് സ്റ്റൈൽസ് എന്താണ് ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ ഡ്രസ്സിങ്ങിന് എന്താണ്, നമ്മളെ ബോഡി ലാംഗ്വേജ് എന്താണ്, നിങ്ങൾക്ക് സ്വയം നിരീക്ഷിക്കാൻ സാധിക്കും. അല്ലാതെ നിങ്ങൾ ചിന്തിക്കുന്ന എന്താണ്, ഡ്രസ്സ് ഏതെങ്കിലും നോർമൽ ഡ്രസ്സ് ഇട്ട് പോകും. നമ്മളൊരു 5 സ്റ്റാർ ഹോട്ടലിൽ പോവുകയാണെങ്കിൽ നമ്മൾ ഇരിക്കുന്ന രീതി, നമ്മളെ ബോഡി ലാംഗ്വേജ്, നമ്മളെ നോട്ടം എല്ലാം തന്നെ വളരെ കോൺഷ്യസ് ആയിരിക്കും. അന്നേരം നമുക്ക് മനസ്സിലാവും ഓക്കെ ഇനിയും ഇമ്പ്രൂവ് ചെയ്യേണ്ടത്. ഞാൻ ആദ്യമല്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രസ്സ് അധികം തീരെ ഇങ്ങനെ ഒരു നല്ല ഡ്രസ്സൊന്നും ഇടാറില്ല. പിന്നെ എപ്പോഴെങ്കിലും ഒരു ചെരുപ്പോ കാര്യങ്ങളെല്ലാം എങ്ങനെയെങ്കിലുള്ള ചെരുപ്പെല്ലാം ഇടാറ്. നമ്മൾ ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള എന്നും കരുതി വലിയ ബ്രാൻഡഡ് വേണമെന്ന് ഞാൻ പറഞ്ഞില്ല. നിങ്ങളെ ട്രീറ്റ് ചെയ്യുന്ന രീതിയാണ് പണം വരണമെങ്കിൽ, അതായത് സെൽഫ് എസ്റ്റീം വേണമെങ്കിൽ നിങ്ങളെ ട്രീറ്റ് ചെയ്യുന്ന രീതി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പണ്ടല്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര പണം ഉണ്ടെങ്കിലും ഞാൻ എൻ്റെ ഫാമിലിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുക, അല്ലെങ്കിൽ സുഹൃത്തുക്കളെ സഹായിക്കുക, മറ്റുള്ളവരെൻ്റെ വേദന പറയുകയാണെങ്കിൽ സഹായിക്കുക എന്ന രീതിയിൽ മാത്രമാണ് നിന്നത്. ഇന്ന് ഞാൻ എല്ലാത്തിനേക്കാട്ടും ഉപരിയായിട്ട് എനിക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അതായത് എൻ്റെ കയ്യിൽ പണം വെക്കണം, അതോടൊപ്പം തന്നെ എനിക്ക് ലൈഫിൽ ഏറ്റവും കൂടുതൽ ഹാപ്പി ആയിട്ടുള്ള മൊമെൻറ്റ്സിലൂടെ പോകണം എന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുന്നത്. അന്നേരം നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ ഞാൻ പ്രസൻറ്റേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ്. ഒരു പ്രസൻറ്റേഷൻ വൈ എല്ലാം കാണുന്നുണ്ടോ? ഈ പ്രസൻറ്റേഷൻ കാണുന്നില്ലേ? ഇല്ല സാറേ, കാണുന്നില്ല. കാണുന്നില്ല? ഇല്ല, ഇപ്പൊ വന്നല്ലേ? ഓക്കെ. വൈ മാനിഫെസ്റ്റേഷൻ ഈസ് നോട്ട് വർക്കിംഗ് എന്നുള്ളതാണ് ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത്. ആദ്യമായി തന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാക്ക് ഓഫ് ക്ലാരിറ്റി എന്നുള്ളതാണ്. ഇത് വേണേൽ നോട്ട് ചെയ്ത് വെക്കാം. അതായത് നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് സത്യത്തിൽ അറിയില്ല എന്നുള്ളതാണ് സത്യം. അതായത് നിങ്ങളിപ്പം പണം വേണമെന്ന് ആഗ്രഹിക്കണം. എത്ര പണം വേണം? നിങ്ങളൊരു ലൈഫ് കോച്ച് ആകണം എന്ന് ആഗ്രഹിക്കണം. ലൈഫ് കോച്ചിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയൊരു മേഖലയാണ്. അത് റിലേഷൻഷിപ്പിൻ്റെ മാത്രമായിട്ട് ഫോക്കസ് ചെയ്യാം, ചിലപ്പോൾ പണത്തിൻ്റെ മാത്രമാവാം, ബിസിനസ്സിൻ്റെതാവാം, എന്തും. ലൈഫ് കോച്ചിങ് വലിയൊരു കടലാണ്. ഏത് മേഖലയിലേക്ക് നിങ്ങൾക്ക് തിരിയാൻ സാധിക്കും. ഇപ്പം ഞാൻ തന്നെ നിങ്ങൾക്ക് എല്ലാ മേഖലയും എടുക്കാം, അല്ലെങ്കിൽ ചില ആൾക്കാരുണ്ട് ഒരു മേഖല മാത്രം എടുക്കുന്ന ആൾക്കാർ. അന്നേരം നിങ്ങൾ അതായത് നിങ്ങളെ ലൈഫിൽ എങ്ങനെ ഏത് രീതിയിൽ ജീവിക്കുക എന്നുള്ള കാര്യത്തെക്കുറിച്ച് വ്യക്തമായ ധാരണ വേണം. ഇപ്പോൾ മാസം പണം ഉണ്ടാക്കുന്നതിനേക്കാൾ ഉപരി എത്ര ലക്ഷം രൂപ എനിക്ക് വേണം, അല്ലെങ്കിൽ ഇത്ര 1000 രൂപ വേണം എന്നുള്ള കാര്യമാണ് നമ്മളെ ഒരു ക്ലാരിറ്റി വന്നു കഴിഞ്ഞാൽ മാത്രമേ മാനിഫെസ്റ്റേഷനിൽ സഹായിക്കുകയുള്ളൂ. പിന്നെ അടുത്ത കാര്യമാണ് നിങ്ങളെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം, ഞാൻ എപ്പോഴും പ്രാധാന്യം കൊടുക്കുന്ന കാര്യമാണ്. ഇപ്പം ഇനീഷ്യൽ ടൈമിൽ ഞാൻ ലോ ഓഫ് അട്രാക്ഷൻ ക്ലാസ് കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും ഇന്നർ ചൈൽഡ് എന്ന് പറയുന്ന കാര്യത്തെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കിയിരുന്നില്ല. പിന്നെയാണ് ഞാൻ ഈ ഹീലിങ്ങിനെ കുറിച്ചും റേക്കി, പ്രാണി ഹീലിംഗ് എല്ലാം പഠിച്ചിട്ട് എനിക്ക് മനസ്സിലായി സംതിങ് ഈസ് മിസ്സിങ്. അതായത് മാനിഫെസ്റ്റേഷൻ വേണ്ടിയിട്ട് കുറേ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ എന്തോ ഒന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ശൂന്യത അനുഭവിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യാൻ സാധിച്ചു. അന്നേരമാണ് ഞാൻ ഇന്നർ ചൈൽഡ് എന്ന് പറയുന്ന കാര്യം. എന്താണ് ഇന്നർ ചൈൽഡ്? അതായത് നമ്മളെ കുട്ടിക്കാലത്ത് നമ്മൾ അനുഭവിച്ച കാര്യങ്ങളാണ് ഇന്നർ ചൈൽഡ് എന്ന് പറയുന്നത്. ഞാൻ എലൈൻമെൻറ്റ് മാസ്റ്ററിയിൽ എൻ്റെ കുട്ടിക്കാലത്തെക്കുറിച്ച് പറയാറുണ്ട്. കുട്ടിക്കാലത്ത് എപ്പോഴും കൂട്ടുകാർ എപ്പോഴും എന്നെ ഉപദ്രവിക്കുകയായിരുന്നു. ഇങ്ങനെ അത് LKG തൊട്ട് എൻ്റെ 7ാം ക്ലാസ് 8ാം ക്ലാസ് കോളേജ് ലൈഫ് വരെ എന്നെ ഉപദ്രവിച്ചിരുന്നു. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ചില ആൺകുട്ടികൾ എന്ത് ചെയ്യും, ഈ സമാധാനത്തോടെ മൂലക്കിരിക്കുന്ന കുട്ടികളെല്ലാം തന്നെ പിടിച്ചടിക്കില്ല. അങ്ങനെയായിരുന്നു. ഞാൻ എപ്പോഴും കാമൻ ക്വയറ്റായിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഞാൻ എവിടെയെങ്കിലും ഒരു ഇങ്ങനെ ബെഞ്ചുണ്ടെങ്കിൽ അവിടെ ഇരുന്നോളൂ. അന്നേരം ഈ പോക്കിരികളായ അല്ലെങ്കിൽ കുറച്ച് പോക്കിരികളായ കുട്ടികൾ എന്ത് ചെയ്യും, അവർ നമ്മളെ ഉപദ്രവിക്കും. അന്നേരം എനിക്ക് എപ്പോഴും ഭയമായിരുന്നു ഉണ്ടായത്. ആ ഒരു ഭയം കാരണം എൻ്റെ ലൈഫിൽ എനിക്ക് മുന്നേറാൻ സാധിച്ചില്ല. എപ്പോഴും എന്ത് ചെയ്യുന്ന സമയത്ത് അയ്യോ ഇത് ആൾക്കാർ എന്നെ വിമർശിക്കുകയോ ആൾക്കാർ എന്നെ ഉപദ്രവിക്കുക എന്ന രീതിയിലൊരു ഭയം ഉണ്ടായിരുന്നു. അതാണ് ഇന്നർ ചൈൽഡ് വൂണ്ടഡ്. നിങ്ങൾ നോക്കുക, നിങ്ങളെ കുട്ടിക്കാലത്ത് നിങ്ങൾ ഇതുപോലുള്ള വൂൺസ് അനുഭവിച്ചിട്ടുണ്ടോ? നിങ്ങൾ കുട്ടിക്കാലത്ത് അച്ഛനമ്മ പിടിച്ചടിക്കാറുണ്ടോ? പിടിച്ചടിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ തെറ്റിന് വരെ അടിക്കാറുണ്ടോ? ഉണ്ടെങ്കിൽ പറയാം. അതേ ഉള്ളൂ സാർ. ആരാണ് പറഞ്ഞത്? അടിക്കാറുണ്ട് സാറേ. അന്നേരം ഇതാണ് ഇന്നർ ചൈൽഡ് വൂണ്ടഡായിട്ട് നിൽക്കുന്ന വ്യക്തികൾക്ക് എപ്പോഴും ഒരിക്കലും എനിക്ക് എൻ്റെ കൂട്ടുകാരിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ അടി കിട്ടിയത്. അന്നേരം നമുക്കൊരിക്കലും വലിയൊരു ലൈഫിനെ നമുക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല, കാരണം നിങ്ങളെ ഇന്നർ ചൈൽഡ് വൂണ്ടഡാണ്. അടുത്താണ് മാനിഫെസ്റ്റേഷൻ ഫ്രം ലാക്ക്, ഇല്ലായ്മയിൽ നിന്ന്. ഇപ്പം ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഒരു ഇല്ലായ്മയിൽ നിന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ, ഞാൻ ആദ്യം ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഒരു മെർസിഡീസ് കാര്യങ്ങളെല്ലാം തന്നെ ആഗ്രഹിച്ചിരുന്നു. അതെൻ്റെ ട്രൂ ആയിട്ടുള്ള ആഗ്രഹങ്ങളല്ലായിരുന്നു. കാരണം എനിക്ക് കാറിൻ്റെ ഒരു താല്പര്യം ഇല്ലായിരുന്നു, ഒന്നിനോട് താല്പര്യം. കാറല്ല എൻ്റെ താല്പര്യം എന്ന് പറഞ്ഞത്. എൻ്റെ എപ്പോഴും താല്പര്യം എന്ന് വെച്ചാൽ പാസീവ് ഇൻകമാണ്. അതായത് നമ്മൾ ഉള്ളിൽ ഇല്ലായ്മയിൽ നിന്നാണ് നിങ്ങൾ
മാനിഫെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും ഒരു ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ശൂന്യത അനുഭവിക്കുകയാണ് ചെയ്യുക. അന്നേരം യുവർ ഇമോഷൻ ഈസ് ദ റിയൽ വൈബ്രേഷൻ എന്ന് പറഞ്ഞ പോലെ തന്നെ, അതായത് നിങ്ങളുടെ ഉള്ളിൽ എപ്പോഴും പൂർണ്ണത അനുഭവിക്കാൻ വേണ്ടി ശ്രമിക്കണം. അതായത് എനിക്ക് എല്ലാം ഉണ്ട്. കാരണം ദൈവികമായ ചൈതന്യത്തിൻ്റെ ഭാഗമാണ് നമ്മൾ ഓരോ വ്യക്തികളും. നമ്മളെ ഉള്ളിൽ ഇപ്പം നിങ്ങൾ ചിന്തിക്കുന്നു, നിങ്ങൾ അമ്പലങ്ങളിൽ പോകുന്നു, പള്ളിയിൽ പോകുന്നു, പ്രാർത്ഥിച്ചുള്ളൂ. പക്ഷേ നിങ്ങൾക്ക് എന്തെങ്കിലും ചേഞ്ച് വേണമെങ്കിൽ നിങ്ങൾ ശ്രമിക്കണം. അതാണ് ഞാൻ എപ്പോഴും പറയാറ്. ഇപ്പം ലോ ഓഫ് അട്രാക്ഷൻ ട്രെയിനേഴ്സ് പലരും പറയാണ്ട് കാർ എടുത്തു, വീടെടുത്തു എന്നൊക്കെ. അവർ ചെയ്യുന്നത് എന്താണ്? അവർ അധ്വാനിക്കുകയാണ് ചെയ്യുന്നത്, അല്ലേ? നമ്മളെ ദൈവം എന്ന് പറയുന്നത് നമ്മളെ കർമ്മമാണ്. ഇപ്പം ചില ആൾക്കാരെ ഗ്രൂപ്പിലും കയറിയിട്ട് അവർ മിസ്റ്റിക്കാണ്, യോഗിയാണ്, സിദ്ധനാണെന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയക്കാറുണ്ട് കുറേ പേര്. ചില ആൾക്കാർ ആത്മീയ പ്രഭാഷണങ്ങൾ നടത്താറുണ്ട്, ദൈവത്തെക്കുറിച്ചും ദൈവികതയെക്കുറിച്ചെല്ലാം വലിയ വാക്കുകൾ പറയാറുണ്ട്. ഞാൻ സത്യം പറയുന്നെങ്കിൽ ഞാൻ അങ്ങനത്തെ ഒന്നും പറയില്ല. ഞാൻ പ്യുവറായിട്ടുള്ള ഭൗതികവാദിയാണ്, മെറ്റീരിയലിസ്റ്റിക് പേഴ്സൺ ആണ്. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഇതേ ലെവലിലൂടെ ഞാൻ പോയതാണ്. കുറേ ഗുരുക്കന്മാരും കുറേ ആൾക്കാരുടെ കീഴിൽ സന്യാസിമാരെയും ഇതേപോലെ തന്നെ ഉസ്താദന്മാരെ കാണുന്ന സമയത്ത് കാല് നേരെ വീഴുക, അമ്പലങ്ങളിൽ പോയിട്ട് പൂജ, ഇതേപോലെ തന്നെ ഉസ്താദന്മാരുടെ അടുത്ത് പോയിട്ട് ഓരോരോ കാര്യങ്ങളെല്ലാം ചെയ്യിച്ചിട്ട് എനിക്ക് മാറ്റം സംഭവിച്ചില്ല. എനിക്ക് എപ്പോഴാണ് മാറ്റം വന്നതെന്ന് വെച്ചാൽ എന്നിൽ ചേഞ്ച് കൊണ്ടുവരാൻ തുടങ്ങിയ ശേഷമാണ് ഞാൻ എന്താണ് ഏതാണെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ മനസ്സിലാക്കും. അതായത് ദൈവം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു ഊർജ്ജമാണ്, നമ്മളെ കർമ്മമാണ് നമ്മളെ ദൈവം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് നിങ്ങളെ ചേഞ്ച് ചെയ്യാൻ പറ്റുന്നുള്ള ഒരു രീതിയിലേക്ക് നിങ്ങളെ മനസ്സിനെ ചേഞ്ച് ചെയ്യാൻ സാധിക്കും. ഫീലിംഗ് അൺവർത്തി എന്നുള്ളതാണ്. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ അച്ചീവ്മെൻറ്റ്സിൽ ഒരു സന്തോഷം കണ്ടെത്താൻ സാധിക്കാത്ത വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും പണത്തെ മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് സത്യം. മനസ്സിലായോ? അതായത് നിങ്ങൾ എന്തെങ്കിലും നേടുന്ന സമയത്ത് നിങ്ങൾക്ക് അത് സന്തോഷിക്കാൻ പറ്റണം. ഇഫ് യു നെവർ റിസീവ് വാലിഡേഷൻ ആസ് എ ചൈൽഡ്, അതായത് നിങ്ങൾ കുട്ടിക്കാലത്ത് സിമ്പിളായിട്ട് പറയാം, നിങ്ങൾ ഇന്നർ ചൈൽഡ് വൂണ്ട് വരികയുള്ള ഒരു കാര്യം ഇതാണ്, നമ്മൾ എലിമെൻറ്റ് മാസ്റ്ററി പറയുന്നതാണ്. അതായത് നിങ്ങളെ കുട്ടിക്കാലത്ത് നിങ്ങൾ എന്തെങ്കിലും ഒരു അച്ചീവ് ചെയ്തു, വലിയൊരു കാര്യം. ഇപ്പോൾ എലിമെൻറ്റ് മാസ്റ്ററിയിലെ ഒരു വ്യക്തി ഉണ്ടായിരുന്നു, അദ്ദേഹം ഇനീഷ്യൽ ടൈമിൽ ക്ലാസ്സിൽ പങ്കെടുത്തിയാണ്. അദ്ദേഹം നല്ല രീതിയിൽ കഥകൾ എഴുതിയിരുന്നു. അങ്ങനെ കഥകൾ എഴുതുന്ന സമയത്ത് ഈ കഥകൾ എന്ത് ചെയ്യും, അച്ഛൻ്റെ അടുത്ത് കൊണ്ടുപോയി കൊടുക്കും. കുട്ടിയാകുന്ന സമയത്ത് അച്ഛൻ എന്ത് ചെയ്യും, ഒന്നെങ്കിൽ വലിച്ച് ചാടിക്കളയും, അല്ലെങ്കിൽ അത് മൈൻഡ് ചെയ്യില്ല. പുള്ളിക്കാരൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ കൂടുതൽ അംഗീകാരത്തിന് വേണ്ടിയിട്ട് ഒരു പുസ്തകം തന്നെ, ഒരു 20 പേജിലോ 30 പേജിലോ പുസ്തകം തന്നെ എഴുതി, കവിതയോ കഥയായിട്ട് എഴുതി. അങ്ങനെ എന്തായെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പുസ്തകം അദ്ദേഹത്തിൻ്റെ അച്ഛന് കൊടുത്ത സമയത്ത് അച്ഛൻ എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ കൊണ്ടുപോയി അടുപ്പിലിട്ടു. അന്നേരം അദ്ദേഹം മൊത്തം ഇന്ന ചൈൽഡ് വൂണ്ടറായി. പിന്നെ അദ്ദേഹം ഇതേപോലെ തന്നെ എന്തോ മോട്ടോർ സൈക്കിളിൻ്റെ ഇതൊരു വലിയൊരു മാനേജറാണ്, മീൻസ് ഡീലറാണ്, വലിയൊരു ഡീലറാണ്. പക്ഷേ എന്ത് ചെയ്തിട്ടും സന്തോഷിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. കാരണം എന്താണ്, അദ്ദേഹത്തിൻ്റെ ഇന്നർ ചൈൽഡ് വൂണ്ടറായിരുന്നു. ആ വൂണ്ട്സും വെച്ചിട്ട് നിങ്ങൾക്കൊരിക്കലും സമ്പന്നനാകാനോ പണം സമ്പാദിക്കാനോ ഒന്നും തന്നെ സാധിക്കില്ല എന്നുള്ളതാണ് അർത്ഥം. ഓക്കെ, അടുത്ത കാര്യമാണ് നിങ്ങൾ എപ്പോഴും ജഡ്ജ് ചെയ്യാം. അതായത് നമ്മളെ പണം വേണമെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും, അതായത് മറ്റുള്ളവർ കണ്ടാൽ എന്താ ഞാൻ ചില ആൾക്കാർ പറയാണ്ട്, ഇപ്പം ഞാൻ തന്നെ വിബി അരുണ്ടോട് ഞാൻ പറയും, ഇപ്പോൾ ലൈഫ് കോച്ചാണ്, അദ്ദേഹം വേറെ ഒരാൾക്ക് ഇരുന്നാണ് പഠിച്ചത്. അന്നേരം അദ്ദേഹത്തിന് ആൾക്കാർ വരുന്നില്ല എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഫേസിലുള്ള വീഡിയോസ് ചെയ്യാമെന്ന് പറയും, എന്നാലാണ് ആൾക്കാർ വരിക. അതായത് നമ്മൾ ഒരു കോൺഫിഡൻസ് ആണ്. ഇതിൽ കുറേ പേരോട് ഞാൻ പറഞ്ഞു ക്യാമറ ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട്, കുറച്ച് പേരാണ് ഓൺ ചെയ്തത്. കാരണം മറ്റുള്ളവർ കാണുമെന്നുള്ള ഭയം. നമ്മളൊരു സക്സസ് വേണമെങ്കിൽ നിങ്ങളെ വൈബ്രേഷൻ അറിയിക്കണം. മറ്റുള്ളവർ എന്ത് ചിന്തിക്കും, അയ്യോ ഇത് സക്സസ് സ്റ്റോറി ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നെഗറ്റീവായി പോകുന്നൊന്നും ചിന്തിക്കാതെ നിങ്ങൾ എന്ത് തന്നെ സംഭവിച്ചാലും നിങ്ങളെ ഭയത്തെ, ഞാൻ തന്നെ എൻ്റെ ഒരു ഇനീഷ്യൽ ടൈമിൽ എനിക്കും ഉണ്ടായിരുന്നു ഇതേപോലെ തന്നെ ഭയം. മറ്റുള്ളവർ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബ്ലോക്ക് വരുമോ, ഇപ്പം സക്സസ് സ്റ്റോറി ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നം വരുമോ എന്നൊക്കെ ചിന്ത നിങ്ങളിൽ ബ്ലോക്ക് കൊണ്ടുവരും എന്നുള്ളതാണ്. അന്നേരം നിങ്ങൾ ഭയപ്പെടാതിരിക്കുക. നമുക്ക് വേണ്ട ശക്തി നമ്മൾ ഉള്ളിൽ തന്നെ ഉണ്ട്. അതായത് ദൈവം നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട് എന്നുള്ള വിശ്വാസം നമ്മൾ നിൽക്കണം. അടുത്ത കാര്യമാണ് ഫിയർ ഓഫ് റിജക്ഷൻ എന്ന് പറയുന്ന കാര്യം. അതൊന്നും കൂടി പറയുമോ? ഓക്കെ, ഞാൻ പറഞ്ഞുതരാം. അതായത് ഇപ്പൊ നിങ്ങൾ തന്നെ ദുർഗാദേവി ഇപ്പോൾ ക്യാമറ ഓൺ ചെയ്യാതെ നിങ്ങൾക്ക് വേണേ ഇരിക്കാം, പക്ഷെ നിങ്ങൾ ക്യാമറ ഓൺ ചെയ്തു. അന്നേരം എന്തായി, നിങ്ങൾക്ക് ക്യാമറ ഓൺ ചെയ്തത് കൊണ്ട് നിങ്ങൾക്ക് അപ്രീസിയേഷൻ കിട്ടി അല്ലേ? അത് നിങ്ങൾക്ക് ആ ഒരു കിട്ടിയതെന്ന് വെച്ചാൽ എങ്ങനെയാണ്, നിങ്ങൾ ക്യാമറ തുറന്നിട്ട് പണ്ടേ ക്യാമറ ഓർക്കുന്നതിനെ കൊണ്ട് നിങ്ങളെ വീടായാലും നിങ്ങളുടെ ചുറ്റുപാടുകളും എല്ലാം തന്നെ എനിക്ക് കാണാൻ സാധിച്ചു. നമ്മുടെ ക്ലാസ്സുകളിൽ പങ്കെടുക്കുന്ന വ്യക്തിയും കൂടിയാണ്. അന്നേരം എന്തായി, നിങ്ങളെ ആ ഭയത്തെ നിങ്ങൾ മറികടന്നു.
പണം വേണമെങ്കിൽ നിങ്ങൾ ഫേസ് കാണിച്ചുകൊണ്ട് അല്ലെങ്കിൽ എന്തുണ്ടെങ്കിൽ നേടാൻ വേണ്ടിയിട്ടുള്ള ഒരു ശക്തി നിങ്ങൾക്ക് വേണമെന്നുള്ളതാണ്. അടുത്ത കാര്യമാണ് നിങ്ങൾ റിജക്റ്റ് ചെയ്യപ്പെട്ടു. എന്താണ്? നിങ്ങളൊരു വ്യക്തിയിൽ നിന്ന് ഒരാൾ റിജക്റ്റ് ചെയ്തു, അതിൽ നിങ്ങൾ ഭയപ്പെടാൻ പാടില്ല. ഇപ്പം തന്നെ ഞാൻ കുറേ തവണ റിജക്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എൻ്റെ ജോലിയുടെ കാര്യത്തിലും റിലേഷൻഷിപ്പിൻ്റെ ഫ്രണ്ട്ഷിപ്പിൻ്റെ കാര്യത്തിൽ തന്നെ. അതായത് നിങ്ങളെ ലൈഫിൽ എപ്പോഴും ഭയം, അതായത് ഇപ്പം MLM ചെയ്യുന്ന വ്യക്തികൾ റിജക്റ്റ് ചെയ്ത് ചില ആൾക്കാർ MLM ബിസിനസ് തുടങ്ങും. റിജക്ഷനെ നേരിടാൻ പറ്റാത്തവർ MLM ബിസിനസ് ചെയ്യരുതെന്നാണ് പറയുക. അതായത് ഇതെല്ലാം തന്നെ, അതായത് റിജക്ഷൻ വൂണ്ട്സ് മേക്ക്. നിങ്ങളെ കുട്ടിക്കാലം ബിസിനസ് ചെയ്യുമ്പോ നോ കേട്ടും കൊണ്ട് ചെയ്യണം അത്ര പറയേണ്ടത്. അതെ അതാണ്. നിങ്ങൾക്ക് പണം വേണമെങ്കിൽ പോലും, പണത്തെ വെൽത്തിനെ അട്രാക്ട് ചെയ്യാൻ പോലും നിങ്ങൾക്ക് ആ റിജക്ഷൻ ഫീൽ എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യണം. അടുത്താണ് നിങ്ങൾക്ക് പണം വരാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഫിയർ ഓഫ് സക്സസ്. അതായത് ലൈഫിൽ സക്സസ് ആകുന്ന എന്തോ വലിയൊരു മോശമായുള്ള കാര്യമായിട്ടാണ് പലരും കരുതുന്നത്. ലൈഫിൽ സക്സസ് ആയിട്ടുണ്ടെങ്കിൽ, അതായത് നിങ്ങൾക്ക് സക്സസ് വേണമെങ്കിൽ ഒരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കണം അല്ലേ. ഇപ്പോൾ ഒരു കമ്പനിയിൽ നിങ്ങൾ നല്ലൊരു സാലറി കിട്ടണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ അതിൻ്റെതായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി ഉണ്ട്, അതിൻ്റെ ഒരു പ്രഷർ ഉണ്ട്, അത് നിങ്ങൾ അനുഭവിച്ചേ മതിയാകും. അതിൻ്റെ അകത്ത് ഒളിച്ചോടിയിട്ട് നിങ്ങൾ ലോ ഓഫ് അട്രാക്ഷൻ വെച്ചിട്ട് എന്തെങ്കിലും നേടാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ നിൽക്കില്ല. നിങ്ങൾക്ക് എപ്പോഴും അതായത് സക്സസ് ആകുന്ന സമയത്ത് അതിനെന്തെങ്കിലും നമ്മൾ കൊടുക്കണം. ഞാൻ തന്നെ പറയാറുണ്ട്, ഇപ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ ട്രെയിനേഴ്സ് ഞാൻ അടക്കമുള്ള എൻ്റെ സ്റ്റുഡൻസായ കുറേ പേരുടെ അവരെങ്ങനെയാണ് പണം ഉണ്ടാക്കുന്നത്? അവരെ വരുമാന സ്രോതസ് കോഴ്സാണ്. അവരിപ്പം അയ്യോ ഇത് എന്നെല്ലാം പറഞ്ഞ് ഇന്ന കാര്യം എന്നെല്ലാം പറഞ്ഞ് ചിന്തിക്കുകയാണെങ്കിൽ അവർക്ക് ഒരിക്കലും സക്സസ് ഉണ്ടാക്കാൻ സാധിക്കില്ല. നമ്മളെപ്പോഴും ആ സക്സസ്, അതായത് ലൈഫിൽ സക്സസ് ആണ് ഏറ്റവും നല്ലൊരു കാര്യമാണ്, നിങ്ങൾ അതിനു വേണ്ടി ജനിച്ചിരിക്കുന്നതാണ് എന്ന രീതിയിൽ നമ്മൾ ചിന്തിക്കണം. ഇപ്പോൾ അതായത് നിങ്ങളെ സബ് കോൺഷ്യസ് മൈൻഡ്, നിങ്ങളെ റെസ്പോൺസിബിലിറ്റി. ഇപ്പോൾ കുട്ടിക്കാലത്ത് ചില ആൾക്കാരെ ഒരു പ്രോബ്ലമാണ്, കുട്ടിക്കാലത്ത് നിങ്ങൾ കുട്ടികൾക്ക് റെസ്പോൺസിബിലിറ്റി കൊടുക്കാതെ അയ്യോ എൻ്റെ മോനെ ചക്കരക്കുട്ട കുഞ്ഞു പോവേ ഇങ്ങനെ ഇതൊന്നും ഏറ്റെടുക്കല്ലേ, നീ ഇതൊന്നും അയ്യോ വെയിൽ കൊള്ളല്ലേ അത് കൊള്ളല്ലേ എന്നൊക്കെ രീതിയിൽ നിങ്ങൾ കുട്ടികളെ വളർത്തുകയാണെങ്കിൽ നിങ്ങൾ അവരെ ഏറ്റവും മോശപ്പെട്ട രീതിയിലേക്ക് മാറ്റാൻ വേണ്ടി ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. അന്നേരം നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളെപ്പോഴും നിങ്ങളുടെ ലൈഫിൽ റെസ്പോൺസിബിലിറ്റി കുട്ടികൾക്ക് നൽകാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഓക്കെ. ഫിയർ ഓഫ് ഡിസപ്പോയിൻമെൻറ്റ് എന്നതാണ്. അതായത് നിങ്ങളുടെ ചൈൽഡ് ഡ്രീമിങ്, അതായത് നമ്മൾ ലൈഫിൽ ചിലപ്പം കുട്ടിക്കാലത്ത് ഇതേപോലെ തന്നെ ഡ്രീംസ് ഇങ്ങനെ എൻ്റെ അച്ഛനപ്പം വലിയ ഡ്രീമൊന്നും വലിയ സ്വപ്നമൊന്നും കാണാതെ നീ സാധാരണക്കാരെ പോലെ ചിന്തിക്കുക. ഡിസപ്പോയിൻമെൻ്റ് ആണ് നമുക്ക് വരിക. അയ്യോ ഡ്രീംസ് തെറ്റാണോ എന്നൊക്കെ രീതിയിൽ. അന്നേരം നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ ഡ്രീംസിലുള്ള വിശ്വാസമാണ്. നമ്മളെപ്പോഴും ഒരു ഉദാഹരണത്തിന് ഞാൻ എപ്പോഴും പറയാറുണ്ട്, നിങ്ങളെ ഒരു ഡ്രീം വേൾഡ്, ഒരു പാരലൽ റിയാലിറ്റി നിങ്ങൾ കണ്ടെത്തണം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പം നിങ്ങളെ ചുറ്റുപാടുകളും കാര്യങ്ങളെല്ലാം നിങ്ങൾ ചിന്തിക്കുകയാണ്. ഇപ്പം ഞാൻ തന്നെ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കുകയാണ്, നിങ്ങൾ ലൈഫിൽ സക്സസ് ആകുമോ? നിങ്ങൾ പറയും ഓക്കെ ഞാൻ സക്സസ് ആകും. ഞാൻ ചോദിക്കുക എന്തിൻ്റെ അടിസ്ഥാനത്തിൽ സക്സസ് ആകും? പണം ഉണ്ടാക്കാൻ പോവുകയാണെന്ന് കരുതുക. നിങ്ങളെ ക്വാളിഫിക്കേഷൻ, നിങ്ങളെ ചുറ്റുപാടുകൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഫെയിലിയർ ആകാനുള്ള ചാൻസ് കൂടുതലല്ലേ നിങ്ങൾക്ക് തന്നെ തോന്നും. പക്ഷേ നിങ്ങളുടെ ആ ഒരു ഹോപ്പ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് വെക്കുകയാണ്. അതായത് നിങ്ങളെ ഇന്നർ ചൈൽഡ്, നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു ഇന്നർ ചൈൽഡിനെ ഹീൽ ചെയ്ത് വരുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഡ്രീംസിനെ കാണാനും നിങ്ങളെ കാണാനും സാധിക്കുന്നതാണ്. ഓക്കെ. അടുത്ത കാര്യമാണ് അവോയ്ഡ് റിസീവിങ് എന്ന് പറയുന്നത്. ഇഫ് ലവ് കം വിത്ത് കണ്ടീഷൻ ഓർ ഗിൽറ്റ് റിസീവിങ് ഫീൽ അൺകംഫർട്ടബിൾ. മാനിഫെസ്റ്റേഷൻ റിക്വേഴ്സ്, അതായത് നിങ്ങളെപ്പോഴും തുറന്ന മനസ്സോടെ നിങ്ങൾ സ്വീകരിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇപ്പോൾ അവസരങ്ങൾ വരുന്നു, അത് സ്വീകരിക്കുക. ഇപ്പം ഞാൻ പറഞ്ഞു യാമിനിയോട് ഇങ്ങനെ ഇത് തുടങ്ങാൻ, അതായത് ഒരു ഇൻസ്റ്റാഗ്രാം പേജ് തുടങ്ങാൻ പറഞ്ഞു. അദ്ദേഹം എന്ത് ചെയ്തു? ആ ഇൻസ്റ്റാഗ്രാം പേജ് തുടങ്ങി, അദ്ദേഹം അതിനെ സ്വീകരിച്ചു. ഇപ്പം ഇതിലെ ബിന്ദു അല്ലേ യൂട്യൂബ് ചാനലിൻ്റെ കാര്യം പറഞ്ഞ്, അദ്ദേഹം എന്ത് ചെയ്തു? യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പറഞ്ഞു, യൂട്യൂബ് ചാനൽ തുടങ്ങി. അതാണ് നിങ്ങൾക്ക് അറിവ് കിട്ടുന്ന സമയത്ത് നമ്മളെ സ്വീകരിക്കുക, തുറന്ന മനസ്സോടെ സ്വീകരിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. എല്ലാത്തോടത്തോളം കാലം നമ്മുടെ ലൈഫിൽ ഫെയിലിയർ ഉണ്ടാവും. അതായത് ഓരോ അറിവുകളും കാര്യങ്ങളെല്ലാം തരുന്ന സമയത്ത് നമ്മളത് റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കണം. അന്നേരം ഞാൻ തന്നെ ഇതേപോലെ മെൻറ്റേഴ്സ് പറയുന്ന സമയത്ത് ഞാനത് സ്വീകരിക്കും, ഞാനത് ട്രൈ ചെയ്ത് നോക്കും ഓരോരോ ടെക്നിക്കുകളും. ഇപ്പം ഇതിൽ 50-5 ഇതേപോലെ തന്നെ നമ്പേഴ്സ് കയ്യിൽ ചെയ്യുന്ന അങ്ങനത്തെ ഓരോ കാര്യങ്ങളും ഉപയോഗിച്ചിട്ട് പലർക്കും മാനിഫെസ്റ്റേഷൻ സംഭവിച്ചിട്ടുണ്ട്. അടുത്ത കാര്യമാണ് ലോ സെൽഫ് എസ്റ്റീം എന്നുള്ള കാര്യം. നിങ്ങളെ കുട്ടിക്കാലത്ത് നിങ്ങൾ ലോ ആയിട്ടുള്ള സെൽഫ് എസ്റ്റീം, അതായത് ജീവിതത്തിൽ വലിയ ആഗ്രഹങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മണി ബ്ലോക്ക് അനുഭവിക്കുക എന്നുള്ളതാണ് ചെയ്യുക. അങ്ങനെ മണി ബ്ലോക്ക് അനുഭവിക്കാനുള്ള കാര്യം എന്താണെന്ന്
നിങ്ങളിൽ ഒരു വലിയൊരു ആഗ്രഹമോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവില്ല. അതുകൊണ്ട് നിങ്ങൾ വലിയ രീതിയിൽ ആഗ്രഹിക്കും. ചെറിയ കുന്നും മലയും അല്ലെങ്കിൽ ഒരു വീട്, കാറ്, അല്ലെങ്കിൽ ഇന്ന ചെറിയ രീതിയിൽ ചില ആൾക്കാർ പറയില്ല തട്ടിയും മുട്ടിയും പോയാൽ മതി, ഇങ്ങനെ തട്ടിയും മുട്ടിയും പോയാൽ മതി, അവരെവിടെ എത്തില്ല. നല്ലൊരു ജീവിതം വേണം, ഇത്ര ലക്ഷം രൂപ സമ്പാദിക്കണം, ഇങ്ങനെയുള്ള ഇത്ര സ്ക്വയർ ഫീറ്റിലൊരു വീട് എടുക്കണം, ഇന്ന ബിസിനസ്സുകൾ ഞാൻ സ്റ്റാർട്ട് ചെയ്യും എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു എസ്റ്റീം, ഒരു കൃത്യമായ ധാരണ നിങ്ങൾ ലൈഫിൽ ഉണ്ടാക്കിയാൽ മാത്രമേ നിങ്ങളുടെ കയ്യിൽ മാനിഫെസ്റ്റേഷൻ നടക്കുകയുള്ളൂ കേട്ടോ. ഇന്ന് നമ്മൾ ഇതിപ്പോൾ ഈ കാര്യങ്ങൾ മനസ്സിലായെന്ന് കരുതുന്നു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യമാണ്, ഇനി കുറച്ച് പ്രസൻറ്റേഷൻ കൂടിയുണ്ട്, എന്നാൽ ടെക്നിക്കിലേക്ക് നമുക്ക് പോകാം. അന്നേരം എല്ലാവരുടെ കയ്യിലും പെന്നുണ്ടോ? ഇതിൽ പച്ചമഷി പെന്ന് ഉണ്ടോ കയ്യിൽ? ഓക്കെ. പച്ചമഷി എന്ന് പറയുന്നത് ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ വെൽത്തിനെ അട്രാക്ട് ചെയ്യുന്ന ഒരു പെന്നാണ് പച്ചമഷി എന്ന് പറയുന്നത്. അന്നേരം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് 11-11 മാനിഫെസ്റ്റേഷൻ. ഇപ്പോൾ അത് ചെയ്യാൻ പോകുന്നത് നമ്മളെ വിരലിൽ തന്നെ നമ്മൾ മുന്നേ ചെയ്തതാണ്. അതിൽ കൂടുതൽ നമ്മൾ ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു മെഡിറ്റേഷൻ കൂടി ഉപയോഗിച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത്. ഈ 11-11 മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 11 എന്ന് പറയുന്ന നമ്പർ ഏഞ്ചൽ നമ്പറാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ബ്ലൂ കളറോ അല്ലെങ്കിൽ ബ്ലാക്ക് കളറോ അല്ലെങ്കിൽ ഏത് കളറാണുള്ളത് അത് ഉപയോഗിക്കാം. നാളെ എന്ത് ചെയ്യുക, ഗ്രീൻ കളർ ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ. എന്തുകൊണ്ട് മോതിരവിരൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂമി തത്വമാണ് മോതിരവിരൽ. ഭൂമി തത്വമാണ്. ഇപ്പം മുദ്ര തെറാപ്പി അല്ലെങ്കിൽ മുദ്ര ചികിത്സ കാര്യങ്ങളെല്ലാം പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പം നമ്മൾ വിരലിൽ മോതിരവിരൽ എന്ന് പറയാം, അത് ധനം അല്ലെങ്കിൽ വെൽത്തുമായിട്ട് ഭൂമി തത്വമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന വിരലാണിത്. അതുകൊണ്ടാണ് ഈ വിരലിൽ എഴുതാൻ പറയുന്നത്. ഇതേപോലെ തന്നെ ഓരോ വിരലിനും അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. ഇപ്പം ആഗ്രഹങ്ങൾ പെട്ടെന്ന് നടക്കാൻ വേണ്ടിയിട്ട് ഇപ്പം യൂണിവേഴ്സായിട്ട് കണക്ട് ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു വിരലിൽ എഴുതി വെക്കാം. അങ്ങനെ ഓരോരോ ടെക്നിക്സുകളുണ്ട്. ഇതിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ 11x11 എന്ന് പറയുന്ന ടെക്നിക്കാണ് ചെയ്യാൻ പോകുന്നത്. അതിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ലൈഫിൽ പെട്ടെന്ന് നടക്കേണ്ട ഒരാഗ്രഹം തിരഞ്ഞെടുക്കുക. അത് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യുക. എല്ലാവരും യൂട്യൂബ് കാണുന്ന വ്യക്തികൾ എന്ത് ചെയ്യുക, ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. നിങ്ങളിപ്പോൾ ലൈവിലാണെങ്കിൽ നിങ്ങളുടെ ആഗ്രഹം എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ എല്ലാവരും ഒന്ന് ടൈപ്പ് ചെയ്യാം. നിങ്ങൾക്ക് പെട്ടെന്ന് നടക്കേണ്ട ആഗ്രഹം എന്താണ്? ജോബ്, ശരി. ഓഫർ ലെറ്റർ, പ്രമോഷൻ, എല്ലാവരും ഒന്ന് ടൈപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ₹5 lakhs. ഓക്കെ. സ്ഥലം വിറ്റ് കിട്ടണം. സ്റ്റാർട്ട് ന്യൂ ബിസിനസ് 2 lakh, 10 lakh, പെർമനൻറ്റ് ജോബ്. ഓക്കെ. എല്ലാവരും എഴുതിയെന്നായിരുന്നു. നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ തവണ ഇതിലെന്ത് ചെയ്യാൻ പോകുന്നത്, ഈ 3, 1, 2, 3 ലെവലിൽ 11 എഴുതി വെക്കാൻ പോവുകയാണ്. അതായത് ഇപ്പം ഇവിടെ എന്ത് ചെയ്യും, 11, ഇവിടെയും 11, ഈ ഭാഗത്തും 11. എന്നിട്ട് നമ്മൾ ഈ വിരലുകൾ തൊട്ടിട്ട് നമ്മളെ ആഗ്രഹങ്ങൾ വിഷ്വലൈസേഷൻ ചെയ്യാൻ പോവുകയാണ്. ഇതിൽ 3 ആഗ്രഹങ്ങൾ എഴുതുന്ന സമയത്തും നിങ്ങളെ മനസ്സിൽ ആ ഒരു സങ്കല്പം വെച്ചിട്ട് വേണം എഴുതാൻ വേണ്ടിയിട്ട്. ഓക്കെ. ഞാൻ എഴുതാൻ പോവാണ്. എല്ലാവരും എഴുതാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങളെ ഇവിടെ 11, ഇവിടെയും 11, ഇവിടെയും 11. ക്ലിയർ ആയോ? ഇതിൻ്റെ ഉള്ളിൽ 2 11 വരും, ഇതിൻ്റെ ഉള്ളിൽ 2 11, ഇതിൻ്റെ ഉള്ളിൽ 2 11 വരും. ഓക്കെ. എല്ലാവരും എഴുതുക. ഇതിൽ കാണാൻ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിൽ ഇങ്ങനെ എഴുതിയാൽ മതി. കാണുന്നില്ല സാർ. ഓക്കെ. അത് 11 എന്നുള്ള കാര്യം ഇതിലേക്ക് എഴുതുക. ഇതിൻ്റെ ഉള്ളിൽ 11, 2 ഡോട്ട്സ് 11. അത് എഴുതി വെക്കുക. എല്ലാവരും എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യെസ് എന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്യുക. യൂട്യൂബ് ചാനൽ കാണുന്ന വ്യക്തികൾ യെസ് എന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്യുക. വീണ്ടും പറയാണ്, ഇതിൻ്റെ ഉള്ളിൽ ഇതെല്ലാം തന്നെ മനസ്സിലെ വിശ്വാസം വർദ്ധിപ്പിക്കുന്ന ടെക്നിക്സ് മാത്രമാണ്. നമ്മൾ
എലൈൻമെൻറ്റ് മാസ്റ്ററിയിൽ ടെക്നിക്സിനേക്കാണ് കൂടുതൽ അതിൻ്റെ റൂട്ട് എന്താണ് എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, ഈ ഒരു വെള്ളത്തിന് 2 തവണ 11 എഴുതണല്ലേ സാർ? ഇവിടെ ഇവിടെ അതെ അതെ തീർച്ചയായും. ഇതില്ലേ? ഓക്കെ, മെഡിറ്റേഷൻ അല്ലേ സാർ? ഇനി മെഡിറ്റേഷൻ ചെയ്യാൻ പോകുന്നത് അതെപ്പോഴും ഞാൻ വിശ്വസിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും വർഷമായിട്ട് ക്ലാസ് കണ്ടക്ട് ചെയ്യുന്നത് ഈ ടെക്നിക്കിനേക്കാളും കൂടുതൽ നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെഡിറ്റേഷനാണ്. ഓരോ തവണ നിങ്ങൾ ഇപ്പോൾ എലൈൻമെൻറ്റ് മാസ്റ്ററി എന്ന് പറഞ്ഞ കാര്യം സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഓരോ ടൈപ്പ് മെഡിറ്റേഷനാണ്. പ്രസൻറ്റേഷൻ ഉണ്ടാവും. അപ്പോൾ അതിൽ കുറേ പ്രസൻറ്റേഷൻ ഓരോ ദിവസവും വ്യത്യസ്തമായ ടോപ്പിക്കിൻ്റെ പ്രസൻറ്റേഷൻ കാര്യങ്ങളാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആൾക്കാർക്ക് ചേഞ്ചസ് വരുന്നത്. ഇന്നർ ചൈൽഡ് ഹീലിങ്ങിൻ്റെ മെഡിറ്റേഷൻസ്, അതോടൊപ്പം തന്നെ സെൽഫ് ലവ്, ഗ്രാറ്റിറ്റ്യൂഡ്, തേർഡ് ഐ മെഡിറ്റേഷൻ, സോൾ ജേർണി മെഡിറ്റേഷൻ, മിറർ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 30-ലധികം മെഡിറ്റേഷൻസ് ഓരോ ദിവസവും വ്യത്യസ്തമായിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അത്രയും ചേഞ്ചസ് ഇതിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തികളും എലൈൻമെൻറ്റ് മാസ്റ്ററി പങ്കെടുക്കുന്ന ഓരോ വ്യക്തികൾക്കും അത്രയും ചേഞ്ചസ് അതിലൂടെയാണ് വരുന്നത്. ഓക്കെ, അന്നേരം എല്ലാവരും കണ്ണുകൾ അടക്കുക. എന്നിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് കണ്ണട കാര്യങ്ങളുടെ മാറ്റി വെക്കുക. അതായത് ഞാൻ പറയും, അതായത് 11 ആദ്യത്തെ ടച്ച് ചെയ്യാൻ പറയും. അന്നേരം എന്ത് ചെയ്യുക, നിങ്ങൾ ആ ഒരു ഫീലിംഗ്, നിങ്ങൾ ആ എഴുതി വെച്ച ആഗ്രഹം എന്താണോ ആ ഫീലിങ്ങോട് ടച്ച് ചെയ്യുക. വീണ്ടും 2 എന്ന് പറയുന്ന സമയത്ത് വീണ്ടും അതിലേക്ക് ഈ ഒരു വിരൽ എന്ത് ചെയ്യുക, പതിയെ പ്രസ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ ഫീലിംഗ് കൊടുത്തുകൊണ്ടിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. 3ാമത്തതിൽ ടച്ച് ചെയ്യുക. അന്നേരം ഒരേ ആഗ്രഹമാണ് തിരഞ്ഞെടുക്കേണ്ടത് കേട്ടോ. ഒരേ ആഗ്രഹം വെച്ചിട്ട് അതിനെ ഫീൽ ചെയ്യുക. അതിനെ ജസ്റ്റ് ഒന്ന് ഫെദർ ടച്ച് കൊടുത്തിട്ട്, ഫെദർ ടച്ച് എന്ന് വെച്ചാൽ പിടിച്ച് നിൽക്കുകയല്ല, ചെറിയൊരു ടച്ച്, അതിനെ ഫീൽ ചെയ്ത് സന്തോഷിക്കുക. അത് 2 വിരലിലാകാം. അതായത് ഇപ്പം ഞാൻ ഇവിടെ തൊടുന്ന സമയത്ത് ഇവിടെയും തൊടാം, 2ാമത്തെ ഇതിലും തൊടാം, 3ാമത്തെ പറയുന്ന സമയത്ത് ഇതിലും തുടങ്ങാം. അതിനാൽ ഇപ്പം പലരും കമൻറ്റ് ചെയ്തിട്ടുണ്ട് ജോബ് പ്രമോഷൻ, അതോടൊപ്പം തന്നെ പണം വരുന്ന സമയത്ത് എൻ്റെ ഹാപ്പിനെസ് ആണ്. ഇപ്പം ഇന്ന ഒരു ജോലി കിട്ടുന്ന സമയത്ത് എൻ്റെ ഹാപ്പിനെസ് ആണ്. അത് ഓരോന്നും ഇങ്ങനെ തൊട്ട് 1 എന്ന് പറയുമ്പോൾ ഇവിടെ തൊടണം, 2 എന്ന് പറയുമ്പോൾ ഇവിടെ തൊടണം, 3 എന്ന് പറയുന്ന സമയത്ത് ഇവിടെ തൊടണം. ഇതാണ് ചെയ്യേണ്ടത്. ഏറ്റവും കൂടുതൽ വേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു ഹാപ്പിനെസ് ആണ്. നിങ്ങളുടെ മുഖത്ത് സന്തോഷം കൊണ്ടുവരിക, ശരീരത്തിൽ സന്തോഷം കൊണ്ടുവരിക, അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ആ റിസൾട്ട് കിട്ടുകയുള്ളൂ. സാർ 3 ആഗ്രഹങ്ങളിലെ 3 അല്ല, ഇപ്പം നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരാഗ്രഹം കഴിഞ്ഞിട്ട് 3 ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യത്തിൽ ഒരാഗ്രഹമാണ് തിരഞ്ഞെടുക്കേണ്ടത്. 3 തവണ തൊടുന്ന സമയത്ത് ഒരേ ആഗ്രഹമായിരിക്കണം. ഈ ഒരു ടെക്നിക്ക് എന്നൊക്കെ പറയുന്നത് നമ്മളെ മനസ്സിലൊരു വിശ്വാസം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടൂള് മാത്രമാണ് എന്ന് മനസ്സിലാക്കിയിട്ട് അതൊരു വിശ്വാസമാണ്. ഒന്നും കൂടെ പറയോ, എക്സ്പ്ലെയിൻ ചെയ്യോ? ഓക്കെ, മനസ്സിലായില്ല. ഞാൻ പറഞ്ഞുതരാം. ഇതിൽ നമ്മൾ 3 മടക്കുകളിൽ അതിൽ 11 11 11 11 11 11 എഴുതി വെക്കുക. എന്നിട്ട് മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് 1 എന്ന് പറയുമ്പോൾ ഇതിൽ ടച്ച് ചെയ്യുക. എന്നിട്ട് ആ ഒരു ആഗ്രഹത്തെ ഫീൽ ചെയ്യുക. 2ാം തവണ ടച്ച് ചെയ്യുന്ന സമയത്ത് അതേ ആഗ്രഹം തന്നെ വീണ്ടും ഫീൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. 3ാമത്തെ ടച്ച് ചെയ്യുന്ന സമയത്ത് അതേ ആഗ്രഹം തന്നെ വീണ്ടും നമ്മൾ ഫീൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇത്രയേ ഉള്ളൂ. അത് വളരെ പെട്ടെന്ന് നടക്കേണ്ടതും നിങ്ങൾക്ക് വിശ്വാസമുള്ളതായിട്ടുള്ള കാര്യമായിരിക്കണം നിങ്ങൾ മനസ്സിൽ വെക്കേണ്ടത്. അല്ലാതെ 100 കോടി 1000 കോടി എന്നൊന്നും ചിന്തിക്കാൻ പാടില്ല. തള്ളവെല്ലോണ്ടാണ് ഇങ്ങനെ പിടിക്കേണ്ടത് സാർ ഓരോ ആഗ്രഹം പറയുമ്പോൾ? അതെ അതെ, ഞാൻ പറഞ്ഞല്ലോ. ഇത് ഓക്കെ, എല്ലാവരും നട്ടിൽ നിവർത്തിയിരിക്കുക, കണ്ണുകൾ അടക്കുക, ശ്വാസം വീണ്ടും ഉള്ളിലേക്ക് എടുക്കുക, ശ്വാസം സാവധാനം പുറത്തേക്ക് വിടുക. ഓരോ ശ്വാസനിശ്വാസവും ശരീരം കൂടുതലായതായി സങ്കല്പിക്കുക. വീണ്ടും ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, സാവധാനം പുറത്തേക്ക് വിടുക.
നിങ്ങളുടെ ആന്തരികവും ബാഹ്യവുമായ എല്ലാ അവയവങ്ങളും അയച്ചിടുക. ഒരു രീതിയിലും ബലം പ്രയോഗിക്കേണ്ട ആവശ്യമില്ല. വീണ്ടും ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷം അനുഭവിച്ചത് അതെപ്പോഴാണ്? നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷം അനുഭവിച്ച നിമിഷം അതേതാണ്? അത് ആരെങ്കിലും കണ്ടുമുട്ടിയതാണോ? പണം സമ്പാദിച്ചതാണോ? അങ്ങനെ എന്തുമാവട്ടെ, അതിനെ ഓർക്കുക. ആ ഒരു കാര്യം നടക്കുമ്പോൾ ചുറ്റും എന്തൊക്കെ കാര്യങ്ങളാണ് ഉണ്ടായത്? ആരൊക്കെയാണ് ചുറ്റും ഉണ്ടായത്? അതെല്ലാം തന്നെ കാണുക. അതിൻ്റെ സന്തോഷത്തെ അനുഭവിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷം നൽകിയ ആ ഒരു നിമിഷത്തിലാണ് നിങ്ങളുള്ളത്. നിങ്ങളുടെ മുഖത്ത് അതിൻ്റെ സന്തോഷം കൊണ്ടുവരിക. ശരീരം മുഴുവനും അതിൻ്റെ ആനന്ദമായിരിക്കട്ടെ. അതെ, നിങ്ങൾക്ക് ജീവിതത്തിൽ സന്തോഷം നൽകിയ ആ നിമിഷത്തിലാണ് നിങ്ങളുള്ളത്. ശരീരത്തിലും എല്ലാം തന്നെ അതിനെ ആനന്ദം കൊണ്ടുവരിക. നിങ്ങളുടെ തള്ളവിരൽ മോതിരവിരലിൻ്റെ താഴെയായി ചെറുങ്ങനെ അമർത്തുക. നിങ്ങളുടെ ജീവിതത്തിൽ വളരെ എളുപ്പം നടക്കേണ്ട ആ ഒരു ആഗ്രഹത്തെ കാണുക. അതെന്താണ് ആഗ്രഹം? ആ ഒരു ആഗ്രഹത്തെ അനുഭവിക്കുക. ആ ഒരു സന്തോഷത്തിലാണ് നിങ്ങൾ ഇപ്പോഴുള്ളത്. നിങ്ങളുടെ ആ ഒരു ആഗ്രഹം സംഭവിക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ എങ്ങനെയാണ് ഉണ്ടാവുക? ആ ഒരു അനുഭവം നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുക. ആ ഒരു സന്തോഷം നിങ്ങളുടെ മുഖത്തും ശരീരത്തിലും നൽകുക. ശരീരം മുഴുവനും അതിൻ്റെ സന്തോഷത്തിലാണുള്ളത്. അതെ, നിങ്ങളുടെ ആഗ്രഹം നടന്നു കഴിഞ്ഞിരിക്കുന്നു. മോതിരവിരലിൻ്റെ നടുവിലായി തള്ളവിരൽ കൊണ്ട് പതിയെ അമർത്തുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം നിങ്ങൾ ഈ നിമിഷവും അനുഭവിക്കുകയാണ്.
അതിൻ്റെ സന്തോഷം, അതിൻ്റെ ആനന്ദം, ആ ഒരു കാര്യം നടക്കുമ്പോൾ നിങ്ങളുടെ പങ്കാളി, നിങ്ങളുടെ രക്ഷിതാക്കൾ, നിങ്ങളുടെ മക്കൾ എങ്ങനെയാണ് സന്തോഷിക്കുക? അവരുടെ മുഖത്തുള്ള സന്തോഷത്തെ ഈ നിമിഷത്തിൽ അനുഭവിക്കുക. അതെ, ആ ഒരു ആഗ്രഹം, അത് വീടാവാം, ജോലിയാവാം, ബിസിനസ്സാവാം, ബന്ധമാവാം, എന്തുമാവട്ടെ, ആ ആഗ്രഹം ഈ നിമിഷത്തിൽ നടന്നു കഴിഞ്ഞിരിക്കുകയാണ്. നന്ദി, നന്ദി, നന്ദി. വീണ്ടും നിങ്ങളുടെ തള്ളവിരൽ കൊണ്ട് മോതിരവിരലിൻ്റെ മുകൾ ഭാഗത്തായി തൊടുക. ആ ഒരു കാര്യത്തെ ആലോചിക്കുക. ആ ഒരു സന്തോഷപൂർണമായ നിമിഷം ഇപ്പോൾ അനുഭവിക്കുക. നിങ്ങളുടെ ശരീരം മുഴുവനായും ആ സന്തോഷത്തിൽ നിറയുകയാണ്. മുഖത്ത് അതിനെ പുഞ്ചിരി കൊണ്ടുവരിക. ചുണ്ടുകളിൽ ആ ഒരു ആനന്ദം കൊണ്ടുവരിക. നിങ്ങളെ സ്നേഹിക്കുന്നവരെല്ലാം നിങ്ങളെ ചുറ്റുമുണ്ട്. അവരെല്ലാവരും നിങ്ങളെ അംഗീകരിക്കുകയാണ്, നിങ്ങളെ സ്നേഹിക്കുകയാണ്. എല്ലാത്തിനും നന്ദി, നന്ദി, നന്ദി. ആ ഒരു ആഗ്രഹം നടന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് മാറ്റമാണ് ഉണ്ടാക്കാൻ പോകുന്നത്? അതിൻ്റെ സന്തോഷം ശരീരം മുഴുവനായി നൽകുക. മുഖത്ത് ഇളം പുഞ്ചിരി വിടരട്ടെ. അതിൻ്റെ സന്തോഷം അനുഭവിക്കുക. നിങ്ങളുടെ മക്കൾ നിങ്ങളെ അഭിമാനത്തോടെ നോക്കുന്നു. നിങ്ങളുടെ രക്ഷിതാക്കളും അവർ നിങ്ങളെ കെട്ടിപ്പിടിക്കുന്നു. അതിൻ്റെ സന്തോഷം അനുഭവിക്കുക. അതിൻ്റെ ആനന്ദം അനുഭവിക്കുക. മുഖത്തും ശരീരത്തിലും അതിൻ്റെ സന്തോഷം അനുഭവിക്കുക. ശരീരം മുഴുവനും ആ ഒരു അനുഭൂതി നിറയട്ടെ. അതെ, ഈ നിമിഷത്തിൽ ആ കാര്യം നടന്നിരിക്കുകയാണ്. നന്ദി, നന്ദി, നന്ദി.
സന്തോഷത്തോടെ ആനന്ദത്തോടെ കൈകൾ പരസ്പരം ഉരസുക. കണ്ണുകളിലേക്ക് ഊർജം പകരുക. സന്തോഷത്തോടെ കണ്ണുകൾ തുറക്കുക. എങ്ങനെ ഉണ്ടായിരുന്നു? ഒരു വൈബ്രേഷൻ വന്നു സർ. ഓക്കെ, സന്തോഷം. മറ്റുള്ളവരുടെ അനുഭവം എങ്ങനെ ഉണ്ടായിരുന്നു? ഭയങ്കര സന്തോഷം, ഭയങ്കര ഒരു എന്താ സങ്കടം, കരച്ചിൽ, എന്തൊക്കെയോ ഒരു ഫീലിങ്സ് ആണ് സാർ. അത് ഓക്കെ, ശരിക്കും അങ്ങ് ഉൾക്കൊണ്ട് നമ്മളിങ്ങനെ ഞാനൊരു ലൈഫ് കോച്ചിന്റേതായിരുന്നു കണ്ടത്. അപ്പൊ കുറെ സ്റ്റുഡൻസ് അതില് ഒത്തിരി കാര്യങ്ങൾ ഇങ്ങനെ കിട്ടുന്നതായിട്ട്, അങ്ങനെ ഭയങ്കര ഒരു സന്തോഷം, ഒരു ഫീലിങ്സ്, അത് പറയാൻ പറ്റാത്ത ഒരു ഫീലിങ്സ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. താങ്ക് യു സോ മച്ച് സാർ. ലവ് യു. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഫസ്റ്റ് ടൈമാണ് ഞാൻ മീറ്റിംഗിൽ കയറുന്നത്. ഒരുപാട് സന്തോഷമായി, ഭയങ്കര ഒരു എനർജി കിട്ടി, ഭയങ്കരമായിട്ട് എയിം ചെയ്യാൻ പറ്റി. താങ്ക് യു സോ മച്ച്. താങ്ക് യു യൂണിവേഴ്സ്. ലവ് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു. ഇത് നമ്മളെ എലമെന്റ് മാസ്റ്ററി കൊടുക്കുന്ന ഓരോ ടൈപ്പ് മെഡിറ്റേഷനിൽ ഒന്നാണ് ഈ ഒരു ഫീലിംഗ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഇപ്പം യാമിന് പങ്കെടുക്കുന്നത് ഇതിൽ കുറേ പേര് പങ്കെടുത്തിട്ടുണ്ട്. അങ്ങനത്തെ ഒരു സന്തോഷം. ഓക്കെ, ഇനിയുള്ള അടുത്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്കിനി എന്തെങ്കിലും മുന്നേ പറഞ്ഞ പോലെ തന്നെ കഴിഞ്ഞ പറഞ്ഞല്ലോ, നീ ആർക്കെങ്കിലും സക്സസ് സ്റ്റോറീസ്, നിങ്ങളുടെ ലൈഫിലുള്ള എന്തെങ്കിലും ചേഞ്ചസ്, എന്തെങ്കിലും മാറ്റങ്ങൾ നമ്മൾ ലോ ഓഫ് അട്രാക്ഷനിലൂടെ അല്ലെങ്കിൽ നിങ്ങൾ ലോ ഓഫ് അട്രാക്ഷനിൽ നേടിയ കാര്യങ്ങൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. സാറേ ഒരു കാര്യം പറയാം. നമ്മൾ ആ ഒരു ഇങ്ങനെയുള്ള സിമ്പിൾ എഴുതിയിട്ട് പേപ്പറിൽ വെച്ചിട്ടുണ്ടായിരുന്നില്ലേ പെർ ഡേ. അപ്പൊ ഞാനത് ഒരു ദിവസം രാവിലെ എണീറ്റിട്ട് നമ്മൾ ജോലിക്ക് പോകുന്നതിന് മുമ്പ് അതെടുത്ത് നോക്കിയിട്ട് താങ്ക് യു എന്നൊക്കെ പറഞ്ഞു പോയപ്പോ ഞാൻ വിചാരിച്ച കാര്യം ഞാൻ പോലും പ്രതീക്ഷിക്കാതെ എന്നിലേക്ക് വന്നു. അതെനിക്ക് ഭയങ്കര സന്തോഷമായി. പക്ഷെ ഞാൻ അന്ന് ആ ഒരു ദിവസമേ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ സാർ. ഞാൻ പറഞ്ഞു ഞാനൊരു ഫീൽഡ് വർക്ക് ചെയ്യുന്ന ആളാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. അപ്പൊ നമ്മൾ ആഴ്ചയിലാണ് നമുക്ക് അച്ചീവ് ചെയ്യേണ്ടത്. അപ്പൊ അത് വർക്കേ ഇല്ലായിരുന്നു. നമ്മൾ അഗ്രികൾച്ചറിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ വർക്ക് ഇല്ലല്ലോ ഈശ്വര, ഇന്ന് പോകുന്നതിൽ എനിക്ക് വിജയം കിട്ടണേ, എനിക്ക് ആ വർക്ക് സപ്ലൈ ചെയ്യാനുള്ള വർക്ക് കിട്ടണേ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇതെടുത്ത് ഇങ്ങനെ നോക്കിയിട്ട് നന്ദിയൊക്കെ പറഞ്ഞിട്ട് പോയത്. പക്ഷെ എനിക്ക് പ്രതീക്ഷിക്കാണ്ട് 50 തൈ ഓർഡർ കിട്ടി. 50 തൈ തെങ്ങിൻ തൈയാണേ. 50 തൈ എനിക്ക് ഓർഡർ കിട്ടി. ഞാൻ അന്ന് ലീവായിരുന്നു. ലീവ് എടുത്തിട്ട് ഒരു മരിച്ചതിന്റെ ചടങ്ങിന് പോവായിരുന്നു. അപ്പൊ ബസ്സിലിരിക്കുമ്പോഴാണ് നേരത്തെ ചെയ്ത അവിടെ നിന്ന് ഒരാൾ വിളിച്ചിട്ട് ഒരു 50 തൈ തെങ്ങിൻ തൈ കൊണ്ട് ഒരു കുട്ടി എന്ന് പറഞ്ഞത്. ഭയങ്കര സന്തോഷമായി സാർ, ഭയങ്കര സന്തോഷമായി. കാരണം ബുധനാഴ്ചയാണ് എനിക്ക് സപ്ലൈ ഡേറ്റ് വന്നത്. അന്ന് വന്നിട്ട് എനിക്ക് ചൊവ്വാഴ്ചയാണ് ഞാൻ ലീവും ആണ്. അന്ന് ദിവസം പോയുമില്ല. ഈ 5 ദിവസം ചെയ്തിട്ട് എനിക്ക് വർക്കും ഉണ്ടായിരുന്നില്ല. അപ്പൊ 6ാമത്തെ ദിവസം സപ്ലൈ ദിവസം, 5ാമത്തെ ദിവസം ലീവും ആയപ്പോ ഇങ്ങനെ പോകുമ്പോഴാണ് രാവിലെ, അന്ന് ഞാൻ ഇറങ്ങുമ്പോ കുറച്ച് ലേറ്റ് ആയിട്ടാണല്ലോ ഇറങ്ങാം. അപ്പൊ ഞാൻ ഇന്ന് പേഴ്സ് എടുത്തപ്പോ ആ സിമ്പലും പെർ ഡേ എത്ര രൂപ എന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അത് നോക്കി അതിന് താങ്ക് യു പറഞ്ഞു, നന്നായി. എന്നിട്ട് പേഴ്സിനകത്ത് വെച്ചിട്ട് പോയി. പക്ഷെ ഞാൻ പോലും പ്രതീക്ഷിക്കാതെ ഒരു മിറാക്കിൾ എനിക്ക് അതിൽ സംഭവിച്ചു സാർ. അതിലെനിക്ക് ഭയങ്കര സന്തോഷം. എനിക്കത് സാറിനോട് പറയാതിരിക്കാൻ പറ്റുന്നില്ല. ഭയങ്കര സന്തോഷം. താങ്ക് യു സാർ. അതേപോലെ തന്നെ ഈ ടെക്നിക്ക് വരച്ചതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യാം, 11 ദിവസം നിങ്ങൾ ഇതേപോലെ തന്നെ ടച്ച് ചെയ്തുകൊണ്ട് ആ ഒരു ആഗ്രഹം വെച്ചിട്ട് ഇതേപോലെ തന്നെ കണ്ണടക്ക ഫീൽ ചെയ്യുക, ടച്ച് ചെയ്യുക, എന്നിട്ട് വീണ്ടും ഇതേപോലെ ടച്ച് ചെയ്യും കേട്ടോ. ഇതാണ് ചെയ്യേണ്ടത്. ഓക്കെ, സന്തോഷം ശ്രീദേവി. ഓക്കെ, നീ വേറെ ലൈഫിലാണ് ചേഞ്ചസ് ഉണ്ടായത് എന്ന് ജസ്റ്റ് ഷെയർ ചെയ്യാം നിങ്ങൾക്ക്, നിങ്ങളുടെ ലൈഫിലെ ചേഞ്ചസ് ചെറുതാവട്ടെ ഞാൻ ലാസ്റ്റ് ക്ലാസ് അറ്റൻഡ് ചെയ്തിരുന്നു ദുബായ്. ഞാൻ ഐ എം കറന്റ്ലി സർവിംഗ് നോട്ടീസ് പീരിയഡ്, ഇപ്പൊ ജോബ് സെർച്ചിലാണ് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പം പുള്ളിക്കാരി പറഞ്ഞപ്പോഴാണ് ഐ വാസ് റിമൈൻഡഡ് എന്താണ് ഇൻഫിനിറ്റി. അപ്പൊ അത് ചെയ്തു വെച്ചിരുന്നത് ഇപ്പോഴാണ് ഞാൻ ഓർത്തത്. സോ ആസ് പെർ ദ നോട്ടീസ്, നമുക്ക് ആ നോട്ടീസ് ഓഫ് റിഡൻഡൻസിയിൽ അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്ന യു വിൽ നോട്ട് ഗെറ്റ് ദ സാലറി ഫോർ ദിസ് മന്ത്, അടുത്ത എല്ലാ എൻഡ് ഓഫ് സർവീസ് കിട്ടുമ്പോൾ അതിന്റെ കൂടെ തരും എന്നാണ് പറഞ്ഞിരുന്നത്. സോ ആസ് പെർ ദാറ്റ് ഞാൻ വിചാരിച്ചിരുന്നത് ദാറ്റ് ഈ മാസം അപ്പോൾ എനിക്ക് സാലറി കിട്ടില്ലല്ലോ, സോ ഐ ഹാവ് ടു മേക്ക് ദ അഡ്ജസ്റ്റ്മെന്റ്സ് എന്നാണ് വിചാരിച്ചിരുന്നത്.
പക്ഷെ എനിക്ക് എന്റെ സാലറി ഡേറ്റിൽ സാലറി കിട്ടി. ആൻഡ് ദാറ്റ് ആ എമൗണ്ട് തന്നെയാണ് ഞാൻ അതിൽ എഴുതിയിട്ടിരുന്നത്. എന്റെ സാലറി എമൗണ്ട് ആയിരുന്നു ഞാൻ ആ പേപ്പറിൽ എഴുതിയിരുന്നത്. സോ കിട്ടി. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാനൊരു ജോബിന്റെ നിയർ ടു ഓഫർ ലെറ്റർ എത്തി. പക്ഷെ സഡൻലി അവര് ഹയറിംഗ് പോസ് ചെയ്തു എന്നുള്ള മെസ്സേജ് കിട്ടി. അപ്പൊ അവിടെ ഞാൻ സ്റ്റക്കായി നിൽക്കുകയാണ്. എന്തായാലും നമുക്ക് റെഡിയാക്കാം. ഇൻ എ വീക്സ് ടൈം എനിക്കത് കിട്ടിയാൽ ഐ വിൽ ബി ജസ്റ്റ് ക്ലൗഡ് 9 ആയിരിക്കും. എന്തായാലും കിട്ടട്ടെ. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ ഷെയറിംഗ്. ഓക്കെ, നീ വേറെ ഏതെങ്കിലും സക്സസ് സ്റ്റോറീസിന് ഷെയർ ചെയ്യാം. സാർ എനിക്കൊരു ഡൗട്ട് ചോദിക്കാനുണ്ട്. ഡൗട്ട് ചോദിച്ചോ. നമ്മള് 33x3 ടെക്നിക്ക് എഴുതിയിട്ട് ഞാൻ ബുക്കിലാണ് എഴുതി വെക്കുന്നത്. അത് ആ 3 ദിവസം കഴിഞ്ഞ് കത്തിക്കണോ? ഞാൻ അങ്ങനെ ചെയ്യണോ? അത് അങ്ങനെ തന്നെ വെച്ചാൽ മതിയോ? കത്തിക്കണം. ഈ നാലാമത്തെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അത് ചില 55-5-77 അതെല്ലാം എഴുതി കത്തിക്കണം എന്ന് പറയുന്നത് അത് ശരിക്കും യൂണിവേഴ്സിലേക്ക് നമ്മൾ കൊടുക്കുന്നതാണ്. ഇപ്പൊ യാഗങ്ങളും ഹോമങ്ങളും എന്തിനാണ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പഞ്ചഭൂതങ്ങളിൽ ലയിപ്പിക്കുന്നത് എന്നുള്ള സങ്കല്പം വെച്ചിട്ടാണ് കൊടുക്കുന്നത്. അന്നേരം നമ്മൾ ഈ കാര്യങ്ങൾ കാണുന്ന സമയത്ത് ഈവൻ അത് ലൈക്ക് ലെറ്റ് ഇറ്റ് ഗോ ആണ്. ലെറ്റ് ഇറ്റ് ഗോ മീൻസ് ലെറ്റ് ഇറ്റ് ഗോഡ് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അത് കത്തിക്കണം എന്ന് പറയാൻ കാരണം. അപ്പൊ ഇന്ന് 3-ാമത്തെ ദിവസം എഴുതി കഴിഞ്ഞാൽ അന്നത്തെ ദിവസം തന്നെയാണോ കത്തിക്കുന്നത്? അന്നത്തെ ദിവസം തന്നെ കത്തിക്കുക. അത് കത്തിക്കുന്ന സമയത്ത് അത് ഡ്രീംസ് അല്ല കത്തിക്കുന്നത്, അത് നിങ്ങൾ യൂണിവേഴ്സിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്താൽ മതി. ഓക്കെ സാർ, താങ്ക് യു. പിന്നെ സാർ എനിക്കൊരു കിട്ടി. ഇത് ഞാനൊരു 6-7 വർഷമായിട്ട് അടയ്ക്കണം. ഇന്നേ വരെ എനിക്ക് വീണിട്ടേ ഇല്ല. ഞാൻ എന്താ ചെയ്യേണ്ടത്? അത് ഡിവൈൻ മണി നൗ എന്നുള്ള ഒരു സ്വിച്ച് വേർഡ് ഉപയോഗിച്ചാൽ മതി. അതല്ലേ, അത് എത്ര പ്രാവശ്യം ഉപയോഗിക്കണം സാർ? 21 ടൈംസ്, മിനിമം 21 ടൈംസ് ഉപയോഗിച്ചോ. എഴുതണോ സാർ, പറയണോ? അത് എഴുതുന്നത് നല്ലതാണ്. ഡിവൈൻ മണി നൗ എന്നുള്ള അത് 21 ദിവസം എഴുതണം അല്ലേ? എന്നിട്ട് കത്തിക്കണോ സാർ? അതെ, ഇങ്ങനെ അതെന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ 21 ടൈംസ് 21 ഡേയ്സ് എഴുതി വെച്ചിട്ട് കത്തിക്കുക. ഓക്കെ ഓക്കെ ഓക്കെ. അത് ഏത് ടൈമിലും എഴുതാൻ പറ്റുമല്ലോ അല്ലേ? ഏത് ടൈമില്ല, നിങ്ങൾ രാവിലെ ഒരു ടൈം വെച്ചിട്ട് എഴുതുക. രാവിലെ അല്ലെങ്കിൽ രാവിലെ തന്നെ അല്ലേ? അതെ അതെ. ഓക്കെ സാർ, ശരി, താങ്ക് യു സോ മച്ച്. നീ വേറെ ആർക്കെങ്കിലും ഇതേപോലെ സക്സസ് സ്റ്റോറി ഷെയർ ചെയ്യാം. നമസ്കാരം, എന്തൊക്കെയുണ്ട്? നല്ലത് തന്നെ. ഞാന് കഴിഞ്ഞ പ്രാവശ്യം സാറിന്റെ അടുത്ത് സാറ് ഒരു ദിവസം എത്ര നമുക്ക് അച്ചീവ് ചെയ്യണം എന്നുള്ളൊരു ടാർഗറ്റ് ഇട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മളെ മനസ്സിൽ പറയാൻ പറഞ്ഞു. അപ്പൊ ഞാനത് 2 ലക്ഷം എന്നാണ് ഞാൻ എഴുതിണ്ടായിരുന്നേ. എനിക്കത് ഒരു ദിവസം അല്ലെങ്കിൽ പോലും എനിക്കൊരു 10 ദിവസം കൊണ്ട് അത് 1:55 എത്തിച്ചു ഞാൻ. സന്തോഷം. ഇങ്ങനെ 7 ചക്ര ബ്രേസ്ലെറ്റ് ഇങ്ങനെയുണ്ട്. അത് ഇപ്പൊ നന്നായിട്ട് ശരീരത്തിന് നമുക്ക് മനസ്സിനും ശരീരത്തിനും നന്നായിട്ട് അത് ഹീൽ ചെയ്യാൻ നന്നായിട്ട് പറ്റുന്നുണ്ട് എനിക്കത്. മറ്റത് മൂലാധാര ചക്രം എന്നൊക്കെ നമുക്കത് എന്താന്ന് തന്നെ നമുക്കത് പറയാം. പക്ഷെ അതിപ്പോ അതിനെ കുറിച്ചിട്ട് നന്നായിട്ടുണ്ട് അറിഞ്ഞപ്പോ നമുക്കത് ശരീരത്തിൽ ഒന്നാകെ ഒരു വൈബ്രേഷൻ വരുന്നുണ്ട്. ഇതുവരെ അതുണ്ടായിരുന്നില്ല, അതങ്ങനെ വന്നു തുടങ്ങിയപ്പോ. എന്തായാലും സന്തോഷം. കുറെ ഓർഡേഴ്സ് ഇപ്പൊ ഓർഡേഴ്സിന് കൊടുക്കാൻ ഇങ്ങനെ കുറെ പേര് പേയ്മെന്റ് ചെയ്തിട്ടുണ്ട്. ഇനി പുതിയൊരു ബാച്ച് ഓർഡർ ചെയ്തിട്ടുണ്ട് 7 ചക്ര ബ്രേസ്ലെറ്റ്. ഞാനത് എത്തുന്ന സമയത്ത് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നതാണ്. 7 ചക്ര ഗ്രൂപ്പിൽ ഇട്ടുണ്ടാവുമല്ലോ. അന്ന് പെട്ടെന്ന് എന്താ ഓർഡർ ചെയ്തിരുന്നത്? അത് പിന്നെ അപ്പോഴേക്ക് ക്യാഷിന്റെ ഒരു ഡിലേ കാരണം. എന്തായാലും നീ തുടങ്ങുന്ന സമയത്ത് എന്തായാലും അറിയിക്കാം ഗ്രൂപ്പിൽ. സാർ ഇന്ന് ഞാൻ പേയ്മെന്റ് ചെയ്തിട്ടുണ്ട്, സ്ക്രീൻഷോട്ട് ഇട്ടിട്ടുണ്ട്. അത് കുറച്ചും കൂടി ഒരു 10 പ്രൊഡക്റ്റ് ആയിട്ട് ബാലൻസ് ഉണ്ട്. അത് ഓർഡേഴ്സ് ആയിട്ടുണ്ട്. എന്തായാലും ഈ ആഴ്ച സ്റ്റാഫ്, അത് മാനസിയാണ് അത് ഹാൻഡിൽ ചെയ്യുന്നത്. സ്റ്റാഫ് അവള് അയച്ചു തരും. നോക്കിയിട്ടില്ല സാർ, അത് നോക്കിയിട്ടില്ല. അത് ഇന്ന് സൺഡേ ആണല്ലോ. അതെ, അത് നോക്കിക്കോളൂ. ഓക്കെ, നീ വേറെ ചോദിച്ചോളൂ. സാർ, ഞാൻ സംസാരിക്കുന്നത് ട്രിവാൻഡ്രത്ത് നിന്നാണ്. പേര് ലക്ഷ്മി എന്നാണ്. സാർ ഇപ്പൊ പറഞ്ഞില്ലേ 33x3, അതൊന്ന് പറഞ്ഞുതരോ സാർ? ഞാൻ ഇന്ന് ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. അതായത് നമ്മളൊരു ആഗ്രഹം നമ്മൾ തിരഞ്ഞെടുക്കുക. അത് 33 തവണ. ഇപ്പൊ ഉദാഹരണത്തിന് നിങ്ങൾക്ക് 1 ലക്ഷം രൂപ വേണമെന്നാണ് ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ഇന്ന ജോലി വേണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അത് ലഭിച്ചതിന്, അതായത് ഉദാഹരണത്തിന് ഇന്ന ജോലി എനിക്ക് ലഭിച്ചതിന് പ്രപഞ്ചശക്തിക്ക് നന്ദി പറയുന്നു, അല്ലെങ്കിൽ ഞാൻ ക്രിസ്തുവിന് നന്ദി പറയുന്നു, അള്ളാഹുവിന് നന്ദി പറയുന്ന രീതിയിൽ വിത്ത് ഗ്രാറ്റിറ്റ്യൂഡോ കൂടെ
33 തവണ 3 ദിവസം, അതായത് ഇന്ന് 33 തവണ എഴുതി. അടുത്ത ദിവസം എന്ത് ചെയ്യുക, ഒരു A4 ഷീറ്റിൽ 33 തവണ എഴുതുക. മൂന്നാമത്തെ ദിവസം വീണ്ടും 33 തവണ എഴുതുക. എന്നിട്ട് മൂന്നാമത്തെ ദിവസം എന്ത് ചെയ്യുക, ആ 3 പേപ്പറുകളും കൂടിയിട്ട് കത്തിച്ച് കളയുക. അത് ഏത് സമയത്ത് കൃത്യമായ രീതിയിൽ എഴുതുന്നതല്ല കാര്യം, ഇതിൽ കൃത്യമായ രീതിയിൽ വിഷ്വലൈസേഷനും ഫീലിങ്ങിനാണ് പ്രാധാന്യം. ടൈം നമുക്ക് തിരഞ്ഞെടുക്കാം. അതിന് മോർണിംഗ് ഈവനിങ് ആണ് നല്ല ടൈം. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ടൈം തിരഞ്ഞെടുക്കാം. ഇല്ല, ഒറ്റ നേരം എഴുതിയാൽ മതി. ഇല്ല, അത് നിങ്ങൾ ഇതിപ്പം ബ്രഹ്മമുഹൂർത്തം എന്നെല്ലാം പറയാറുണ്ട്. പക്ഷെ അത് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് രാവിലെ കുറച്ച് നേരത്തെ എണീറ്റ് ചെയ്യാം. ഇല്ലെങ്കിൽ രാത്രി നിങ്ങൾ മനസ്സ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മനസ്സ് സ്വസ്ഥമാകുന്ന സമയത്താണ്. ഇപ്പൊ നിങ്ങൾ ജോലി തിരക്കിന്റെ ഇടയിൽ ചെയ്യരുത്, സന്തോഷത്തോടെ. അത് 33 തവണ ചെയ്യുന്ന സമയത്ത് ശപിച്ചുകൊണ്ട് ചെയ്താൽ പാടില്ല, അത് ആസ്വദിച്ചിട്ട്. അതാണ് 33. ബീന ബാബു, ഒരു കാര്യത്തിന് വേണ്ടി ഇങ്ങനെ ഡിഫറെന്റ് മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റുമോ? ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് തന്നെ എങ്ങനെയാണ്? ഇപ്പൊ സപ്പോസ് നമുക്കൊരു പൈസ വേണം, 1,00,000 രൂപ വേണം. അതിപ്പോ 33 അതും ചെയ്യാം, 11 മെഡിറ്റേഷൻ അതും ചെയ്യാം. അല്ലല്ല, അതിൽ ഒന്ന് മാത്രം ഉപയോഗിച്ചാൽ മതി. എല്ലാം കൂടി കൺഫ്യൂഷൻ ആക്കണ്ട. ഇപ്പൊ എഴുതുന്ന ടൈമിൽ 11 അങ്ങനെ കുറെ ടെക്നിക്, 7 പറഞ്ഞ ടെക്നിക്ക് ഉണ്ട്. ഇതെല്ലാം നമ്മളെ എനർജിയെ ബൂസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു വിശ്വാസം വർദ്ധിപ്പിക്കുന്ന കാര്യമാണ് എന്നുള്ളതാണ്. അതായത് നിങ്ങൾ ഇപ്പൊ 11 ചെയ്യാന്നെങ്കിൽ എഴുതുന്ന കാര്യത്തിൽ അത് മാത്രം ചെയ്താൽ മതി. ഇപ്പൊ 33x3 അത് മാത്രം ചെയ്താൽ മതി. ടെക്നിക്സ് 11 ഡേയ്സ് ആണോ? 11 ഡേയ്സ്. അതെ, 33 എന്ന് പറഞ്ഞ പോലെ തന്നെ 11 തവണ 11 ദിവസം എഴുതി വെക്കുന്നതാണ് 11 ടെക്നിക്ക് എന്ന് പറയുന്നത്. അത് ഏത് നേരം ഇപ്പം എനിക്ക് ഞാൻ ഫീൽ ചെയ്തൊരു കാര്യം എന്ന് വെച്ചാൽ 33x3 കൂടുതൽ എഫക്റ്റീവ്നെസ് 11x11 എന്ന് പറഞ്ഞത്. കാര്യം എന്താണ്, 33 തവണ എഴുതുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. നമ്മളത് ഒരു 5-6 തവണ അല്ലെങ്കിൽ 7 തവണ എഴുതി കഴിഞ്ഞാൽ നീ 33 തവണ എഴുതാണ്ടില്ല. പിന്നെ നമ്മളിങ്ങനെ എഴുതും അല്ലേ. നേരെ വെച്ച് 11 തവണയാണെങ്കിൽ സന്തോഷത്തോടെ നമ്മൾ ആസ്വദിച്ച് ചെയ്തു. 11 ദിവസം എഴുതണ്ടേ? അതെ, 11 ദിവസം എഴുതണം. അല്ലെ, ഈ കയ്യിൽ ചെയ്ത അത് 11 ഡേയ്സ് കയ്യിൽ തന്നെ എഴുതി ചെയ്യല്ല വേണ്ട? അതെ, ഇപ്പം ചെയ്ത കാര്യം എന്ന് വെച്ചാൽ ഇത് 11 ദിവസം ചെയ്യണം. ഇത് 11 ദിവസം നിങ്ങൾ ഓരോന്ന് ഫീൽ ചെയ്തുകൊണ്ട് സന്തോഷത്തോടെ നിങ്ങൾ ഈ മുദ്ര ഇതാണ്, ഇത് ഭൂമി മുദ്രയാണ്, പൃഥ്വി മുദ്ര എന്ന് പറയും. ഇത് ചെയ്യുന്ന സമയത്ത് ഭൂമി തത്വം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളെ റൂട്ട് ചക്രയായിട്ട് ബന്ധപ്പെട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത് ചെയ്യുന്ന സമയത്ത് പണം, എന്തെങ്കിലും ആവശ്യങ്ങൾ, നമ്മളെ ബേസിക്കലി മെറ്റീരിയലിസ്റ്റിക് ഡിസയേഴ്സിന് പറ്റുന്ന ഒരു മുദ്രയും കൂടിയിട്ടാണ് പൃഥ്വി മുദ്ര എന്ന് പറയുന്നത്. അത് ഒരു വിരലിൽ എഴുതിയാൽ മതിയില്ലേ? ഒരു വിരലിൽ എഴുതിയാൽ മതി. ടച്ച് ചെയ്യുന്ന സമയത്ത് 2 വിരലും ടച്ച് ചെയ്യാം. അത് ഉച്ചക്ക് പറ്റുമോ സാർ? ഉച്ചക്ക് ചെയ്യുന്നത് ശരിയാണോ? 2 മണി കഴിഞ്ഞ ശേഷം? രാവിലെ ടൈമില്ലേ? അല്ല, 33 തവണ ഏതും രാവിലെ രാത്രിയാണ് നല്ലത് അല്ലേ? ഏറ്റവും നല്ല ടൈം ഗോൾഡൻ ടൈം എന്ന് വെച്ചാൽ രാത്രി ഉറങ്ങുന്നതിന് മുൻപും രാവിലെ എഴുന്നേറ്റതിന് ശേഷമാണ്. അത് ടൈമിംഗ് നല്ല ടൈമിംഗ് 1/2 മണിക്കൂർ അങ്ങനെയാണോ? ഗോൾഡൻ ടൈം എന്ന് പറയും. അതായത് നമ്മളെ ബോധ മനസ്സുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ടൈമാണ്. പക്ഷെ അത് ചെയ്യാൻ പറ്റില്ലെങ്കിൽ അങ്ങനെ പറ്റുന്നില്ലെങ്കിൽ നിങ്ങളുടെ മനസ്സും സമാധാനമുള്ള സമയത്ത് നിങ്ങൾ ശ്വാസം ശ്രദ്ധിച്ചിട്ട് ആൽഫയെന്ന് ബീറ്റിലേക്ക് നമ്മൾ ഉറക്കത്തിലേക്ക് പോകുന്ന പോലെ കുറച്ച് സമയം എന്ത് ചെയ്യുക, ശ്വാസം ശ്രദ്ധിച്ചിരുന്നിട്ട് ചെയ്തുക. കാരണം ഇതില് കുറെ ലേഡീസ് എല്ലാവരും മോർണിംഗ് ബിസി, ഈവനിങ് ബിസി അല്ലേ, അതുകൊണ്ട് മെഡിറ്റേഷനും കാര്യങ്ങളൊക്കെ ഇല്ലേ, 3 മെഡിറ്റേഷൻ അതൊക്കെ ഉണ്ട്. അപ്പൊ ഉച്ചയ്ക്ക് ആവുമ്പോ കുറച്ചും കൂടെ ഫ്രീ ആയിട്ട് അങ്ങനെ ചെയ്യാലോ. ഡിവൈൻ കൗണ്ട് മണി നൗ എന്നല്ലേ പറഞ്ഞ ചിട്ടിയുടെ കിട്ടാനായിട്ട്? ഡിവൈൻ മണി നൗ അല്ലേ? മണി നൗ ഞാൻ എഴുതി വെക്കട്ടെ. നമസ്കാരം സാർ. നീ അതേ സക്സസ് സ്റ്റോറീസ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. കുറെ പേര് പറയാം. ഹായ്, നമസ്കാരം സാർ. നമസ്കാരം, എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. എന്റെ പേര് വാസന്തി. ഓർമ്മയുണ്ട്, ഞാൻ ആദ്യം സാറിന്റെ വാട്സപ്പ് ക്ലാസ്സിൽ പങ്കെടുത്തതാണ്. ലൈവായിട്ട് ആദ്യമാണ് ഇപ്പൊ വന്നുണ്ട്. ഞാൻ എന്ന് കാണുമ്പോഴും സമയം കഴിയാറുണ്ടായിരുന്നു. അപ്പൊ ഇന്നത്തെ മെഡിറ്റേഷൻ എനിക്കൊക്കെ വളരെ സന്തോഷമായി. പിന്നെ ഒരുപാട് നേട്ടങ്ങൾ എനിക്ക് ഉണ്ടായിരുന്നു. സാറിന്റെ ക്ലാസ് ഞാൻ ഒത്തിരി നാളായി കേട്ടു തുടങ്ങിയിട്ട്. അപ്പൊ ഒരുപാട് കാര്യങ്ങളുണ്ട്, ചെറുതായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്.
പിന്നെ ഇന്നിപ്പോ ഞാൻ എന്റെ ആഗ്രഹം പറഞ്ഞത് തീരുമാനിച്ചപ്പോ 25-ാം തീയതി നാളെ മറ്റന്നാൾ ഒരു ചിട്ടിയുടെ കാര്യമാണ്. അപ്പൊ അത് നമുക്ക് എഴുതാനായിട്ട് എങ്ങനെയാ ചെയ്യേണ്ടത്? ഇപ്പൊ അത് ഈ 11-11 എന്ന് പറഞ്ഞ ഇതിലൊന്ന് ചെയ്ത് നോക്കൂ. അല്ല സാർ, ഇതൊന്നും നാളെ 2 ദിവസമുള്ളൂ. 25-ാം തീയതി അല്ല, അത് നിങ്ങൾ എഴുതി വെക്കുന്ന വെച്ചാൽ എനിക്ക് ചിട്ടിയിൽ നിന്ന് ഇത്ര ലക്ഷം രൂപ ലഭിച്ചെന്ന്, അല്ലെ ഇത്ര 1000 രൂപ ലഭിച്ചെന്ന്, നന്ദി എന്ന രീതിയിൽ നിങ്ങൾക്ക് എഴുതി വെക്കാം. കൂടുതൽ നല്ലത് ഇപ്പൊ നമ്മൾ ചെയ്യുന്ന ഇതില്ലേ, അത് ഫീൽ ചെയ്തുകൊണ്ട് ആ ലോട്ടറി അടിക്കുന്നത് സങ്കല്പിച്ചുകൊണ്ട് ഇതൊന്ന് ടച്ച് ചെയ്യും. ശരി. പിന്നെ എന്തൊക്കെയാണ് ആഗ്രഹങ്ങൾ നടന്നത്? ആഗ്രഹങ്ങൾ മോന് അന്ന് കാനഡയ്ക്ക് പറഞ്ഞയക്കാൻ അതിന് ആദ്യമായിട്ട് സാറിന്റെ അടുത്ത് ഞാൻ എനിക്ക് കുറെ ഒരു ഇത് പറ്റിയിട്ടുണ്ടായിരുന്നല്ലോ. പണ്ട് മറ്റൊരാൾക്ക് കൊടുത്തിട്ട് ഞാനൊരു ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സാറിന് വോയിസ് മെസ്സേജ് ഒക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനൊക്കെ ആയിരുന്നു. പക്ഷെ അതൊന്നും ഇതുവരെ ആയില്ല. പക്ഷെ അതിന് മേലെ ഒരുപാട് കാര്യങ്ങൾ മോനെ കാനഡയ്ക്ക് സ്റ്റഡി ഹയർ സ്റ്റഡീസിന് വിടാനായിട്ട് സാധിച്ചു. ഇപ്പൊ അവൻ അവിടെ സ്റ്റഡി കഴിഞ്ഞ് ഇപ്പൊ ജോലിക്ക് കയറിയിട്ടുണ്ട്. അതിൽ ഇനിയിപ്പോ ഒത്തിരി ഇതെന്ന് പറഞ്ഞാൽ പഠിച്ച ജോലി മെക്കാനിക്കൽ എഞ്ചിനീയർ ആയിരുന്നു. അവിടെ ചെന്ന് QA ചെയ്തു. അത് കഴിഞ്ഞു. പക്ഷെ പഠിച്ച ജോലി കിട്ടിയിട്ടില്ല, അത്രേ ഉള്ളൂ. പക്ഷെ വർക്ക് ചെയ്യുന്നുണ്ട്, സാലറി ഒക്കെ വരുന്നുണ്ട്. ഇനിയിപ്പോ അവന്റെ ബാധ്യതകൾ കുറച്ചും കൂടി തീരാനുണ്ട്. അപ്പൊ അതിനാണ് KSFB ഒരു ചിട്ടി ചേർന്നിട്ടുണ്ട്. അപ്പൊ അത് ഇനിയിപ്പോ ഒരു 13 മാസം ആയിട്ടുണ്ട്. അപ്പൊ അത് വിളിച്ച് വേഗം അത് തീർക്കാന്ന് പറഞ്ഞു. അപ്പൊ അതിനുള്ള ഒരു ഇതിലാണ് ഇപ്പൊ ഇരിക്കുന്നത്. പിന്നെ അവന് ഒരു പഠിച്ച് ഒരു എഞ്ചിനീയറിന്റെ ക്വാളിറ്റി എഞ്ചിനീയറിന്റെ ഒരു പോസ്റ്റിൽ ജോലി കിട്ടണം, PR-ന് എന്നുള്ള ആഗ്രഹങ്ങളൊക്കെ ഞാനത് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് എത്രയും വേഗം സാധിക്കുന്നുള്ള നല്ല സന്തോഷത്തിലാണ്. അപ്പൊ സാറിന്റെ ഓരോ ക്ലാസ്സും എല്ലാ അതുകളും എന്റെ കയ്യിലുണ്ട്. ഞാൻ എല്ലാം ഫോളോ ചെയ്യുന്നുണ്ട്. പിന്നെ കൺസിസ്റ്റന്റ് ആയിട്ട് എനിക്ക് ചിലത് ചെയ്യാൻ പറ്റണില്ല. അതിന്റെ ഒരു ഡിഫക്റ്റ് എനിക്ക് വരുന്നുണ്ട്. പക്ഷെ ഇതെനിക്ക് ഇന്നിപ്പോ ഞാൻ ഇതായിട്ട് വളരെ വർക്കൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും പെട്ടെന്ന് നോക്കിയപ്പോഴാണ് ക്ലാസ് 8:15 എന്നാലും കയറി നോക്കിയതാ പറ്റി. അപ്പൊ സാധിച്ചു. വളരെ സന്തോഷം. വളരെ സന്തോഷം. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ, ഇനി നമ്മുടെ അലൈൻമെന്റ് മാസ്റ്ററി, അത് ഇപ്പം നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ക്ലാസ്സാണ് അലൈൻമെന്റ് മാസ്റ്ററി എന്ന് പറഞ്ഞാൽ. അത് ബേസിക്കലി ഇപ്പോൾ നമ്മൾ നൽകുന്ന ഡെയിലി രാവിലെ മോർണിംഗ് ഈവനിങ് ആയിട്ടുള്ള ബാച്ച് ഉണ്ട്. അതിൽ ഇന്ന ചൈൽഡ് ഹീലിംഗ്, ഓരോ ടൈപ്പ് മെഡിറ്റേഷൻസും ഓരോ ടോപ്പിക്കിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക. നിങ്ങൾക്ക് ഇതേപോലെ കുറേ ആഗ്രഹങ്ങളുണ്ട്, അതെങ്ങനെ ചെയ്യണം, കുറേ ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ അലൈൻമെന്റ് മാസ്റ്ററിയിൽ ലൈവാണ്. ലൈവായിട്ട് ഇതല്ല പ്രസൻറ്റേഷൻ, നമ്മൾ നേരത്തെ കാണിച്ച പോലെ തന്നെ ഓരോ പ്രസൻറ്റേഷനും 2 ടൈപ്പ് മെഡിറ്റേഷൻസ് നമ്മൾ കൊടുക്കും. അങ്ങനെ ഒരു ക്ലാസ്സാണ്. അത് തുടങ്ങുന്ന സമയത്ത് അറിയിക്കാം. അത് അടുത്ത മാസം 11-ാം തീയതി സാറേ. 11-ാം തീയതി. ഇപ്പോൾ ഇതിൽ യാമിനി പങ്കെടുക്കുന്നുണ്ട്. വേറെ ആരൊക്കെയാണ്? ബിന്ദു, പിന്നെ ആരാ ഇതിൽ വേറെ ആരെങ്കിലും ഉണ്ടോന്ന് അറിയില്ല. സിബിമോൾ പങ്കെടുക്കുന്നുണ്ട്. തുടങ്ങാം. LC എന്നാ ക്യാഷ് അടക്കണിച്ച പറയണ്ടേ? അത് പറയാം. താങ്ക് യു സോ മച്ച്. ഓക്കെ, ഇനി വേറെ എന്തെങ്കിലും? ഡിസംബർ 11. എന്താണ്? അല്ല, അത് ഡിസംബർ 11-നാണോ തുടങ്ങുന്നത്? ഡിസംബർ എല്ലാ മാസം 11 സ്റ്റാർട്ട് ചെയ്യും. അതിൽ ഇത്തവണത്തെ ബാച്ചിൽ നമ്മൾ കഴിഞ്ഞ തവണത്തെ ബാച്ചിൽ നമ്മൾ ചക്രാസിനെ കുറിച്ചാണ്. ഇത്തവണ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് പണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. പണമായിട്ട് റിലേഷൻഷിപ്പ് എങ്ങനെ ഹീൽ ചെയ്യാം, എങ്ങനെ മണി ബ്ലോക്ക് വരുന്നു, എങ്ങനെ മാനിഫെസ്റ്റ് ചെയ്യാനുള്ള ഡിഫറെൻ്റ് ആയിട്ട് ടോപ്പിക്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇപ്പോൾ ഉള്ള ബാച്ചിൽ. അടുത്ത ക്ലാസ്സിൽ എന്ന് വെച്ചാൽ വേറെ റിലേഷൻഷിപ്പ് ആയിരിക്കും ഉണ്ടാകുക. റിലേഷൻഷിപ്പ് എങ്ങനെ കൂടുതൽ സ്ട്രോങ് ആക്കാം എന്നുള്ള വ്യത്യസ്തമായ ടോപ്പിക്കാണ് എടുക്കാൻ പോകുന്നത്. ഓക്കെ, ഇനി ഇതേപോലെ വേറെ സ്റ്റോറീസോ കാര്യങ്ങളോ തുടങ്ങുന്ന സമയത്ത് അറിയിക്കാം. സന്തോഷമുള്ള ഒരു കാര്യമുണ്ട്. സക്സസ് എന്ന് തന്നെ പറയാം. ഹോപ്പിനൊപ്പം ചെയ്തിട്ടാ എനിക്ക്. അതായത് കുറച്ച് നാൾ അതിന്റെ ആകെ ഒരു സുഖമില്ലാത്ത പോലെ അങ്ങനെയായിരുന്നു. അപ്പൊ ഞാൻ നമ്മുടെ ബ്രേസ്ലെറ്റിന്റെ മെഡിറ്റേഷൻ അന്നൊരു ദിവസം എനിക്ക് ഒട്ടും ഒരു സുഖമില്ലാത്ത പോലെ. അപ്പൊ ഞാൻ ബ്രേസ്ലെറ്റിന്റെ മെഡിറ്റേഷൻ ചെയ്തു. അത് കഴിഞ്ഞിട്ട് സാറിന്റെ ഗ്രൂപ്പിൽ, നമ്മുടെ മാനിഫെസ്റ്റേഷൻ ഫ്രീ ഗ്രൂപ്പിൽ വന്നിട്ടുള്ള ഹോപ്പിനൊപ്പം കേട്ടു. പക്ഷെ അത് നല്ല റിലീഫായിരുന്നു കേട്ടോ. നല്ലൊരു മൈൻഡിനൊക്കെ നല്ലൊരു സുഖം തോന്നിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് ഭയങ്കരമായിട്ട് ഡൗൺ എന്നും എനിക്ക് അങ്ങനെ ചെയ്യാനായിട്ട് പറ്റാറില്ല. അപ്പൊ അങ്ങനെ ഭയങ്കര ഡൗൺ ആയിരിക്കുന്ന സമയത്ത് ഒന്നും വെച്ചില്ലെങ്കിൽ ബ്രേസ്ലെറ്റിന്റെ ഒരു മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു എനർജി വരുന്ന തോന്നാറുണ്ട്. അന്നങ്ങനെ അതും ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഹോപ്പിനൊപ്പം ചെയ്തു. അത് കഴിഞ്ഞാൽ വൈകുന്നേരമായപ്പോ ഞാൻ ഇങ്ങനെ ഇൻഷുറൻസിന്റെ ചെയ്യുന്നില്ല. അപ്പൊ ഒരു ചേട്ടൻ കുറെ മാസങ്ങളായിട്ട്
അതില് ആ ചേട്ടന്റെ അടുത്ത് നമസ്കാരം സാർ. അപ്പൊ ആ ചേട്ടനിന്റെ അടുത്ത് കുറെ നാളായി ചേരാം ഒരു പോളിസി എടുക്കാന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ എല്ലാ തവണ വിളിക്കുമ്പോ നീ വിളിച്ച് ശല്യം ചെയ്യണ്ട, ഞാൻ നിന്നെ വിളിക്കാതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ ഇടയ്ക്ക് അന്ന് ഈ ഹോപ്പ് ചെയ്ത് അന്ന് വൈകുന്നേരം ആ ചേട്ടൻ ഞാൻ ചോദിക്കാണ്ട് എനിക്ക് മെസ്സേജ് അയച്ചു, നമുക്ക് നാളെ തന്നെ ചേരാം, ഞാൻ നാളെ തന്നെ നിനക്ക് പൈസ ഇടാന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് ആ ചേട്ടൻ തന്നെ എനിക്ക് 2 ദിവസത്തിനുള്ളിൽ ക്യാഷ് ഒക്കെ റെഡിയാക്കി അതെനിക്ക് ആ പോളിസി ആക്കാനായിട്ട് വെച്ച്. അപ്പൊ എനിക്ക് ഹോപ്പനൊപ്പം സാറിന്റെ എനിക്ക് ഭയങ്കര ഉപകാരമായി തോന്നി. ഞാൻ ഈ ഹോപ്പനൊപ്പം പണ്ട് സാറിന് ഇങ്ങനെ അതായത് ആ ഓഡിയോ ഞാൻ ആദ്യമായിട്ട് കേൾക്കണേ. മുന്നേ ഞാൻ വേറൊരു ഫ്രീ ക്ലാസ്സിന്റെ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ അതെനിക്ക് അത്ര ഫീല് വന്നിട്ടുണ്ടായിരുന്നില്ല. സാറിന്റെ വോയിസ് ഭയങ്കരമായിട്ട് ഫീലായി. അതായത് നമുക്ക് എന്താ പറയാ, ശരിക്കും എനിക്കത് എന്റെ അടുത്ത് തന്നെ എന്നോട് തന്നെ എനിക്ക് ഹീൽ ചെയ്യുന്ന രീതിയിൽ എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റി. താങ്ക് യു സർ. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഇദ്ദേഹം നമ്മളെ അലൈൻമെന്റ് ബാഷിൽ പങ്കെടുക്കുന്ന ഒരു വ്യക്തിയാണ്. താങ്ക് യു സോ മച്ച്. ഇപ്പൊ തരുന്ന മെഡിറ്റേഷൻ ഇല്ലേ സർ, ഇപ്പൊ ഈ ഹോപ്പനോപ്പണോ മെഡിറ്റേഷൻ അത് ഈ അഡ്വാൻസ്ഡ് ഹോപ്പനോപ്പണോ ആണോ? അഡ്വാൻസ്ഡ് ഹോപ്പനോപ്പനല്ല, ഹോപ്പനോപ്പനാണ് മെഡിറ്റേഷൻ. അഡ്വാൻസ് വേറെയാണ്. അഡ്വാൻസിൽ കൂടുതൽ എക്സ്പ്ലനേഷൻ വരും. ഇപ്പൊ ഐ ആം സോറി, അതായത് ഞാൻ നിന്നോട് ക്ഷമ ചോദിക്കുന്നു, കാരണം ഞാൻ മോശപ്പെട്ട കാര്യങ്ങൾ ചെയ്തിരുന്നു, അതിനോട് ഞാൻ ക്ഷമ ചോദിക്കുന്നു. അത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യമാണ് അഡ്വാൻസ്ഡ് ഹോപ്പനോപ്പനോയിൽ വരിക. ഇത് സിമ്പിൾ ഹോപ്പനോപ്പനാണ്. സാറേ, ഓപ്പനൊക്കെ ഒരു സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് മനസ്സിന് ഇഷ്ടപ്പെടുന്ന അത്രയും വരെ പറയാന്ന്. ഇത് ഒരു 108 പ്രാവശ്യമാണ് ഇപ്പോ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് നമുക്ക് മനസ്സിന് ഒരു ഇറിറ്റേഷൻ വരരുത്, അങ്ങനെയാണ് സാർ പറഞ്ഞിരുന്നത്. അപ്പൊ നമുക്ക് കുറച്ചൊക്കെ ആവുമ്പോഴേക്കും ഒരുപാടായിട്ട് വരുമ്പോ നമ്മൾ എന്ത് ചെയ്യണം? അത് ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ അത് എന്തുകൊണ്ട് 108 തവണ കൊടുത്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് എല്ലാ വീഡിയോസിലും 108 കാണുന്നുണ്ട്. ഇപ്പം ചില ആൾക്കാർ അത് ആസ്വദിച്ച് ചെയ്യാൻ പറ്റുന്നെങ്കിൽ അത് 108 തവണ നിങ്ങൾ കേൾക്കുക, ഇല്ലെങ്കിൽ ഒരു 11 തവണ, അല്ലെങ്കിൽ മനസ്സിന് ഒരു ഹാപ്പി മൊമെന്റിലേക്ക് കൊണ്ടുവന്നു അത് സ്റ്റോപ്പ് ചെയ്യാം. ആ സ്റ്റോപ്പ് ചെയ്ത് ആ ഒരു ഹാപ്പിനെസ് അത്ര മതി. ഞാൻ വീണ്ടും പറയാണ്, ഓരോ ടെക്നിക്കുകളും ഇപ്പൊ ഞാൻ ഇതിൽ പറയുന്ന കുറെ ടെക്നിക്കുകൾ പറയുന്നുണ്ട്, അതെല്ലാം തന്നെ നിങ്ങളെ ഫീലിങ്ങിന് വേണ്ടിയിട്ടുള്ളതാണ്. നിങ്ങളെ ലൈഫിന് ഇപ്പം ഇന്ന ചൈൽഡ് നിങ്ങളെ കുട്ടിക്കാലത്ത്, ഞാൻ എന്തുകൊണ്ടാണ് ഇപ്പൊ അലൈൻമെന്റ് മാസ്റ്ററി എന്ന് പറഞ്ഞ പ്രോഗ്രാമിനെ അത് മാത്രം കണ്ടക്ട് ചെയ്യുന്നത്, ഞാൻ ഇന്ന് ഓഡിയോ ക്ലിപ്പ് അയച്ചെന്ന് തോന്നുന്നു. ഡ്രീം ജോബ് മാസ്റ്ററി ഇപ്പം ലാസ്റ്റ് ബാച്ച് ഇതാണ്. ഇനി 6 മാസം കഴിഞ്ഞാലാണ് ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. കാരണം ഞാനത് തിരിച്ചറിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കുട്ടിക്കാലത്ത് കുറേ വൂൺസും കാര്യങ്ങളും, അതായത് കുട്ടിക്കാലത്ത് ഇൻസൾട്ട് ചെയ്യപ്പെടുക, സെക്സ്വൽ അബ്യൂസ് ചെയ്യപ്പെടുക. ഇപ്പോൾ അലൈൻമെന്റ് മാസ്റ്ററി കൊടുക്കുന്ന ഒരു 3-4 സ്ത്രീകൾ വളരെ വലിയ രീതിയിൽ സെക്സ്വൽ അബ്യൂസ് ചെയ്തിട്ടുണ്ട്. അവരെന്ത് ചെയ്യാണ്, കുറേ മോട്ടിവേഷൻ ക്ലാസ്സിൽ പോയിട്ട് കുറേ പങ്കെടുത്തു, ചേഞ്ചസ് ചെയ്തില്ല. അന്നേരം അവരെ ഉള്ളിൽ എന്താണ്, ആ കുട്ടിക്കാലത്തെ കുറച്ച് ആലോചിക്കുന്ന സമയത്ത് എല്ലാം ദേഷ്യവും കാര്യങ്ങളെല്ലാം വെച്ചിട്ട് അവർ ചേഞ്ചസ് വരാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ്. പക്ഷേ അത് ഹീൽ ചെയ്ത് വരുന്ന സമയത്ത് അവരുടെ ലൈഫിൽ അവരെ ഭർത്താവായിട്ടില്ല, അതായത് കുട്ടിക്കാലത്ത് ചിലപ്പം അവരെ അത്രയും പ്രൊട്ടക്ട് ചെയ്യേണ്ട വ്യക്തിയിൽ നിന്ന് വരെ മോശപ്പെട്ട അനുഭവം ലഭിച്ചിട്ടുണ്ടാവും. അന്നേരം അതിനെല്ലാം ഹീൽ ചെയ്ത് വരുന്ന സമയത്ത് അവരെ മക്കളുമായിട്ട് റിലേഷൻഷിപ്പ് റെഡി ആയിട്ടുണ്ട്, അവരെ പങ്കാളിയായിട്ട് ഇവൻ മണി ബ്ലോക്ക് വരെ മാറിയിട്ടുണ്ട്. കാരണം അവർക്ക് അവരെ തിരിച്ചറിയാൻ സാധിക്കുന്നു, അവരെ ഉൾക്കൊള്ളാൻ സാധിക്കുന്നു. ഇപ്പം നിങ്ങൾ കുട്ടിക്കാലത്ത് പലരും ഇൻസൾട്ട് ചെയ്തെന്ന് കരുതുക, നിന്നെ എന്തിനു കൊള്ളും, മക്കളോട് പറയാറില്ലേ കമ്പാരിസൺ. നിങ്ങൾ കഴിയുന്നത് എന്ത് ചെയ്യുക, മക്കളോട് കമ്പാരിസൺ ചെയ്യാതിരിക്കുക, എപ്പോഴും അഭിനന്ദിക്കുക, മക്കളെ നല്ല ഗുണങ്ങൾ കണ്ടിട്ട് അഭിനന്ദിക്കുക. അന്നേരം ആ മക്കൾ ഒരിക്കലും ഇട്ടുപോവില്ല. ഇപ്പം എൻ്റെ അച്ഛനെല്ലാം എപ്പോഴും കമ്പാരിസൺ ചെയ്യരുത്. കമ്പാരിസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഓരോരോ എൻ്റെ കൂട്ടുകാർ അവനെ കണ്ടുപിടിക്കുക, ഇവനെ കണ്ടുപിടിക്കുക, നിനക്ക് ഇത്രയും ഇല്ലേ, നിനക്ക് ഇത്ര ഇല്ല, അവൻ അതുപോലും ഇല്ല, എന്നിട്ട് അവൻ കഷ്ടപ്പെട്ട് പഠിക്കുന്നതെന്ന് പറയും. കാരണം നമ്മളെ ഈ കമ്പാരിസൺ കാര്യങ്ങൾ കൊണ്ട് നമുക്ക് നമ്മളെ തിരിച്ചറിയാൻ പറ്റില്ല. ഇപ്പം ഇന്ന ചൈൽഡ് ഹീൽ ചെയ്തതിന് ശേഷമാണ് ഈ ഒരു പ്രൊവിഷൻ ആണ് എൻ്റെ പാഷൻ എന്ന് മനസ്സിലാക്കിയത്. അതുവരെ ഞാൻ തുടങ്ങിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ നല്ല രസം, കാരണം ലോ ഓഫ് അട്രാക്ഷൻ ടോപ്പിക്ക് രസമുണ്ട്, അതിനെക്കുറിച്ച് ഞാൻ എന്ത് ചെയ്യുന്ന സമയത്തും ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടാണ് ചെയ്യുക. അതുകൊണ്ടാണ് ഇപ്പം ചക്ര ബ്രേസ്ലെറ്റിനെ കുറിച്ച് പറഞ്ഞില്ലേ, ഈ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് ഈ ടൈപ്പ് ബ്രേസ്ലെറ്റ് ഒരിക്കലും കിട്ടില്ല. കാരണം ഏതെങ്കിലും കളർഫുൾ ആയിട്ടുള്ള മാത്രമേ ഏതൊക്കെ കളർ, ഇത് 7 കളേഴ്സും 7 ചക്രാസിൻ്റെ അമെത്തിസ്റ്റ്, സെലറ്റൈൽ, ഇങ്ങനെ റെഡ് ജാസ്പർ, അങ്ങനെ കുറേ ഏകദേശം 7 ചക്രാസ്, അതും ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ചക്രാസിൻ്റെ സ്റ്റോൺ മാത്രം തിരഞ്ഞെടുത്തിട്ടാണ് ചെയ്തത്. അന്നേരം ഞാൻ ലോ ഓഫ് അട്രാക്ഷൻ സംശയം ചോദിക്കാൻ ഇതിൽ ഒരു 4 അത് ഇന്റൻഷനിൽ കൊടുത്തതാണ്, അത് ഇന്റൻഷനിൽ തന്നെ കൊടുത്തതാണ്. അത് റൂട്ട് ചക്ര, അത് വെൽത്തിന് വേണ്ടിയിട്ടുള്ള നിങ്ങളെ അമെത്തിസ്റ്റ് എന്ന് പറയുന്നത്. ഇതിപ്പോ ഇതില്ലേ, ഇതാണ് നിങ്ങൾ ചോദിച്ചില്ല, ഇത് 4 ഉണ്ട്, അതും 4 ഉണ്ട്, ഇതും 4 ഉണ്ട്, ഇതും 4 ഉണ്ട്. ഇത് ഞാൻ അറിഞ്ഞുകൊണ്ട് കൊടുത്തതാണ്. കാരണം നമ്മുടെ മാനിഫെസ്റ്റേഷന് റൂട്ട് ചക്ര വെൽത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ആജ്ഞചക്ര എന്ന് പറയുന്നത് അമെത്തിസ്റ്റ് ആജ്ഞചക്രാണ്, അതിനു വേണ്ടി കൊടുത്തിരിക്കുന്നതാണ്, അറിഞ്ഞുകൊണ്ട് തന്നെ കൊടുത്തതാണ്.
സാർ ഇത് കയ്യില് ഇടുന്നുണ്ടോ? നിങ്ങൾക്ക് ലെഫ്റ്റോ റൈറ്റ് ഇടാം. ഏതാണോ നിങ്ങൾ ലെഫ്റ്റ് ഹാൻഡ് ഉണ്ടാവും, റൈറ്റ് ഹാൻഡ് ഉണ്ടാവും. പക്ഷെ അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലീച്ചിങ് പൗഡർ കാര്യങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് ഇടാൻ പാടില്ല. ഇപ്പം നിങ്ങൾ അലക്കുകയാണ്, പിന്നെ എന്ത് ചെയ്യാണ്, നിങ്ങൾ അലക്കുന്ന സമയത്ത് ഇതേപോലെ തന്നെ ഇത് നാച്ചുറൽ ക്രിസ്റ്റൽ ആയതിനെ കൊണ്ട് പൊട്ടുകയുള്ള ചാൻസ് കൂടുതലാണ്. എൻ്റെ ഒരു തവണ പൊട്ടിപ്പോയി, ഞാൻ കൈ എന്തോ വീശിയ സമയത്ത് ഇത് നേരെ തെറിച്ച്, നാച്ചുറൽ ക്രിസ്റ്റൽ ആയതിനെ കൊണ്ട് പൊട്ടിപ്പോകും. അതുകൊണ്ട് സുരക്ഷിതമായിട്ട് ഉപയോഗിക്കുക. ഇന്നർ ചൈൽഡ് ഹീൽഡ് എങ്ങനെയാ സാർ? ഡെയിലി യൂസ് ചെയ്യണം അല്ലേ? ഡെയിലി യൂസ് ചെയ്യണം. ഇപ്പൊ നിങ്ങൾ ചില സ്ത്രീകൾ പറയും പീരീഡ്സ് ടൈമിൽ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ട് തോന്നുന്നത് ഊരി വെക്കുക. പിന്നെ പീരീഡ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, ക്ലെൻസ് ചെയ്യുക. ക്ലെൻസ് ചെയ്യുന്ന മെഡിറ്റേഷൻ, നമ്മൾ ക്ലെൻസ് ചെയ്യുക, എങ്ങനെ ക്ലെൻസ് ചെയ്യുക എന്നുള്ള കാര്യം 2 ഇതുണ്ടാവും, QR ഉണ്ടാവും, അതിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇതിന് കൂടുതൽ റിസൾട്ട് വേണം. ഇപ്പം 7 ചക്ര ക്രിസ്റ്റൽ ബ്രേസ്ലെറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഗുണം വരില്ല, വെറുതെ ഇട്ട് കഴിഞ്ഞാൽ കാര്യമില്ല. അതിലെ 7 ചക്ര ഹീലിംഗ് മെഡിറ്റേഷൻ ഉണ്ട്, അത് ഡെയിലി നിങ്ങൾ ചെയ്തിരിക്കണം, നിർബന്ധമായിട്ട് ചെയ്തിരിക്കണം, എന്നാലേ റിസൾട്ട് കിട്ടും. അല്ലാതെ ഇത് കയ്യിലിട്ടു ഒരു മിറാക്കിൾ സംഭവിക്കാൻ പോകുന്നത്. അതിൽ 16 മിനിറ്റുള്ള അത്രയും പവർഫുൾ ആയിട്ടുള്ള ബൈനറി മ്യൂസിക് ആഡ് ചെയ്തുകൊണ്ടാണ് നമ്മളത് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് നിർബന്ധമായിട്ട് അത് ചെയ്യാം. ഓരോ ചക്ര രാവിലെ ചെയ്താൽ മതി. രാവിലെയാണ് ചെയ്യുന്നത്, രാത്രി ചെയ്യേണ്ട കാര്യമല്ല. രാവിലെയാണ് ഏറ്റവും നല്ല സമയം, രാവിലെ ചെയ്യുന്നതാണ്. ഓക്കെ, ഇൻ കേസ് അത് പറ്റുന്നില്ല, അത് ടൈം തീരെ ഇല്ലെങ്കിൽ നിങ്ങൾ രാത്രിയെങ്കിലും ഉറങ്ങാൻ കിടക്കുന്നതിന് മുൻപ് കൈകളിങ്ങനെ വെച്ചിട്ട് അതിനെ ബ്ലസ് ചെയ്യുന്ന പോലെയായിട്ട് സങ്കല്പിച്ച് ചെയ്യാം. ഞാനത് കിട്ടിക്കഴിഞ്ഞാൽ ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ സാറടുത്ത് ചോദിക്കാം. ഓക്കെ, അത് മാനസിയാണ് ഹാൻഡിൽ ചെയ്യുന്നത്, അവള് പറഞ്ഞെന്നുള്ളൂ. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഇനി ആർക്കും എന്തെങ്കിലും സക്സസ് സ്റ്റോറീസ് ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാം, ഇല്ലെങ്കിൽ നമുക്ക് അടുത്ത ഞായറാഴ്ച കാണാം. ഓക്കെ, ഓരോ സൺഡേ എപ്പോഴും ആവണോണ്ടായിരിക്കണം സാർ, ഓരോ ക്ലാസ്സിന് വെയിറ്റ് ചെയ്തിരിക്കണം. എനിക്കൊരു കാര്യം പറയണ്ടായിരുന്നു. പറഞ്ഞോളൂ. ഞാനൊരു എന്താണ് ജാക്കിന്റെ ഒരു പവർ മെഷീൻ, സ്യൂയിങ് മെഷീൻ മാനിഫെസ്റ്റ് ചെയ്തോണ്ടിരിക്കുവായിരുന്നു. അപ്പൊ അത് റെഡി ക്യാഷിൽ പെട്ടെന്ന് തന്നെ വാങ്ങാൻ പറ്റി. സാധാരണ എല്ലാം ലോൺ അല്ലെങ്കിൽ EMI അങ്ങനെ പോയിക്കൊണ്ടിരുന്നത്. പിന്നെ ആ ഒരു ചിന്താഗതിയും കാര്യങ്ങളൊക്കെ മാറിയപ്പോഴേക്കും പൈസയും വന്നു, പൈസയൊക്കെ വരാൻ തുടങ്ങി. അത് റെഡി ക്യാഷിൽ വാങ്ങാനും പറ്റി. പിന്നെ എന്റെ ഫിഷർ മോഡൊക്കെ ആണെങ്കിൽ ഓരോ ദിവസവും ആഗ്രഹങ്ങളെ കൊണ്ട് ഇങ്ങനെ നിറഞ്ഞുകൊണ്ടിരിക്കണേ. കഴിഞ്ഞ ബാച്ചിൽ ഈ ബാച്ചില്ല നിങ്ങളുള്ളത്? ഈ ബാച്ചിൽ നടന്നുകൊണ്ടിരിക്കുന്ന ബാച്ചിലെ അംഗമാണ്, യൂട്യൂബറാണ്. സാധാരണ ഒരു ഗ്രൂപ്പുകളിലും ഇങ്ങനെ പെർമിഷൻ തരണ്ടേട്ടാ, എന്താണ് നമ്മുടെ വീഡിയോസ് അപ്ലോഡ് ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട്. പക്ഷെ സാറാണ് ആദ്യമായിട്ട് എന്റെ അറിവില് ഇങ്ങനെ ഒരു ഗ്രൂപ്പില് ഇങ്ങനെ വീഡിയോ അപ്ലോഡ് ചെയ്തത്. ഒരുപാട് ആ ഒരു മനസ്സൊക്കെ കാണിച്ചതിന് ഒരുപാട് താങ്ക്സ് കേട്ടോ. അതുപോലെ ഇതുപോലെ ഒരു സൂം മീറ്റിംഗ് ഒക്കെ 1 മണിക്ക് സാധാരണ യൂട്യൂബില് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ നമുക്ക് പ്രയോജനപ്പെടുന്ന, എന്നാലും ഇതുപോലെ 1 മണിക്കൂർ സൂം മീറ്റിംഗ് ഒക്കെ അറേഞ്ച് ചെയ്ത് അത് ഫ്രീ ആയിട്ടൊക്കെ കൊടുക്കാന്ന് വെച്ചത് വലിയ കാര്യമാണ് കേട്ടോ. സന്തോഷം. ഇദ്ദേഹം നല്ലൊരു യൂട്യൂബർ, നല്ല കഴിവുള്ള വ്യക്തിയാണ്. ഇതേപോലെ സാറ് മാത്രമായിരിക്കും ഇങ്ങനെ തരുന്നത്. ഞാൻ നോക്കുന്നത് ക്ലാസ്സുകൾ ഇങ്ങനെ തരുന്നത് സാറ് മാത്രമാണ്. മാത്രമല്ല നമ്മൾക്ക് ഡൗട്ട് ചോദിക്കാനുള്ള ഒരു അവസരം സാറ് മാത്രം അല്ലേ മാഡം? ഞാൻ കണ്ടിട്ടില്ല. പറഞ്ഞ എല്ലാവരും പറഞ്ഞോളൂ. പറഞ്ഞോളൂ. ഞാനിപ്പോ മോന്റെ ജോലിയുടെ കാര്യം പറഞ്ഞല്ലോ. ഹലോ, അപ്പൊ ആ മോന്റെ ജോലി, ഇപ്പൊ അവൻ പഠിച്ച ജോലിക്ക് വരാൻ എന്റെ ഓപ്പന അല്ല, അവന്റെ ഒരു മൊബൈലിൽ ഒരു വിഷൻ ബോർഡ് വെക്കാൻ പറയും. അത് ഏത് ജോലിയാണ് വേണ്ടത് അതിന്റെ ഫോട്ടോ ഒന്ന് വെക്കാൻ പറയും. മൊബൈലിലെ വാൾപേപ്പർ സ്ക്രീൻ ലോക്ക് ആക്കി വെക്കാൻ പറയും. അത് ചെയ്യും. ഹോപ്പിനോപ്പിനെ പിന്നെ ഉപയോഗിക്കാം. ഹോപ്പിനോപ്പിനെ ഉപയോഗിച്ചോളൂ, പക്ഷെ ഇതാണ് വേണ്ടത് കേട്ടോ. അത് ഇങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനെപ്പോഴും നോക്കുന്നത് ചേഞ്ചസ് ആണ്. അല്ലാതെ അതായത് ഇപ്പോൾ ഞാൻ ലൈഫ് കോച്ചാണ്, എനിക്ക് പൈസ ഉണ്ടാക്കണം, ഓക്കെ, ഒരാളെയും പ്രൊമോട്ട് ചെയ്യാൻ പാടില്ല ഒന്നും. അങ്ങനെയുള്ള കുറേ ട്രെയിനേഴ്സ്, എൻ്റെ മെൻറ്റേഴ്സ്, ഇപ്പോൾ എനിക്ക് കുറേ മെൻറ്റേഴ്സ് ഉണ്ട്. ഒരാളും എന്നെ ഫുള്ളി പൊട്ടൻഷ്യലി സപ്പോർട്ട് ചെയ്ത മെൻറ്റേഴ്സ് എനിക്കില്ല.
അത് കാരണം എനിക്കത് കിട്ടിയിട്ടില്ലാത്തതുകൊണ്ടാണ് ഞാൻ കഴിയുന്നത് മറ്റുള്ളവർക്ക് നൽകാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത്. കാരണം നിങ്ങളെ സക്സസ് സ്റ്റോറീസ് ഇപ്പം തന്നെ നമ്മൾ യു ക്യാൻ ഇൻസ്പയർ അതേഴ്സ് എന്ന് പറഞ്ഞ സീരീസിനോടൊപ്പം തന്നെ നിങ്ങൾ ചെയ്യുന്ന ബിസിനസ്, ഇപ്പം നിങ്ങൾ ലൈഫ് കോച്ചാണ്, നിങ്ങളുടെ കയ്യിലൊരു പ്രൊഡക്റ്റ് ഉണ്ട്, നിങ്ങൾ ഇന്നൊരു ബിസിനസ് ചെയ്യുന്നുണ്ട്, നമ്മളെ യൂട്യൂബ് ചാനലിലൂടെ, എൻ്റെ യൂട്യൂബ് ചാനലിൽ ഫ്രീ ആയിട്ട് 1 രൂപ പോലും മേടിക്കാതെ പ്രൊമോഷൻ കൊടുക്കാം. അത് തുടങ്ങുന്നുണ്ട്, ഞാൻ എന്തായാലും അറിയിക്കാം. കുറേ വീഡിയോ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ ഓരോ വ്യക്തികളുടെ വിജയമാണ് എനിക്ക് വേണ്ടത്. മീൻസ് അതായത് നിങ്ങൾ വിജയിച്ചാലാണല്ലോ ഞാൻ വിജയിക്കുള്ളൂ. ഇപ്പം ഞാനിപ്പോൾ ക്ലാസ് കണ്ടക്ട് ചെയ്തു, ഒന്ന് ആലോചിച്ച് നോക്കൂ, 1000 മെമ്പേഴ്സ്. ഞാൻ എലൈൻമെൻറ്റ് മാസ്റ്ററിൽ കൂടുതൽ മെമ്പേഴ്സിനെ കൊണ്ടുവരാത്തതിൻ്റെ റീസൺ ഇതാണ്. കാരണം കൂടുതൽ മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ അറ്റൻഷൻ കൊടുക്കാൻ പറ്റില്ല. ഇപ്പം സിബി പറഞ്ഞ പോലെ തന്നെ കൂടുതൽ പേര് വരികയാണെങ്കിൽ അറ്റൻഷൻ കൊടുക്കാൻ പറ്റില്ല. അന്നേരം ഞാൻ എന്ത് ചെയ്യും, ഒരു റോബോട്ടിക് മോഡിലേക്ക് മാറും. എനിക്കെപ്പോഴും വേണ്ടത് എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ വേണം. ഇപ്പോൾ ഇതിൽ ഏകദേശം 1.5 മണിക്കൂറായി. ഇത് പറയുന്ന സമയത്തും എൻ്റെ ഹാപ്പിനെസ് അതേപോലെ തന്നെയാണ്. നമ്മൾ ഈ പണം വരണമെങ്കിൽ പണം എന്ന രീതിയില്ല. നമ്മൾ പണം വരണമെങ്കിൽ എന്തെങ്കിലും ഒരു സർവീസ്, ഒരു പ്രൊഡക്റ്റ് കൊടുക്കുന്ന സമയത്ത് ഹാപ്പി ആയിട്ടിരിക്കുക. നമുക്ക് എൻജോയ്മെൻറ്റ് കണ്ടെത്തുന്ന കാര്യങ്ങളിലേക്കാണ് നിങ്ങൾ കൂടുതൽ ടൈമും കാര്യങ്ങളും ചെയ്യേണ്ടത്. അതിനെ കണ്ടെത്തിയിട്ട് ചെയ്യുകയാണ് നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് ഉണ്ടാവും. മെയിനായിട്ട് വേണ്ടത് ഒരേ ഒരു കാര്യമാണ്, പുണ്യം സമ്പാദിക്കുക എന്നുള്ളത്. ഞാൻ എലൈൻമെൻറ്റ് മാസ്റ്ററിൽ പറയാറുണ്ട്, പണമല്ല, നമ്മൾ ജന്മാന്തരങ്ങളായിട്ട് ഇനിയും നമുക്ക് ജന്മങ്ങൾ കിടക്കുന്നുണ്ട്. നമ്മൾ കുറേ പണം വെറും പണം എന്ന് ചിന്തിച്ചിട്ട് പണം വരും. പക്ഷേ പണത്തെക്കാളും ഉപരിയായിട്ട് നമ്മളൊരു പർപ്പസ്, മറ്റുള്ളവരുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു വാക്കുണ്ട്, നമുക്ക് എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാക്കാൻ സാധിക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും വലിയ. ഇപ്പം അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് ഇത്രയും സക്സസ് സ്റ്റോറീസ്, പലരും എന്നെക്കാട് വലിയ യൂട്യൂബേഴ്സ് ഉണ്ട്, കാര്യങ്ങളുണ്ട്, പക്ഷേ സക്സസ് സ്റ്റോറീസ് ഞാനാണ് കൊടുക്കുന്നത്. ഇപ്പം തന്നെ ഗവൺമെൻറ് ജോബ് എത്ര പേർക്ക് കിട്ടിയിട്ടുണ്ട്, എത്ര യൂട്യൂബേഴ്സ് കൊടുത്തിട്ടുണ്ട്, ലോ ഓഫ് അട്രാക്ഷൻ ട്രെയിനേഴ്സ്, ഒരു സക്സസ് സ്റ്റോറി 1-2 എൻ്റെ കയ്യിൽ ഇത്രയും സക്സസ് സ്റ്റോറീസ് ഉണ്ട്, ഇതുവരെ കൊടുത്തിട്ടില്ല. കാരണം എന്താണ്, നമ്മൾ അത് റിസൾട്ട് കിട്ടുന്നത് വെച്ചാൽ നമ്മൾ അത് കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തിട്ട്, അതായത് കേൾക്കാൻ ഇവിടെ ആൾക്കാരില്ല, കേൾക്കാനും സപ്പോർട്ടിനും ആൾക്കാരില്ല. ഇപ്പം പല ലൈഫ് കോച്ചസും ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ അവരെ ഗ്രോത്ത് മാത്രമാണ് ചിന്തിക്കുന്നത്. നമ്മൾ അവരെ ക്ലാസ് പങ്കെടുക്കുന്ന ഗ്രോത്തും കൂടി ആഗ്രഹിക്കുകയാണെങ്കിലാണ് സക്സസ് ഉണ്ടാക്കുക. ചില ട്രെയിനേഴ്സ് എന്ത് ചെയ്യും, ലൈഫ് കോച്ചിങ് പഠിപ്പിച്ചു കൊടുക്കും, യൂട്യൂബ് ചാനൽ തുടങ്ങേണ്ട കാര്യം പറഞ്ഞു കൊടുക്കൂല. അതാണ് എനിക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങി. ഇപ്പം ഇതിലാരായിരുന്നു, ബിന്ദു ആയിരുന്നോ? ബിന്ദു ലൈഫ് കോച്ച്, ബിന്ദു എന്നെ വിളിച്ചിട്ട് പേഴ്സണൽ കൺസൾട്ടേഷൻ അദ്ദേഹം ഒരു ലൈഫ് കോച്ചിങ്ങിന്റെ കീഴിൽ പഠിച്ചു. ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയോ? ഇല്ല. യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. നിങ്ങൾ യൂട്യൂബ് ചാനൽ തുടങ്ങുകയാണെങ്കിൽ ലിങ്ക് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാൻ പറ്റും? ഇല്ല. പിന്നെ എന്ത് സപ്പോർട്ടാണ് നൽകുന്നത്? ഇപ്പം ഞാൻ തന്നെ പറഞ്ഞല്ലോ, ഞാൻ ഈ ലൈഫ് കോച്ചിങ് കാര്യങ്ങളിലും ഒരാൾ തുടങ്ങാൻ പോകുമെന്ന് പറയുന്നത്, ഞാൻ പറയും യൂട്യൂബ് ചാനൽ തുടങ്ങും. സർട്ടിഫിക്കേഷൻ കാര്യങ്ങൾ, ഈ സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് ആരാ വരാൻ പോകുന്നത്? ഇല്ല. യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് നിങ്ങൾ ചെയ്തിരിക്കണം. അതേപോലെ തന്നെയാണ് യാമിനിയോട് പറഞ്ഞത്. ഇപ്പം നിങ്ങൾ ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾക്കൊരു സോഷ്യൽ മീഡിയ വേണം. ഇപ്പം ഞാൻ സുജയോട് നിർബന്ധം പറഞ്ഞു, യൂട്യൂബ് ചാനൽ തുടങ്ങും എന്ന് പറഞ്ഞു. തുടങ്ങി, അവർക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടി. അതാണ് നമ്മൾ ഒരു കാര്യം പറയട്ടെ. ഈ മെഡിറ്റേഷൻ ചെയ്യുമ്പോ നമ്മള് ശ്വാസം മൂക്കിലൂടെ എടുത്തിട്ട് മൂക്കിലൂടെ തന്നെ വിടണം, അത് മൂക്കിലൂടെ വിടണം, വായിലൂടെ അല്ലേ വേണ്ടത് അല്ലേ? എന്താ വെച്ചാ പല ചിന്തകളും ഇങ്ങനെ വരും ചില ഓപ്പനപ്പൊക്കെ ചെയ്യുമ്പോഴേ. അപ്പൊ അത് എന്താ അങ്ങനെ വരാന്? അല്ല അതെന്ത് ചെയ്യാ, അന്നേരം എന്ത് ചെയ്യാ, നിങ്ങള് ശ്വാസത്തില്ല, നിങ്ങള് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ശ്വാസത്തില്, അതായത് ശ്വാസം ഉള്ളിലേക്ക് പുറത്തേക്ക് വിടുന്ന ശ്വാസത്തിന്റെ സെൻസേഷന്റെ അതിലേക്ക് മാത്രം ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾ എന്തെങ്കിലും ഒരു ചെറിയൊരു ഇത് TM മെഡിറ്റേഷൻ എന്ന് പറഞ്ഞ ഒരു മെഡിറ്റേഷൻ, ട്രാൻസെൻഡന്റൽ മെഡിറ്റേഷൻ, TM മെഡിറ്റേഷൻ എന്ന് പറയും. അതിൽ പറയുന്നത് വെച്ചാൽ എന്തെങ്കിലും ഒരു ചെറിയൊരു വേർഡ്, കം അല്ലെങ്കിൽ എം എന്നുള്ള എന്തെങ്കിലും ഒരു ചെറിയൊരു വേർഡ് ഉപയോഗിക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്പേഴ്സ് 10 മുതൽ 1 വരെ എണ്ണാം, ഇല്ലെങ്കിൽ 20 മുതൽ 1 വരെ എണ്ണാം. അങ്ങനെ എണ്ണുന്ന നിങ്ങളുടെ മനസ്സിലെ ചിന്തകളെ കുറയും. ഓക്കെ സാർ. സാറേ ഒന്ന് പറഞ്ഞോട്ടെ. നേരത്തെ ഒരു 6 മിനിറ്റ് മുമ്പ് 3-4 പേര് കൂടെ ഒപ്പം കയറി വന്നു. എന്നിട്ട് സാറിന്റെ കൺട്രോൾ പോയി ഒന്ന് ചീത്ത പറയാൻ തോന്നിയില്ലല്ലോ സാറിന്? ഭയങ്കര ക്ഷമയുള്ള സാറിന്. അല്ല അത് ഞാൻ അങ്ങനെയല്ല, ഞാൻ നോക്കുന്നത് വെച്ചാൽ എല്ലാരും അവരവരെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നതാണ്. അല്ല, ഒന്നാകെ കേറി എല്ലാവരും കൂടി ഒരുമിച്ച് വന്നു. അപ്പൊ ആരാദ്യം പറയുന്നല്ല, അവർക്ക് ഓരോരുത്തരും അവസരം കിട്ടേണ്ട അതാണ്. അല്ല ഞാൻ എപ്പോഴും നോക്കുന്ന വെച്ചാൽ എല്ലാവരും ഇതിൽ കാണുന്ന എല്ലാവരും ഓരോരോ ബുദ്ധിമുട്ടുകളായിട്ട് വരികയാണ്. എന്നാൽ ഇപ്പൊ എനിക്ക് ടൈമുള്ള 1 മണിക്കൂർ കൊണ്ട് 1.5 മണിക്കൂർ കൊണ്ട് ഒരു 100 പേരുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു മാറ്റം കൊണ്ടുവരാൻ, ചെറിയൊരു മാറ്റം കൊണ്ടുവരുന്നത്, അതാണല്ലോ പുണ്യം എന്ന് പറയുന്നത്. അത്രയും നല്ല ക്ഷമയുണ്ട് സാറേ. ഞാനിങ്ങനെയാണ്, ബൈ ഡിഫോൾട്ട് പ്രോഗ്രാമാണ്. ഞാൻ പറഞ്ഞില്ലേ, ഏതെങ്കിലും
ഈ കൂടെ തന്നെ വേറെ ശ്വാസം എടുത്ത് ലൈഫ് മൂക്കിൽ കൂടെ കോച്ചിന്റെ തന്നെ ക്ലാസ്സുകളിലെ ശ്വാസം വിടണം അല്ലേ? തുടങ്ങി. അതെ, പറഞ്ഞോളൂ, എന്ത് പറഞ്ഞോളൂ. ബിഗ് സല്യൂട്ട് സർ. സംശയങ്ങൾ സാറ് വേറെ തീരുന്നില്ല. പറഞ്ഞോളൂ. വേറെ ലൈഫ് കോച്ചിന്റെ ക്ലാസ്സുകളിലെ നമ്മളിങ്ങനെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ അതിനകത്ത് കുറെ കണ്ടീഷൻസ് വെച്ചിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് തന്നെ പറഞ്ഞിരിക്കുവാണ്, അതിനകത്ത് ഒത്തിരി പല പല മേഖലയിലുള്ള ആൾക്കാരായിരിക്കുമല്ലോ നമ്മുടെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്നത്. അപ്പൊ നമുക്കൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ചോദിക്കാൻ പാടില്ല. പിന്നെ അതിൽ തന്നെ എഴുതിയിട്ടുണ്ട്, എന്റെ സ്റ്റാഫ് ഇതിൽ ഈ ക്ലാസ്സിൽ നിങ്ങളോടൊപ്പമുണ്ട്, അതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും ബിസിനസ് പ്രൊമോഷൻ കാര്യങ്ങൾ മറ്റുള്ളവരോട് ചോദിച്ചാൽ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ഔട്ട് ആകുന്നതാണ്. അപ്പൊ നമുക്ക് മറ്റാരോടും ഒന്നും ചോദിക്കാൻ പറ്റില്ല. അത് ഭയപ്പെടുത്താണ് ചെയ്യുന്നത്, അതൊന്നും ഭയപ്പെടുത്താണ് അല്ല. അപ്പം സൂപ്പർ. അല്ല അതിങ്ങനെയാന്ന് വെച്ചാൽ അത് നമ്മളിപ്പം ലൈഫ് കോച്ച്, ഇപ്പൊ നിങ്ങൾ ലൈഫ് കോച്ച് മേടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ എന്റെ ഈ ബാച്ചിൽ പങ്കെടുക്കുന്ന ഒരു ആളുണ്ട് ലൈഫ് കോച്ച്. അദ്ദേഹത്തിന്റെ യൂട്യൂബ് ഞാൻ പറഞ്ഞു, അദ്ദേഹം എൻ്റെ ഒരു 2 തവണ പെർമിഷൻ ചോദിച്ചു. ഞാൻ ലൈവ് ക്ലാസ് പങ്കെടുത്ത സമയത്ത് പറയും ഗ്രൂപ്പിൽ ഇട്ടോളൂ, ഒരു സന്തോഷമേ ഉള്ളൂ. കാരണം ഓരോരുത്തരെയും അതായത് ഓരോരോ അന്നത്തിൽ അവരവരെ പേര് എഴുതി വെച്ചിട്ടുണ്ടാവും. അതിന് അർഹത ഉണ്ടാക്കി വെക്കുക എന്നുള്ളതാണ് വേണ്ടത്. നമ്മൾ അർഹത ഉണ്ടാക്കി വെക്കുക. നമ്മളിത് ഇങ്ങനെ ആരും തട്ടിക്കൊണ്ടുപോകാനൊന്നും പോകുന്നില്ല. നമുക്ക് വേണ്ട കാര്യങ്ങൾ നമ്മളെ എനർജി ലെവൽ ഹയറാക്കുന്നതനുസരിച്ച് നമുക്ക് വേണ്ട കാര്യങ്ങൾ യൂണിവേഴ്സ് അല്ലെങ്കിൽ ദൈവം നമുക്ക് നൽകിക്കോളും. അല്ലാതെ നമ്മളെ മറ്റുള്ളവരെ ഗ്രോത്തിന് ഇല്ലാതാക്കാതെ എന്നെ കഴിയുന്ന രീതിയിൽ എങ്ങനെ സപ്പോർട്ട് നൽകുക എന്നുള്ളതാണ് എൻ്റെ ഒരു രീതി. എല്ലാവരും അങ്ങനെ ആണെന്നില്ല. സാറ് മാത്രമേ അങ്ങനെ ചെയ്യുന്നുള്ളൂ. അല്ല, ഞാൻ എനിക്ക് കിട്ടാത്ത കാര്യമായത് കൊണ്ടാണ് ഞാൻ കൊടുക്കുന്നത്, കിട്ടാത്തതല്ല. ഓക്കെ, എന്തായാലും സന്തോഷം. ഇനിയും ഇടയ്ക്കിടയ്ക്ക് ലൈവ് വരാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. എലൈൻമെന്റ് മാസ്റ്ററി ഇപ്പൊ നടക്കുന്നതിനെ കൊണ്ടാണ് വരാൻ പറ്റുക. കാരണം എലൈൻമെന്റ് മാസ്റ്ററി 8 മണീന്റെ ക്ലാസ് ചിലപ്പോൾ 9:30, 9:45 വരെയെല്ലാം പോകും. അതുകൊണ്ടാണ് ഞാൻ ഇനിയുള്ള ദിവസങ്ങളിൽ ഞാൻ ഇതേപോലെ ഫ്രീ ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യാം. ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി പറയാണ്. ഇനിയും ജീവിതത്തിൽ വലിയ വലിയ ഉയർച്ച ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ദൈവികമായ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും നന്ദി. എല്ലാവരും കൃത്യമായിട്ട് ക്ലാസ്, സൗജന്യ ക്ലാസ് ആവട്ടെ, എലൈൻമെന്റ് മാസ്റ്ററി ആവട്ടെ, പങ്കെടുക്കാൻ താല്പര്യം എല്ലാവരും പങ്കെടുക്കാം. താങ്ക് യു.